അങ്ങനെ സംസാരിച്ചു. കുഞ്ഞാലി സാഹിബ് അരമണിക്കൂറോളം സംസാരിച്ചു. ഇവർ കുറച്ച് വാശിക്കാരാണ്, പെട്ടെന്നൊന്നും വഴങ്ങൂല. അത് നമുക്കൊരു കാര്യം ചെയ്യാം, ഘട്ടം ഘട്ടമായിട്ട് ഇത് വിജയിപ്പിച്ചെടുക്കാൻ കഴിയുള്ളൂ. ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രസിഡന്റാണ്. മൂപ്പര അധികാരം ഉപയോഗിച്ച് ഇവരെ സെനറ്റ് വിളിച്ചെടുക്കട്ടെ. സെനറ്റ് പറഞ്ഞാൽ സാധാരണയൊക്കെ യൂണിവേഴ്സിറ്റി കണ്ടക ഇതൊക്കെ കോപ്പി എടുത്ത് ഇവർ വലിയ ആളുകളാക്കി, അൽഹംദുലില്ലാഹ് അങ്ങനെയൊക്കെ പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. അപ്പോൾ അതിൻ്റെ ജനറൽ ബോഡി അറിയാം, നമ്മുടെ ഭാഷയിൽ ജനറൽ ബോഡി വിളിച്ചു കൂട്ടിയിട്ട് അപ്പോൾ ഹക്കീം വൈസിൻ്റെ രാജി തങ്ങളെ കൈ കൊടുത്തിട്ടുണ്ട്. ആ രാജി സ്വീകരിച്ചു പറഞ്ഞാൽ തങ്ങൾ മിനിറ്റ്സ് എഴുതുക, അവിടെ അംഗീകരിക്കുമല്ലോ തങ്ങൾ പറഞ്ഞാൽ. പിന്നെ അപ്പം തൽക്കാലം എന്ത് ചെയ്യണ്ട, വേറെ പകരം സെക്രട്ടറിനെ കൊടുക്കണ്ട. കുറച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, സമസ്തക്ക് പറ്റുന്ന ഒരാളെ, എന്നാൽ വലിയ അവർക്ക് പറ്റാത്ത ആളാണ്ട് തീവ്രവാദികളാകേണ്ട നമ്മളിപ്പോഴത്തെ ആൾക്കാരുണ്ടാകുന്ന അർത്ഥം, കുറച്ചൊക്കെ മിതവാദികളായ സമസ്തക്കാരപ്പെട്ട ഒരാളെ സെക്രട്ടറി ആയിട്ട് തങ്ങൾ നിശ്ചയിക്കുക. അവർ പകുതി നമുക്ക് ഗ്രിപ്പാവും. പിന്നെ ക്രമേണ സമസ്ത ശ്രദ്ധിച്ചാൽ മതി. പുതിയ സ്ഥാപനമൊക്കെ വരുമ്പോൾ അതിൻ്റെ കൗൺസിലർമായി വരും നമ്മൾ ആൾക്കാരനല്ലേ, പാർട്ടി ശ്രദ്ധിക്കുക, ആ നിലയിൽ പ്രശ്നം പരിഹരിക്കുക. പക്ഷെ ഒരു കാര്യങ്ങൾ ചെയ്യണം, ഇത് പബ്ലിക് നമ്മൾ പറയണ്ട, മറിച്ച് ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ്, പബ്ലിക് പറയാൻ പറ്റൂലല്ലോ, ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങളെ ഈ പ്രശ്നങ്ങൾ തീർക്കാൻ ഏൽപ്പിച്ചു എന്ന് സമസ്തൻ്റെ നേതാക്കന്മാർ പാണക്കാട് വന്ന് വാർത്താ സമ്മേളനം നടത്തിയാൽ മതി. ബാക്കി കാര്യം നമുക്ക് ആരും ചെയ്യാറുണ്ട്. ഒരാഴ്ചക്കാരൻ ജനറൽ ബോഡി വിളിച്ചു കൂട്ടാറുണ്ട്. ഞങ്ങൾ സന്തോഷം അത് ഓക്കെ പറഞ്ഞു. ഇന്നപ്പം തന്നെ സാദിഖ് തങ്ങളടുത്ത് പോകാൻ തീരുമാനമൊന്നും ആക്കിയായിരുന്നു. അവരൊരു വണ്ടിയിലും നമ്മളൊരു വണ്ടിയിലും വന്നു. സാദിഖ് തങ്ങളോട് ആദ്യം ഇവർ പോയി സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ആബിദ് ഹുസൈൻ MLA പുറത്ത് വന്നു. പകരം സെക്രട്ടറി ആരാ നിങ്ങൾ ഉദ്ദേശിക്കുന്നു ചോദിച്ചു. തങ്ങൾ ചോദിക്കേണ്ടായിരുന്നു. ഞങ്ങൾ സമത് പൂക്കോട്ടൂർ ആയിക്കോട്ടെ ഞങ്ങൾ ധാരണയാക്കിയിരുന്നു. അപ്പോൾ തങ്ങൾക്ക് പോരാ, ഓക്കെ കുഴപ്പമില്ലായിരുന്നു. അതനുസരിച്ച് തീരുമാനം എടുത്തു, അംഗീകരിച്ചു. ഞങ്ങളും തങ്ങളടുത്ത് പോയി സംസാരിച്ച് ഓക്കെ ആക്കി. നേരെ ജിഫിരി തങ്ങളെ വിളിച്ചു. തങ്ങൾ വീട്ടിലുണ്ട്. ഞാനും മൊയ്ട്ടു മാഷ് ഉച്ചക്ക് 2-3 മണിക്ക് ജിഫിരി തങ്ങളെ വീട്ടിലെത്തി. തങ്ങളോട് കാര്യങ്ങൾ സംസാരിച്ചു. തങ്ങൾ എല്ലാം ഇതൊക്കെ തീർന്നുള്ള മനസ്ഥിതിയാണ്. തങ്ങൾ പറഞ്ഞു, നമുക്ക് ഞാൻ അങ്ങനെ വാർത്താ സമ്മേളനം തങ്ങൾ ഉസ്താദന്മാരോട് പറഞ്ഞോളി, പാണക്കാട് നിന്ന് വാർത്താ സമ്മേളനം, അതുകൊണ്ട് പ്രശ്നങ്ങൾ ജനമുടി തീർക്കാൻ നല്ല കാര്യമല്ലേ ആയിരുന്നു. പിറ്റേന്ന് രാവിലെ 9 മണിക്ക് പാണക്കാട് വെച്ച് വാർത്താ സമ്മേളനം നടന്നു. നിങ്ങൾ ചാനൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ പ്രശ്നം പരിഹരിക്കാൻ പൂർണ്ണമായും ഞങ്ങൾ ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾ അധികാരപ്പെടുത്തിയിരിക്കുന്നു. അത് കഴിഞ്ഞ് സാദിഖ് അലി തങ്ങൾ ചാനലിൻ്റെ മൈക്കുകൾ വാങ്ങിയിട്ട് പറഞ്ഞു, ഇതോടുകൂടി പ്രശ്നം തീർന്നതായി കണക്കാക്കാൻ ഞാൻ വൈകാതെ പരിഹരിക്കും. പഠിപ്പ് കൊടുക്കുന്ന കുട്ടികളൊക്കെ ക്ലാസ്സിലേക്ക് മടങ്ങിപ്പോകണം. പരീക്ഷ നടത്താൻ വേണ്ടപ്പെട്ട അധ്യാപകരൊക്കെ തിരിച്ചു, കാരണം അവർക്ക് പ്രതിഷേധത്തിലായിരുന്നു. സ്മൂത്തായി നടന്നു പോകുന്ന സാഹചര്യം വന്നു. നമ്മൾ വിചാരിച്ചതോടെ പ്രശ്നം തീരുമെന്ന്. ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ചയായിട്ടും ജനറൽ ബോഡി വിളിച്ചു കേൾക്കുന്ന വിവരങ്ങളില്ല. പിന്നീടുണ്ടായ സംഭവം, ബഹുമാനപ്പെട്ട ചില മെമ്പറായ ആബിദ് ഹുസൈൻ MLA സമസ്തയുടെ ബഹുമാന്യനായ ജനറൽ സെക്രട്ടറി ആലിക്കുട്ടി ഉസ്താദിൻ്റെ വീട്ടിൽ ചെല്ലുന്നു. ആലിക്കുട്ടി ഉസ്താദിനോട് പറയുന്നു, അന്ന് നമ്മളുണ്ടാക്കിയ ആ പാക്കേജ് നടപ്പാക്കാൻ പ്രയാസമുണ്ട് എന്ന് ബഹുമാനപ്പെട്ട തങ്ങൾ നിങ്ങൾ അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സമയം വളരെ വൈകിട്ടുണ്ടെന്നറിയാം. പരമാവധി സമയം കുറച്ച് ഒരു 20 മിനിറ്റിനകം തീർക്കാൻ പറ്റുമോ എന്ന് ഞാൻ ശ്രമിക്കും ഇൻഷാ അല്ലാഹ്. 9 കാര്യങ്ങളിലേക്ക് നേരിട്ട് പ്രവേശിക്കുന്നതിന് മുമ്പ് ആദ്യമായി ഇന്ന് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രത്യക്ഷപ്പെട്ട വാഫി അലുമിനി അസോസിയേഷൻ്റെ പ്രധാനപ്പെട്ട 7 കാര്യങ്ങൾ, അവരുടെ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ചോദ്യാവലി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മറുപടി പറഞ്ഞാൽ അവരുടെ ആകത്തുക ഇതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. ഞാൻ ജസ്റ്റ് അത് വായിച്ച് അതിൻ്റെ മറുപടി നിങ്ങൾ കേൾപ്പിക്കാം. ഒന്ന്, ഹമീദ് ഫൈസി CIC-ക്കെതിരെ സമസ്തക്ക് സമർപ്പിച്ച പരാതിയുടെ പകർപ്പ് CIC ആവശ്യപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് ലഭ്യമാക്കാത്തത്? ഹമീദ് ഫൈസി CIC-യെക്കുറിച്ച് സമസ്തക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല. സുന്നി യുവജന സംഘം സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്ന് ഐക്യകണ്ഠേന ഒരു പരാതി കൊടുത്തു. നമ്മുടെ ചില സമന്വയ വിദ്യാർത്ഥികൾ ചില വ്യതിയാനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട സമസ്ത മുഷാവറ ഇടപെടണം എന്ന്. അപ്പം മുഷാവറ തിരിച്ചാവശ്യപ്പെട്ടു, അതിനുള്ള കൃത്യമായ തെളിവുകൾ ക്രോഡീകരിച്ച് തരണമെന്ന്. അപ്പം ഇതേ പരാതി SKSSF സംസ്ഥാന കമ്മിറ്റിക്കും ഉണ്ടെന്നറിഞ്ഞപ്പോൾ SY സംസ്ഥാന സെക്രട്ടേറിയറ്റും SKF സംസ്ഥാന സെക്രട്ടേറിയറ്റും സംയുക്തമായി അത് വിശദമായി ക്രോഡീകരിച്ച് 2 സംസ്ഥാന കമ്മിറ്റികളാണ് മുഷാവറയ്ക്ക് ആ രേഖ കൈമാറിയിട്ടുള്ളത്. ഇന്ന് വരെ CIC അതിൻ്റെ പകർപ്പ് ആവശ്യപ്പെട്ടതായി എൻ്റെ അറിവിലില്ല.
അതിൻ്റെ കോപ്പി കൊടുത്താൽ പ്രശ്നം തീരുമെങ്കിൽ നാളെ തന്നെ ഇൻഷാ അല്ലാഹ് കോപ്പി നിങ്ങളുടെ കയ്യിൽ എത്തിച്ചേരാം. അതിലൊന്നും മറച്ചു വെക്കാനില്ല. രണ്ടാമത്തെ വിഷയം, പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും 22/9/22 സംയുക്തമായി തീരുമാനമെടുത്ത് ഒപ്പിട്ടത് പ്രകാരമുള്ള CIC നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച, അതായത് സിറ്റിംഗ്, ഇതുവരെ നടക്കാത്തതിൻ്റെ കാരണം എന്ത്? കാരണം ഞാൻ പറഞ്ഞുതരാം. 22/9/22 CIC നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച മാത്രമല്ല തീരുമാനമായിട്ടുള്ളത്. 4 തീരുമാനങ്ങളാണ് ബഹുമാനപ്പെട്ട സാദിഖ് അലി തങ്ങളും ജിഫ്രി തങ്ങളും ഉൾപ്പെടെയുള്ള നേതാക്കൾ എടുത്തത്. അതിലാദ്യത്തെ 3 തീരുമാനങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ 4ാമത്തെ കൂടിക്കാഴ്ച. ആ 3 തീരുമാനങ്ങളും നിങ്ങൾ അംഗീകരിക്കുകയോ നടപ്പാക്കുകയോ ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് 4ാമത്തെ കാര്യം നടക്കാത്തത്. ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. 1, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേന്ദ്ര മുശാവറ തയ്യാറാക്കി അംഗീകരിച്ച സ്ഥാപനങ്ങൾക്കുള്ള പെരുമാറ്റച്ചട്ടം CICയും അംഗീകരിക്കുക. ഈ നിമിഷം വരെ CIC അംഗീകരിച്ചിട്ടില്ല. 2, സാമൂഹിക മാധ്യമങ്ങളിൽ സമസ്തയെയും നേതാക്കളെയും അപകീർത്തിപ്പെട്ട് പോസ്റ്റിട്ട കാര്യങ്ങൾ ഞങ്ങളുമായി ബന്ധമില്ലാത്തതാണെന്ന് CIC അധികൃതർ പരസ്യമായി പ്രഖ്യാപിക്കുക. അത്തരം പോസ്റ്റിട്ടവർക്കെതിരെ നടപടി കൈക്കൊള്ളുക. ഈ നിമിഷം വരെ അവർ ചെയ്തിട്ടില്ല. 3, CIC സെനറ്റിൽ നിന്ന് ഒഴിവാക്കിയ 2 പേരെ സെനറ്റിലേക്ക് തിരിച്ചെടുക്കുക. ഈ നിമിഷം വരെ ചെയ്തിട്ടില്ല. ഇതൊക്കെ ചെയ്യുന്ന മുറക്ക് തീർച്ചയായും ആ കൂടിക്കാഴ്ച നടക്കും. കാത്തിരിക്കുക, ഇൻഷാ അല്ലാഹ് നടക്കും. 3ാമത്തെ കാര്യം പറയാനുള്ളത്, ഇവർ പറഞ്ഞിട്ടുള്ളത്, പ്രചരിപ്പിക്കപ്പെടുന്ന 9 കാര്യങ്ങളിൽ മുഷാവറ മിനിറ്റ്സിൽ രേഖപ്പെടുത്താത്ത 3 കാര്യങ്ങൾ വന്നത് ആരുടെ താല്പര്യപ്രകാരമാണ്? അത് നിയമവിരുദ്ധമാണെന്ന് അറിയുന്നത് കൊണ്ടല്ലേ മിനിറ്റ്സിൽ ചേർക്കാതിരുന്നത്? 6-9 ആയത് എങ്ങനെ? 6-9 ആയത് എങ്ങനെ എന്ന് ഈ മധ്യസ്ഥ ചർച്ചയ്ക്ക് നേതൃത്വം നൽകിയ ആളുകളാണ് ഈ തീരുമാനമെടുത്തത്. ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, ബഹുമാന്യനായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ 9 തീരുമാനങ്ങൾ എടുത്തത്. 6 തീരുമാനം ഒരു ഘട്ടത്തിലും പിന്നീട് വീണ്ടും 3 തീരുമാനങ്ങൾ എഴുതി ചേർത്ത് സമസ്തക്ക് കൈമാറിയത് ഈ സമിതിയാണ്. ഈ സമിതിയോട് ചോദിക്കണം, എന്തിനാണ് 3 തീരുമാനം കൂടി അഡീഷണലായി കൂട്ടിയത്? നമ്മളല്ല, സമസ്തല്ല മറുപടി പറയേണ്ടത്. സമസ്തക്കത് കൈമാറി സമസ്ത അത് ശരിവെച്ച് നേരിട്ട് CIC അയച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സമസ്ത യാതൊരു കൃത്യമായ വിഷയം കാണിച്ചിട്ടില്ല. ഇവരൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ട്. ആ മധ്യസ്ഥ സമിതി ഉണ്ടാക്കിയതാണ് 9 തീരുമാനങ്ങൾ. ഇനി ആ സംശയം ഉണ്ടെങ്കിൽ ഇത്തരക്കാർക്ക് ഞാൻ കാര്യം പറഞ്ഞു തരാം. CICക്ക് 9 തീരുമാനങ്ങൾ കൈമാറിയ കൂട്ടത്തിൽ അതിലാരൊക്കെയാണ് ആ മീറ്റിങ്ങിൽ പങ്കെടുത്തത് എന്ന് കൃത്യമായി അതിൻ്റെ താഴെ അവരുടെ പേരുകൾ എഴുതി രേഖപ്പെടുത്തിയിട്ടാണ് കൈമാറിയിട്ടുള്ളത്. അതൊന്ന് ആ നേതാക്കന്മാരോട് ചോദിച്ച് ഉറപ്പുവരുത്തിയാൽ മതി. അടുത്ത കാര്യം ഇവർ ചോദിക്കുന്നത്, ആദർശവിരുദ്ധ വിഷയവുമായി ബന്ധപ്പെട്ട് ഹക്കീം ഫൈസി ആദർശയുടെ വിശദീകരണം കേൾക്കാൻ അധികൃതർ തയ്യാറാകാത്തത് എന്തുകൊണ്ട്? എങ്ങനെ തയ്യാറാകണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി നോക്കി. നമ്മുടെ ഒരു മോനോടൊരു ഉപദേശം കൊടുത്തു. മോന് അതിന് മറുപടി, ഞാൻ അങ്ങനല്ലപ്പാ, ഞാൻ ഇങ്ങനെ ചെയ്യുള്ളൂ പറഞ്ഞു. വീണ്ടും പറഞ്ഞു, വേറെ വിഷയയുടെ മോനെ എങ്ങനെ ചെയ്യണം, അതെനിക്ക് കഴിയില്ല, ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ പറഞ്ഞു. അങ്ങനെ 2021 ജനുവരിയിൽ തുടങ്ങിയത് ഈ ഏർപ്പാട്. 21, 22, 23, 24, 25, 26 ജനുവരി കഴിഞ്ഞു. 6 കൊല്ലം ഉപദേശിച്ചിട്ടും നേരെയാകുന്നില്ലെന്ന് മാത്രമല്ല, തിരിച്ച് വാർത്താ സമ്മേളനം നടത്തിയും ആളുകളെ കൊണ്ട് എഴുതിപ്പിച്ചും പച്ചയായി തോന്നിവാസം ഈ നേതാക്കന്മാരെ കുറിച്ച് പറയുന്ന ആളുകൾ എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരാളെ കേൾക്കാൻ തയ്യാറാകുക? കേൾക്കേണ്ട സമയത്ത് മര്യാദക്ക് കേട്ടിട്ടുണ്ട്. സത്തർ പന്തലൂടെ സൂചിപ്പിച്ചു, നേർക്ക് നേരെ കേട്ടത്. ഇത്തരം ആളുകൾ വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടിരിക്കേ ഒരു ബുദ്ധിയുള്ള സാമാന്യ നിലയുള്ള ആളുകൾ കേൾക്കൂല. ഇങ്ങനൊക്കെ ആയിട്ടും നിങ്ങളെ പറ്റേ സമൂഹ മധ്യത്തിൽ തേജോവധം ചെയ്ത് ആളുകൾക്ക് പ്രചാരണം നടത്തുന്നില്ലല്ലോ സമസ്ത എന്നെങ്കിൽ സമസ്തയോട് നിങ്ങൾ നന്ദി പറയുക. മറ്റൊരു കാര്യം ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്, ആരോപണ വിധേയന പരമാവധി കേൾക്കുക എന്ന കർമ്മശാസ്ത്ര വിധി, അതാണ് പറഞ്ഞത്. ആദർശവിരുദ്ധ വിഷയവുമായി ബന്ധപ്പെട്ട് ഹക്കീം ഫൈസിയുടെ ആദർശയുടെ വിശദീകരണം പറഞ്ഞു അല്ലേ. അടുത്ത, ആരോപണ വിധേയനായ പരമാവധി കേൾക്കുക എന്ന കർമ്മശാസ്ത്ര വിധിയും സമസ്തയുടെ കഴിഞ്ഞകാല പാരമ്പര്യവും ഹക്കീം ഫൈസിയുടെ കാര്യത്തിൽ മാത്രം എന്തുകൊണ്ട് ലംഘിക്കപ്പെടുന്നു? സെയിം ചോദ്യമാണ്, സെയിം മറുപടിയാണ്.
അടുത്തത്, സമസ്ത മുഷാവറ വാഫി സിലബസിൽ ബിദ്അത്ത് ഉള്ളതായി ഇതുവരെ ആരോപിച്ചിട്ടില്ലെന്നിരിക്കെ ഇത്തരമൊരു പ്രചാരണം ആരുടെ സൃഷ്ടിയാണ്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ആദർശ വിരുദ്ധ പ്രചാരണങ്ങൾ ഇവർ നടത്തുന്നുണ്ട് എന്ന്. ബിദ്അത്ത് എന്ന അറബിയാണ്, ആദർശ വിരുദ്ധ മലയാളമാണ്. കൃത്യമായി അതിൻ്റെ അർത്ഥം പഠിച്ചാൽ ആ പ്രശ്നം തീരും. ഏഴാമത്തെ അവസാനത്തെ വലിയ ചോദ്യം, രാജ്യത്തെ നിലവിലുള്ള നിയമങ്ങൾക്ക് വിരുദ്ധമായതും സൊസൈറ്റി ആക്ട് പ്രകാരം കോടതികൾ അംഗീകരിക്കാത്തതുമായ കാര്യങ്ങൾ സമസ്ത CIC-യോട് ചെയ്യാൻ പറഞ്ഞാൽ CIC എന്ത് ചെയ്യും? സമസ്ത വലിയ ഭരണഘടനാ വിരുദ്ധമായ സുപ്രീം കോടതി അംഗീകരിക്കാത്ത കാര്യങ്ങൾ അവരോട് പറഞ്ഞാൽ എന്തു ചെയ്യും എന്നുള്ളതാണ്. എന്താണ് സമസ്ത അവരോട് പറഞ്ഞത്? 2021 സെൻട്രൽ ഗവൺമെന്റ് വിവാഹപ്രായം ഉയർത്താൻ പോകുന്നു എന്ന് കണ്ടപ്പോൾ വിവാഹം അനുവദിക്കാത്ത കോളേജിലെ പെൺകുട്ടികൾ 2-3 പെൺകുട്ടികൾ വിവാഹം നടത്തി, നിക്കാഹ് നടത്തി. ആ കുട്ടികളെ പുറത്താക്കിയപ്പോൾ രക്ഷിതാക്കൾ പരാതി കൊടുത്തപ്പോൾ ആ കുട്ടികൾ തിരിച്ചെടുത്തിലേക്ക് പഠനം മുടങ്ങേണ്ടതാണ്. ഇത് രാജ്യത്തെ ഏത് നിയമത്തിനാണ് എതിര്? ഇത് ഉപദേശിച്ചതിൻ്റെ പേരിൽ സമസ്തക്ക് ഇവരുടെ ഭരണഘടനയിലുള്ള അവകാശം, ആ നിലവിലുണ്ടായിരുന്ന ഉദ്ദേശ ലക്ഷ്യങ്ങളിലുള്ള പ്രധാനപ്പെട്ട അവകാശം മാറ്റിവെച്ച് ഭരണഘടന ഭേദഗതി ചെയ്തു. അത് ഭേദഗതി ചെയ്ത് വേണ്ട, അങ്ങനെ സമസ്ത ഒഴിവാക്കേണ്ട, മക്കളെ പഴയ രീതിക്ക് തന്നെ ആക്കിക്കളിയുന്നു. ഇത് ഏത് നിയമത്തിനാണ് എതിര്? ഇതിൻ്റെ അഡ്വൈസറായി മഹാനായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അധ്യക്ഷനായിരുന്നു. ആ അധ്യക്ഷനെ മാറ്റി, വെറുപ്പ് കൊണ്ട്, സമസ്തയുള്ള വെറുപ്പ് കൊണ്ട് അധ്യക്ഷനെ മാറ്റണ്ട, നിങ്ങൾ അധ്യക്ഷൻ അഡ്വൈസറായിട്ട് തന്നെ നിന്നോട്ടെ, പഴയപടി നിന്നോട്ടെ. ഏത് നിയമത്തിനാണ് ഇത് എതിര്? എന്താണ് ഈ പറയുന്നത്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇത്ര വിവരമില്ലാത്ത സംഘടനയാണോ? ഇവരോട് രാജ്യത്തെ നിയമങ്ങൾക്ക് അതീതമായ ഗൗരവമുള്ള വിഷയം അടിച്ചേൽപ്പിച്ച് ഞങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ്, ഇനി എന്ത് ചെയ്യണമെന്നാണ് ഇവർ ചോദിക്കുന്നത്. സാങ്കല്പികമായ ചോദ്യം. ഇതാണ് ആകത്തുക വാഫി അലുമിനി അസോസിയേഷന് ചോദിക്കാനുള്ളത്. ഞാൻ ആദ്യമേ ഇത് പറഞ്ഞത്, ആ കൂട്ടൽ ചിന്തിക്കുന്ന നല്ല മക്കളുണ്ട്, നിഷ്പക്ഷമായി കാര്യങ്ങൾ വിലയിരുത്തുന്ന വാഫി സുഹൃത്തുക്കൾ ഇതൊക്കെ കേട്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊക്കെ പുകമറ സൃഷ്ടിച്ച് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ 9 കാര്യങ്ങൾക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ്, ഈ പ്രശ്നത്തിൽ 6 കൊല്ലത്തിനകം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എത്ര അവധാനതയോടുകൂടിയാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചത് എന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകാം. 7 തവണ, 1 തവണയല്ല, 2 തവണയല്ല, 7 തവണ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ, ബഹുമാന്യവരായ സമസ്തയുടെ നേതൃത്വത്തിൽ ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കാനുള്ള തീരുമാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ തീരുമാനങ്ങൾ മുഴുവൻ വഴുതി പോയതാരായിരുന്നു? ഇവരായിരുന്നു. ഞാൻ ഡേറ്റ് വെച്ച് നിങ്ങളെ കാര്യം പറഞ്ഞു കേൾപ്പിക്കാം. ഞാൻ പറയട്ടെ, 1ാമത്തെ ശ്രമം, ഞാൻ നേരിട്ടറിയുന്ന ശ്രമം കേട്ടോ, അല്ലാതെ വേറെ ഒരുപാട് ശ്രമം നടന്നിട്ടുണ്ട്. 29/1/22 പട്ടിക്കാട് ജാമിയ നൂരിയ സമ്മേളനം നടക്കുകയാണ്. ഈ സമ്മേളന ദിവസം നേരത്തെ നിശ്ചയിച്ചതനുസരിച്ച് ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി ഈ വിനീതനും ഡോക്ടർ ബഷീർ പനങ്ങരയും സ്വസ്ഥമായ റൂമിൽ നിന്ന് സംസാരിച്ചു. തങ്ങളെ ഈ പ്രശ്നം നമുക്ക് തീർക്കണ്ടേ, കാരണം തങ്ങൾക്കറിയാം നമുക്ക് ആത്മാർത്ഥമായി തീരണം എന്നുള്ള ആഗ്രഹം ഉണ്ടെന്ന്, തീർക്കണം. തങ്ങൾ പറഞ്ഞു, നിങ്ങൾ കാര്യം ചെയ്യും, അദ്ദേഹത്തിൻ്റെ രാജി തൽക്കാലം വാങ്ങി ബാക്കി കാര്യങ്ങൾ നമുക്ക് പരിഹരിക്കാമെന്ന് പറഞ്ഞു. നിങ്ങൾ സംസാരിക്കണം. ഞങ്ങൾ പറഞ്ഞു, തങ്ങളെ ഞങ്ങൾ മാത്രമേ സംസാരിച്ചാൽ മുതിർന്ന ആളെ ഞങ്ങൾ കൂട്ടത്തിൽ വേണ്ട ചോദിച്ചു. അത് ആവശ്യമാണ്. ഞാൻ ഒരു കാര്യം, MSc മായനാജി മതി ചോദിച്ചു. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ഉപദേശകനാണ്, വിദ്യാഭ്യാസമുള്ള മെമ്പറാണ്, അദ്ദേഹം മതിയായിരുന്നു. ഞാൻ പറയാൻ അദ്ദേഹത്തോട് പറഞ്ഞു. പിറ്റേ ദിവസം മായനാജി വിനീതനെ വിളിച്ചു. തങ്ങളിങ്ങനെ പറഞ്ഞിരുന്നു, നിങ്ങൾ സംസാരിച്ചു. അതെ നമുക്ക് എങ്ങനെയായിട്ട് സംസാരിക്കാതെ ചോദിച്ചു. അദ്ദേഹം തന്നെ, ഞാൻ ആദ്യം അദ്ദേഹം ടെലിഫോൺ ചെയ്യട്ടായിരുന്നു. അദ്ദേഹം ടെലിഫോൺ ചെയ്തു, മറുപടി നമ്മൾ അറിയിച്ചു. വാഫി വിഷയത്തിൽ ഇനി ചർച്ചയില്ല എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്, മുഖത്തടിച്ച പോലെ. അപ്പം മായനാജി ഞാൻ പറഞ്ഞു, എന്നാൽ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞിട്ടാണ് നമ്മളിത് പറയുന്നത്, സംസാരിക്കണം എന്ന് പറയുന്നത്. സാദിഖ് അലി പറയാനുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോളും, അത് നിങ്ങൾ ഇടപെടേണ്ട ആവശ്യമില്ല. ഇതൊരു നിസ്സാര വിഷയമല്ലല്ലോ. എത്ര മാന്യമായി ആ പ്രശ്നമൊന്ന് ചർച്ച ചെയ്യാൻ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സാദിഖ് അലി തങ്ങളെ ഏൽപ്പിച്ചിട്ട് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ തങ്ങളെ തൊട്ട് താഴെയുള്ള മനുഷ്യൻ അവരെ വിളിച്ചിട്ട് ഇനി വിഷയത്തിൽ ചർച്ചയില്ല. നമ്പർ 1, ഇതൊക്കെ നിഷ്പക്ഷമതികളായ എൻ്റെ വാഫി സുഹൃത്തുക്കളും നല്ലവരായ സഹോദരങ്ങളും മനസ്സിലാക്കണം. ഈ പറയുന്നതിൽ കളവിൻ്റെ അംശം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ചു നോക്കാമല്ലോ. MC മായനാജി സാക്ഷി, ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ സാക്ഷി, സമസ്തയുടെ പണ്ഡിതന്മാർ സാക്ഷി. 2ാമത്തെ ശ്രമം, 2022 മെയ് 2 ശനി സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് മീറ്റിംഗ് നടക്കുകയാണ്. ഈ പ്രശ്നം എങ്ങനെയെങ്കിലും തീരട്ടെ എന്ന് വിചാരിച്ച് ശ്രമിക്കുമ്പോൾ
വിശാലമായി MT ഉസ്താദ് ഉൾപ്പെടെയുള്ള ഉസ്താദ്മാരോട് ഞാൻ പേഴ്സണലായി സംസാരിച്ചപ്പോൾ സമദ് പൂക്കോട്ടൂർ ഈ വിഷയത്തിൽ സംസാരിച്ചിരുന്നു. MT ഉസ്താദ് പറഞ്ഞു, ഒക്കെ നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാം. വിവാഹപ്രായം ആ ഒരു വിവാഹം നടത്തിയാൽ പുറത്താക്കുന്നില്ല, അവിടെ നമുക്ക് അംഗീകരിക്കാൻ ശരീഅത്ത് അനുഭവിച്ചൊരു കാര്യം നമുക്ക് എതിർക്കാൻ കഴിയില്ല, നിഷേധിക്കാൻ കഴിയില്ല. അവിടെ എന്തെങ്കിലും ഒരു നീക്കുപോക്ക് ഉണ്ടാക്കിയ പ്രശ്നം തീർക്കാമെന്നാണ്. ബാക്കിയൊക്കെ അംഗീകരിക്കാമെന്ന് മറുപക്ഷം മൊത്തത്തിൽ പറഞ്ഞു. അങ്ങനെ ബഹുമാനപ്പെട്ട MT ഉസ്താദ് തന്നെ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, വിവാഹം നടത്താൻ പാടില്ല എന്നുള്ള വാക്ക് വേണ്ട, മറിച്ച് പഠനത്തിന് തടസ്സമായ ഒന്നും ഉണ്ടാവില്ല എന്ന് കല്യാണ നിക്കാഹ് നടത്തുന്ന സമയത്ത് വരൻ്റെ അടുത്തുനിന്നും അതുപോലെ വധുവിൻ്റെ അടുത്തുനിന്നും എഴുതി വാങ്ങാം, എന്നാൽ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. ഈ വിഷയം ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾ അറിയിച്ചു. തങ്ങൾ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് 2022 മെയ് 2-ാം ശനിയാണ് വിദ്യാഭ്യാസത്തോട് മീറ്റിങ്ങിലേക്ക് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വന്നു. തങ്ങൾ പൂർണ്ണമാകുന്നതിന് മുമ്പ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്നെ വിളിച്ചു. ചെന്ന് അപ്പുറത്തെ റൂമിൻ്റെ സംസാരിച്ചു. ഞാൻ ഹക്കീം വൈസിയായിട്ട് വിഷയം സംസാരിച്ചിരുന്നു. മൂപ്പര് പറഞ്ഞ പ്രശ്നം നമുക്ക് തീരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ചെറിയ പരിഷ്കരണം നമുക്ക് വരുത്താം. അവർക്ക് കത്ത് വാങ്ങുന്നതിന് പകരം ചേരുമ്പോൾ തന്നെ പെൺകുട്ടികളുടെ എഴുത്ത് വാങ്ങുക, പഠനത്തിന് വിഘാതമായത് ഒന്നും ഉണ്ടാവില്ല എന്ന് എഴുത്ത് വാങ്ങുക, അങ്ങനെ പ്രശ്നം പരിഹരിക്കാമെന്നാണ്. അത് തങ്ങളെ അഭിപ്രായമാണെന്ന് അറിയില്ല, അദ്ദേഹം സംസാരിച്ച അദ്ദേഹം അഭിപ്രായം അറിയില്ല. തങ്ങളെ അതൊന്നും ഉസ്താമാർക്ക് എതിർപ്പ് ഉണ്ടാവില്ലായിരുന്നു. എന്നാൽ സമദിനെ വിളിക്കുന്നതാണ്. സമദ് പൂക്കോട്ടിനെ ഉള്ളിൽ പോയി വിളിച്ച് ഈ റൂമിൽ കൊണ്ടുവന്ന് സംസാരിച്ചു. നമുക്ക് അങ്ങനെ ചർച്ച ചെയ്തിട്ട് തീരുമാനിക്കാൻ തന്നു. അതനുസരിച്ച് തീരുമാനം ഉണ്ടാക്കാൻ പോകുന്ന സാഹചര്യത്തിൽ തങ്ങൾ സമദ് പൂക്കോട്ടർ പറഞ്ഞു, നമുക്ക് ഒരു കാര്യം ചെയ്ത് ഉസ്താദ്മാരുടെ അടുത്ത് ഇപ്പം തന്നെ മീറ്റിങ്ങിൽ എല്ലാവരും ഉണ്ട്, ജഫീർ തങ്ങളും MT എല്ലാവരും ഉണ്ടല്ലോ, അവിടെ പോയിട്ട് പറഞ്ഞിട്ട് അവരെ കൂടി തീരുമാനമാക്കി മാറ്റുമായിരുന്നു, തിരക്കിടില്ലായിരുന്നു. അങ്ങനെ 3 പേരും ഉള്ളിലേക്ക് പോയി ഈ ഉസ്താദ്മാരോട് ഈ കാര്യം സ്വകാര്യം പറഞ്ഞു. MT ഉസ്താദ് എഴുന്നേറ്റ് പറഞ്ഞു, സാദിഖ് തങ്ങൾ നേതൃത്വത്തിൽ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ട്, അത് അവരായിട്ട് മുന്നോട്ട് പോയിക്കോട്ടെ, ഇതാണ് വിഷയം എന്ന് സൂചിപ്പിച്ചു. അങ്ങനെ തങ്ങൾ ഡേറ്റ് നിശ്ചയിച്ചു. ശനിയാഴ്ചയാണ്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് പാണക്കാടൻ്റെ വീട്ടിലിരിക്കുക. അവിടെ തന്നെ അംഗീകരിച്ചപ്പോൾ പറഞ്ഞു, തങ്ങൾ പറഞ്ഞു മായനാജ് ഒന്ന് ഈ മീറ്റിങ്ങിൽ വരണം എന്നാണ്, ഇസ്മായിൽ നിയാജ് മാനറി മീറ്റിങ്ങിൽ ഒന്ന് വരണം എന്നാണ്. എന്നാൽ ഉച്ചയ്ക്ക് 2 മണിക്ക് നമുക്ക് ഇരിക്കാൻ ഞാൻ അദ്ദേഹത്തെ ഏർപ്പാട് ചെയ്യാറ്. ഞായറാഴ്ച ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു, ആ മീറ്റിംഗ് നടക്കൂല കേട്ടോ, വേണ്ടപ്പെട്ടവരെ അറിയിച്ചെളിയെന്ന് പറഞ്ഞു. എന്തേന്ന് നമ്മൾ ചോദിക്കുന്നത് മര്യാദകേടാണല്ലോ. ഈ മെയ് മാസം അവസാനം തമിഴ്നാട്ടിലെ പറങ്കിപ്പേട്ട് ജാമിയ കലിമ കോളേജിൻ്റെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു. അവിടെ വെച്ച് ബഹുമാനപ്പെട്ട സാദിഖ് തങ്ങൾ ഫ്രീ ആയി കിട്ടിയപ്പോൾ ഞാൻ ചോദിച്ചു, തങ്ങളെ എന്തേ നടക്കാതെ പോയത് പറഞ്ഞു. അത് പാണക്കാട് വെച്ചൊരു വിഷയം പറഞ്ഞ് തർക്കിച്ച് പിരിയിൽ അർത്ഥമല്ലല്ലോ, അതുകൊണ്ട് വേണ്ടാച്ചതാണ്. തങ്ങളൊരാളെ കുറ്റം പറയാൻ എനിക്ക് മനസ്സിലായ സംഭവം, അയാളത് അംഗീകരിച്ചിട്ടില്ല എന്നർത്ഥം. മൂന്നാമത് ശ്രമിച്ചത് 8/6/22 ചേർന്ന മുഷാവറ CIC-യുമായുള്ള സംഘടനാ ബന്ധം അവസാനിപ്പിച്ചു. അത് രേഖാമൂലം അവർ അറിയിച്ചു. അറിയിക്കാനായിട്ട് പശ്ചാത്തലം എന്താണെന്ന് വെച്ചാൽ അതിനിടയ്ക്ക് രൂക്ഷമായ പ്രശ്നങ്ങൾ ഇവരുണ്ടാക്കി. പ്രശ്നങ്ങൾ ഈ ഒരുപാട് സമസ്തക്കെതിരെ, സമസ്തൻ്റെ പണ്ഡിതന്മാർക്കെതിരെ നിരന്തരമായ പച്ചയായ വിമർശനങ്ങൾ, ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച്. അപ്പോൾ സമസ്ത തൽക്കാലം പറഞ്ഞൊന്നും അനുസരിക്കുന്നില്ല എന്ന് ആ ബന്ധം വിച്ഛേദിച്ചു. തുടർന്ന് 30/6/22 പാണക്കാട് വെച്ച് ചർച്ച നടത്താൻ ബഹുമാനപ്പെട്ട സാദിഖ് അലി തങ്ങളും സമസ്തയുടെ നേതാക്കന്മാരും തീരുമാനിച്ചു. അവിടെ വെച്ച് ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബിന്റെ നേതൃത്വത്തിൽ 2 തീരുമാനം, സമസ്ത പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തീരുമാനമെടുത്തു. ഒന്ന്, CIC ഭരണഘടനയിൽ വരുത്തിയ ഭേദഗതികൾ ദുർബലപ്പെടുത്താൻ സമസ്ത കേന്ദ്ര മുഷാവറ 3 കാര്യങ്ങളും പഴയ രൂപത്തിൽ തന്നെ പുനഃസ്ഥാപിക്കുകയും ചെയ്യാം. ഭരണഘടനയിൽ സമസ്തക്കുള്ള അവകാശമൊക്കെ മാറ്റി തിരിച്ച് ഭരണഘടനയിൽ തന്നെ ഉണ്ട്. അപ്പോഴേക്കും ഒരുപാട് കെണിയുണ്ടാക്കി വെച്ചിട്ട് ഭരണഘടനയൊക്കെ മാറ്റിയിട്ടുണ്ട്. രണ്ടാമത്തെ തീരുമാനം, വഫിയ കോഴ്സിൽ ചേർന്ന് പഠിക്കുന്ന പെൺകുട്ടികളുടെ പഠനകാലത്ത് വിവാഹം CIC തടസ്സപ്പെടുത്തുകയോ തുടർ നടപടി ഉണ്ടാവുകയോ ചെയ്യുന്നതല്ല. കറക്റ്റ്, ആ പ്രശ്നം തീർന്നു. ആരാണ് തീരുമാനിക്കുന്നത്? ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ഇവരാണല്ലോ ഈ തങ്ങൾ അങ്ങട്ടാണ് ഇങ്ങട്ടാണ്, തങ്ങൾ തേനാണ് പാലാണെന്ന് പറഞ്ഞ പാർട്ടിയാണ് ഈ പാർട്ടി. നിങ്ങൾ കേട്ടോ, ഇതൊക്കെ ആരാണ് തീരുമാനം എടുക്കുന്നത്? ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങളും ഉസ്താദ്മാരും കൂടി, ഞാൻ ആ യോഗത്തിലുണ്ടായിരുന്നു. ആ തീരുമാനം എടുത്തിട്ട് ബഹുമാനപ്പെട്ട തങ്ങളുടെ ലെറ്റർ ഹെഡിൽ തങ്ങൾ എഴുതി ഒപ്പിട്ട് ഈ 2 കാര്യങ്ങൾ കൃത്യമായി സമസ്ത മുഷാവറക്ക് കൊടുത്തു. സമസ്ത മുഷാവറ എത്ര മാന്യമായിട്ട് ആ പ്രശ്നം പരിഹരിച്ചു. തൊട്ടടുത്ത ദിവസം സമസ്ത മുഷാവറ ഈ വഫിയയുമായുള്ള ബന്ധം ഇല്ല എന്ന് പറഞ്ഞ തീരുമാനം മാറ്റി സമസ്ത ബന്ധം പുനഃസ്ഥാപിച്ചു എന്ന് സമസ്ത പ്രസിഡന്റിന്റെയും സെക്രട്ടറിയും പ്രസ്താവന തൊട്ടടുത്ത ദിവസം 2/7/22 സുപ്രഭാതം പത്രത്തിൽ വന്നു. അവർ കത്ത് കൊടുത്തു. അപ്പോൾ പ്രശ്നം തീരുമല്ലോ, ഇവർക്ക് പ്രശ്നം തീരാൻ പാടില്ല. ഇവർ നേരെ എന്തു ചെയ്തു? ഫസ്റ്റ് ചെയ്തത്
സകലമാന വാഫി വഫിയുടെയും ഗ്രൂപ്പുകളിലേക്ക് ഇവർ മെസ്സേജ് ഇട്ടു. ഇനി ഞാനിത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എനിക്ക് വാഫിയുണ്ട്, മോനുണ്ട്, വഫിയ മോളുണ്ട്, പക്ഷെ അള്ളാന്റെ ഫضل കൊണ്ട് വഴിതെറ്റി പോയിട്ടില്ല. അള്ളാഹു നമ്മുടെ മക്കളൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ ഒരു മക്കൾ പറഞ്ഞതാ ഇപ്പം ഇങ്ങനെ മെസ്സേജ് വന്നിട്ടുണ്ട് എന്നു. ആ മെസ്സേജിലെ വാക്ക് ഇങ്ങനെ: ആരും ഈ തീരുമാനം നന്നായി അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് സ്റ്റാറ്റസ് ഇടരുത്. ഒരൊറ്റ കുട്ടിയെ അംഗീകരിച്ചില്ലല്ലോ വഫിയന്റെ നേതൃത്വം. ഇത് ശരിവച്ചില്ല. ഈ പ്രശ്നം സാദിഖ് അലി ശിഹാബ് തങ്ങൾ തീർത്തുകൊണ്ട് സമസ്തക്ക് കത്തുകൊടുത്തത് അംഗീകരിച്ചു എന്ന് പ്രസ്താവന ഇറക്കിയില്ല, പ്രതികരിച്ചില്ല, മാത്രം നന്നായി എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇടാൻ പാടില്ല എന്ന് നിർദ്ദേശം കൊടുത്തു. ഈ വാഫികൾ കണ്ടിട്ടുണ്ടാവും ഞാൻ മനസ്സിലാക്കുന്നത്. സംഭവമല്ലേ? സംഭവമല്ല. ഇവർക്കൊക്കെ അറിയാം. ഞങ്ങൾ രാവിലെ ചർച്ച ചെയ്തിരുന്നു. എല്ലാവർക്കും ആ മെസ്സേജ് കൊടുത്തു. അതിന് നിന്നിട്ടില്ല. ബഹുമാനപ്പെട്ട അബ്ദുസലാം ബാഖവി ഉൾപ്പെടെയുള്ള ആളുകളോട് ഒരു പരിപാടിയിൽ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടി വന്നപ്പോൾ അദ്ദേഹം നേർക്കുനേരെ കോഴിക്കോട് കാത് ജമലുൽ തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളോട് പറഞ്ഞു, ആ തീരുമാനം ഞങ്ങളോട് പറയണ്ട, അത് നിങ്ങൾ ഫ്രീസ് ചെയ്തിട്ടുണ്ട് പറഞ്ഞു. അത് സാദിഖ് തങ്ങളുടെ തീരുമാനം ഞങ്ങൾ അംഗീകരിക്കൂല, അത് ഫ്രീസ് ചെയ്തിട്ടുണ്ട് പറഞ്ഞു. അത് മാറ്റിവെച്ചു. എന്നിട്ട് ഇതിനെതിരെ ശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി. ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾ മുൻകൈയെടുത്ത ആ തീരുമാനവും അതിലംഘിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് പോയിട്ടുള്ളത്. നാലാമത്തെ ശ്രമം 22/9/22 വ്യാഴാഴ്ച പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് വസതിയിൽ വീണ്ടും ചർച്ച. ആ ചർച്ചയിൽ ജിഫ്രി തങ്ങളും സാദിഖ് അലി ശിഹാബ് തങ്ങളുണ്ട്. അവരൊക്കെ ചർച്ച ചെയ്തെടുത്ത തീരുമാനം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. 4 കാര്യങ്ങൾ തീരുമാനിച്ചു. അത് ഞാൻ നിങ്ങൾ നേരത്തെ വായിച്ചു കേൾപ്പിച്ചു. വാഫി വഫിയ സംവിധാനവുമായി ബന്ധപ്പെട്ട് 1. സമസ്ത കേരള ജമിഅത്തുൽ കേന്ദ്ര മുശാവറ തയ്യാറാക്കി സ്ഥാപനങ്ങൾക്ക് അംഗീകരിച്ച മാർഗരേഖ അംഗീകരിക്കുക. 2. സാമൂഹ്യ മാധ്യമങ്ങൾ പ്രശ്നമുണ്ടാക്കിയ ആളുകൾക്ക് നടപടി സ്വീകരിക്കുക, അല്ലെങ്കിൽ തള്ളിപ്പറയുക. CIC സെനറ്റിൽ ഒഴിവാക്കിയ 2 ആൾക്കാർ തിരിച്ചെടുക്കുക, വീണ്ടും ശേഷം നമ്മൾ ഇരിക്കാം. ഈ 3 കാര്യവും അവർ അംഗീകരിച്ചില്ല, നടപ്പാക്കിയില്ല, അങ്ങനെ തന്നെ മാറ്റിവെച്ചു. ആ ചർച്ചയും പൊളിഞ്ഞു. 6ാമത്തെ അതെ 5ാമത്തെ ചർച്ച. 5ാമത്തെ ചർച്ചയാണ്. മാത്രമല്ല, ഈ തീരുമാനങ്ങൾ അവർ അംഗീകരിച്ചില്ലെന്ന് മാത്രമല്ല, അംഗീകരിക്കാത്ത നിലയ്ക്ക് നിഷേധാത്മക മറുപടിയും കൊടുത്തു. 5ാമത്തെ ചർച്ച ഞാനും കോഴിമുട്ട് മാഷും ഒരിക്കൽ അങ്ങനെ ചർച്ച ചെയ്തു. നമ്മുടെ സമസ്ത മാനേജർ മാഷേ, ഈ പ്രശ്നം ഇങ്ങനെ തീർക്കണ്ടേ? നമ്മൾ ഈ സുന്നി മക്കൾ ഈ അഭിപ്രായത്തിൽ കുടുംബത്തിനും കലഹം, എല്ലായിടത്തും പ്രശ്നം, നാട്ടിലും പ്രശ്നം, ഗൾഫിലും പ്രശ്നം. കുഞ്ഞാലി സാഹിബ് വന്നിട്ട് ബന്ധപ്പെട്ടാലോ? മൂപ്പർക്ക് ഈ പ്രശ്നങ്ങൾ തീർക്കാനുള്ള ചില കഴിവുകളുണ്ടല്ലോ. മൂപ്പര് നമ്മൾ പലപ്പോഴും കണ്ടതാണല്ലോ. തിരക്കിടില്ലായിരുന്നു. ഞങ്ങൾ ടെലിഫോൺ ചെയ്തു അദ്ദേഹത്തെ. ടെലിഫോൺ ചെയ്തപ്പോൾ ഈ പ്രശ്നം നമുക്ക് തീർത്തൂടെ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും തീർക്കണം. നിങ്ങൾ ആറ്റപ്പൂവിൻ്റെ ആണ്ടിന് വരൂലേ വെച്ചു. ആ വരും തന്നു. എന്നാൽ അവിടുന്ന് ആണ്ടിൻ്റെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടെങ്കിൽ എൻ്റെ വീട്ടിൽ, ഞാൻ വീട്ടിൽ നിന്ന് എടുക്കും പോകില്ലായിരുന്നു. ഇവിടെ സമാധാനവും ഞങ്ങൾ ചെന്നു. മൗലൂദൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് ഞങ്ങൾ കുഞ്ഞാലി സാഹിബിൻ്റെ വീട്ടിലേക്ക് പോകാനിരിക്കുമ്പോൾ അദ്ദേഹം അവിടെ ഉണ്ട്, ആബിദ് ഹുസൈൻ MLA ഉണ്ട് അവിടെ, പോകല്ലേ വെച്ചു. എവിടേക്ക് വെച്ചു? കുഞ്ഞാലി സാഹിബിൻ്റെ വീട്ടിൽ ഞാനുണ്ട് പറഞ്ഞു. അപ്പോൾ മൂപ്പര് ഏൽപ്പിച്ചിട്ടുണ്ടാവും. ഞങ്ങൾ 3 പേരും പോയി സംസാരിച്ചു. ഡേറ്റ് ഏതാ? 23 2/2/23 ഒന്നാമത്തെ ആണ്ടിൻ്റെ ദിവസം കേട്ടോ. 23/2/23 അങ്ങനെ സംസാരിച്ചു. കുഞ്ഞാലി സാഹിബ് അരമണിക്കൂറോളം സംസാരിച്ചു. ഇവർ കുറച്ച് വാശിക്കാരാണ്, പെട്ടെന്നൊന്നും വഴങ്ങൂല. അത് നമുക്കൊരു കാര്യം ചെയ്യാം, ഘട്ടം ഘട്ടമായിട്ട് ഇത് വിജയിപ്പിച്ചെടുക്കാൻ കഴിയുള്ളൂ. ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രസിഡന്റാണല്ലോ, മൂപ്പര അധികാരം ഉപയോഗിച്ച് ഇവരെ സെനറ്റ് വിളിച്ചെടുക്കട്ടെ. സെനറ്റ് പറഞ്ഞാൽ സാധാരണയൊക്കെ യൂണിവേഴ്സിറ്റി കണ്ടക ഇതൊക്കെ കോപ്പി എടുത്ത് ഇവർ വലിയ ആളുകളാക്കി, അൽഹംദുലില്ലാ അങ്ങനെയൊക്കെ പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. അപ്പോൾ അതിൻ്റെ ജനറൽ ബോഡി അറിയാം, നമ്മുടെ ഭാഷയിൽ ജനറൽ ബോഡി വിളിച്ചു കൂട്ടിയിട്ട് അപ്പം ഹക്കീം വൈസിൻ്റെ രാജി തങ്ങളെ കൈ കൊടുത്തിട്ടുണ്ട്. ആ രാജി സ്വീകരിച്ചു പറഞ്ഞാൽ തങ്ങൾ മിനിറ്റ്സ് എഴുതുക. അവിടെ അംഗീകരിക്കുമല്ലോ തങ്ങൾ പറഞ്ഞാൽ. പിന്നെ അപ്പം തൽക്കാലം എന്ത് ചെയ്യണ്ട, വേറെ പകരം സെക്രട്ടറിനെ കൊടുക്കണ്ട. കുറച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, സമസ്തക്ക് പറ്റുന്ന ഒരാളെ, എന്നാൽ വലിയ അവർക്ക് പറ്റാത്ത ആളാണ്ട് തീവ്രവാദികളാകേണ്ട നമ്മളെപ്പോലത്തെ ആൾക്കാരുണ്ടാകുന്ന അർത്ഥം, കുറച്ചൊക്കെ മിതവാദികളായ സമസ്തക്കാരപ്പെട്ട ഒരാളെ സെക്രട്ടറി ആയിട്ട് തങ്ങൾ നിശ്ചയിക്കുക. അവർ പകുതി നമ്മൾ ഗ്രിപ്പാവും. പിന്നെ ക്രമേണ സമസ്ത ശ്രദ്ധിച്ചാൽ മതി. പുതിയ സ്ഥാപനമൊക്കെ വരുമ്പോൾ അതിൻ്റെ കൗൺസിലർമായി വരും, നമ്മളെ ആൾക്കാരനല്ലേ, പാർട്ടി ശ്രദ്ധിക്കുക. ആ നിലയിൽ പ്രശ്നം പരിഹരിക്കുക. പക്ഷെ ഒരു കാര്യങ്ങൾ ചെയ്യണം, ഇത് പബ്ലിക് നമ്മൾ പറയണ്ട, മറിച്ച് ബഹുമാനപ്പെട്ട സാദിഖ് അലി, പബ്ലിക് പറയാൻ പറ്റൂലല്ലോ, ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ഈ പ്രശ്നങ്ങൾ തീർക്കാൻ ഏൽപ്പിച്ചു എന്ന് സമസ്തൻ്റെ നേതാക്കന്മാർ പാണക്കാട് വന്ന് വാർത്താ സമ്മേളനം നടത്തിയാൽ മതി. ബാക്കി കാര്യം നമുക്ക് ആരും ചെയ്യാറുള്ളൂ. ഒരാഴ്ചക്കാരൻ ജനറൽ ബോഡി വിളിച്ചു കൂട്ടാറുണ്ട്. ഞങ്ങൾ സന്തോഷം, അത് ഓക്കെ പറഞ്ഞു. ഇന്നപ്പം തന്നെ സാദിഖ് തങ്ങൾക്ക് പോകാൻ തീരുമാനമൊന്നും ആക്കിയായിരുന്നു.
അവരൊരു വണ്ടിയിലും നമ്മളൊരു വണ്ടിയിലും വന്നു. സാദിഖൽ തങ്ങളോട് ആദ്യം ഇവർ പോയി സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ആബിദ് ഹുസൈൻ എം എൽ എ പുറത്ത് വന്നു. പകരം സെക്രട്ടറി ആരാ നിങ്ങൾ ഉദ്ദേശിക്കുന്നു ചോദിച്ചു. തങ്ങൾ ചോദിക്കേണ്ടതായിരുന്നു. ഞങ്ങൾ സമത് പൂക്കോട്ടൂർ ആയിക്കോട്ടെ ഞങ്ങൾ ധാരണയാക്കിയിരുന്നു. അപ്പോൾ തങ്ങൾക്ക് പോരാ ഓക്കെ കുഴപ്പമില്ലായിരുന്നു. അതനുസരിച്ച് തീരുമാനമെടുത്തു, അംഗീകരിച്ചു. ഞങ്ങളും തങ്ങളടുത്ത് പോയി സംസാരിച്ച് ഓക്കെ ആക്കി. നേരെ ജിഫിരി തങ്ങളെ വിളിച്ചു. തങ്ങൾ വീട്ടിലുണ്ട്. ഞാനും മൊയ്ട്ടു മാഷ് ഉച്ചയ്ക്ക് 2-3 മണിക്ക് ജിഫിരി തങ്ങളെ വീട്ടിലെത്തി. തങ്ങളോട് കാര്യങ്ങൾ സംസാരിച്ചു. തങ്ങൾ എല്ലാം ഇതൊക്കെ തീർന്നുള്ള മനസ്ഥിതിയാണ്. തങ്ങൾ പറഞ്ഞു നമുക്ക് ഞാൻ അങ്ങനെ വാർത്താ സമ്മേളനം തങ്ങൾ ഉസ്താദന്മാരോട് പറഞ്ഞോളി പാണക്കാട് നിന്ന് വാർത്താ സമ്മേളനം അതുകൊണ്ട് പ്രശ്നങ്ങൾ ജനം കൂടി തീർക്കണം നല്ല കാര്യമല്ലേ ആയിരുന്നു. പിറ്റേന്ന് രാവിലെ 9 മണിക്ക് പാണക്കാട് വെച്ച് വാർത്താ സമ്മേളനം നടന്നു. നിങ്ങൾ ചാനൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ പ്രശ്നം പരിഹരിക്കാൻ പൂർണ്ണമായും ഞങ്ങൾ ബഹുമാനപ്പെട്ട സാദിഖൽ ശിഹാബ് തങ്ങൾ അധികാരപ്പെടുത്തിയിരിക്കുന്നു. അത് കഴിഞ്ഞ് സാദിഖൽ തങ്ങൾ ചാനലിൻ്റെ മൈക്കുകൾ വാങ്ങിയിട്ട് പറഞ്ഞു ഇതോടുകൂടി പ്രശ്നം തീർന്നതായി കണക്കാക്കാൻ ഞാൻ വൈകാതെ പരിഹരിക്കും. പഠിപ്പ് കൊടുക്കുന്ന കുട്ടികളൊക്കെ ക്ലാസ്സിലേക്ക് മടങ്ങിപ്പോകണം. പരീക്ഷ നടത്താൻ വേണ്ടപ്പെട്ട അധ്യാപകരൊക്കെ തിരിച്ചു കാരണം അവർക്ക് പ്രതിഷേധത്തിലായിരുന്നു. സ്മൂത്തായി നടന്നു പോകുന്ന സാഹചര്യം വന്നു. നമ്മൾ വിചാരിച്ചു ഇതോടെ പ്രശ്നം തീരുമെന്ന്. ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ചയായിട്ടും ജനറൽ ബോഡി വിളിച്ചു കേൾക്കുന്ന വിവരങ്ങളില്ല. പിന്നീടുണ്ടായ സംഭവം ബഹുമാനപ്പെട്ട ചില മെമ്പറായ ആബിദ് ഹുസൈൻ എം എൽ എ സമസ്തയുടെ ബഹുമാന്യനായ ജനറൽ സെക്രട്ടറി ആലിക്കുട്ടി ഉസ്താദിൻ്റെ വീട്ടിൽ ചെല്ലുന്നു. ആലിക്കുട്ടി ഉസ്താദിനോട് പറയുന്നു അന്ന് നമ്മളുണ്ടാക്കിയ ആ പാക്കേജ് നടപ്പാക്കാൻ പ്രയാസമുണ്ട് എന്ന് ബഹുമാനപ്പെട്ട തങ്ങൾ നിങ്ങൾ അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട തങ്ങളെടുത്ത തീരുമാനത്തിന് പിൻവാങ്ങൂല. അപ്പം ഈ കഴിഞ്ഞ കാലത്തെ എല്ലാ അനുഭവങ്ങളും പോലെ ഇതിനും ആര് വഴങ്ങിയിട്ടുണ്ടാവില്ല? ഈ ടീം വഴങ്ങിയിട്ടുണ്ടാവില്ല. തങ്ങളോട് സ്നേഹമുള്ള ആളുകളാണെങ്കിൽ തങ്ങളെടുത്ത തീരുമാനം നടപ്പാക്കാൻ തയ്യാറാകണ്ടേ? നമ്മളൊന്നും ജീവിതത്തിൽ ബഹുമാനപ്പെട്ട തങ്ങളെപ്പോലുള്ള ആദരണീയരായ വ്യക്തിത്വങ്ങൾ പറയേണ്ട ഒരു സൂചന പറഞ്ഞാൽ ആ കാര്യം അംഗീകരിച്ച് നടപ്പാക്കുന്ന ആളുകളാണ്. എന്നിട്ട് ഇവരാണ് തങ്ങൾ സ്നേഹം പാണക്കാട് സ്നേഹം പറഞ്ഞ് നമ്മളെ പാണക്കാട് വിരോധികളാക്കി മാറ്റുന്നത്. അടുത്ത തീരുമാനം ചർച്ച ഇപ്പം നമ്മൾ 5 കാര്യങ്ങൾ പറഞ്ഞു. 6ാമത്തെ കാര്യം വീണ്ടും ഈ മധ്യസ്ഥ സമിതി രംഗത്ത് വന്നു. സാദിഖൽ ശിഹാബ് തങ്ങൾ, കുഞ്ഞാഴി സാഹിബ്, MT ഉസ്താദ്, ജിഫ്രി തങ്ങൾ ടീം തുടങ്ങിയ ആളുകൾ. അവർ 2023 ജൂൺ 1 6 തീരുമാനങ്ങൾ എടുത്തു. ഈ 9ൽപ്പെട്ട 6 തീരുമാനങ്ങളാണിത്. അവിടെയാണ് ഇപ്പോൾ 9 തീരുമാനങ്ങൾ പ്രസക്തി. ഈ 6 തീരുമാനങ്ങൾ എടുത്ത് അതുവഴി പ്രശ്നം തീരേണ്ടതാണ്. ആ 6 തീരുമാനങ്ങൾ ഇവർക്ക് അയച്ചു കൊടുത്തു. മധ്യസ്ഥന്മാരുടെ തീരുമാനം സമസ്ത അംഗീകരിച്ച് അയച്ചു കൊടുത്തു. അവർ ചെയ്ത പണി കേൾക്കണോ? ഈ 6 തീരുമാനങ്ങൾ അയച്ചു കൊടുക്കുന്നത് സെനറ്റ് അംഗീകരിച്ച് സമസ്ത മുഷാവറക്ക് കൈമാറണമെന്ന തീരുമാനം. അതിന് പകരം അവരെന്ത് ചെയ്തു വെച്ചാൽ ഹക്കീം ഫൈസിൻ്റെ രാജി ബഹുമാനപ്പെട്ട സാദിഖൽ ശിഹാബ് തങ്ങൾ സ്വീകരിച്ചു എന്നുള്ള വാർത്താ സമ്മേളനം നടത്തിയത് മാറ്റിയിട്ട് എന്താക്കി? അദ്ദേഹം ഇവർ മാറ്റി സാദിഖൽ തങ്ങൾക്ക് രാജി സ്വീകരിക്കാൻ അവകാശമില്ല, അധികാരമില്ല. അത് ഈ സെനറ്റിനാണ് അധികാരം. അതുകൊണ്ട് രാജി സ്വീകരിച്ച് ദുർബലപ്പെടുത്തി. ഇതൊക്കെ പുറത്തേക്ക് അവർ കൊടുത്ത വാർത്തയാണ്. ബഹുമാനപ്പെട്ട സാദിഖൽ തങ്ങളെ അവഹേളിക്കുന്ന വിധം തങ്ങൾ രാജി സ്വീകരിച്ചു എന്ന് പറഞ്ഞപ്പോൾ തങ്ങളുടെ വാക്കുകൂടി പറഞ്ഞിട്ടുണ്ട്. നിയമപരമായ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് അദ്ദേഹത്തിൻ്റെ രാജി സ്വീകരിച്ചിട്ടുണ്ടെന്നാ. അത് ശരിയായിട്ടില്ല എന്ന് പറഞ്ഞ് അത് ദുർബലപ്പെടുത്തി. ഇനി രണ്ടാമത് ഞങ്ങളും തീരുമാനിക്കട്ടെ എന്ന് തീരുമാനിച്ചു. ഏതുപോലെ? പണ്ടൊരു നമ്പൂരിണ്ട്, ഒരു യാചകൻ ചെന്നു. യാചകൻ ചെന്നപ്പോൾ ഇവിടെ പൈസ ഒന്നുമില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ അത് പോയി. കുറച്ച് പോയപ്പോൾ അല്ലല്ല ആളെ വിളിക്കും കിട്ടുമായിരുന്നു. യാചകൻ വിളിച്ചിട്ട് ഇവിടെ ഒന്നുമില്ല പോയിക്കു പറഞ്ഞു. പറയേണ്ട ആൾ ഞാനാണെന്നാ. ഈ തരത്തിൽ ഇവർ പച്ചയായി എന്ത് ചെയ്തു? നിഷേധാത്മകമായ നിലപാട് സ്വീകരിച്ചു. അത് നേതൃത്വം തീരുമാനിച്ച് പറഞ്ഞ കാര്യം അത് പാണക്കാട് തങ്ങൾ പറഞ്ഞ തീരുമാനം ഞങ്ങൾ ദുർബലപ്പെടുത്തി. രണ്ടാമത് കുറച്ച് കഴിഞ്ഞ് ചർച്ചയിൽ വീണ്ടും ആ രാജ്യം സ്വീകരിച്ചു ആക്കി മാറ്റി. അത് മാത്രം നിൽക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. സമസ്തയും മുസ്ലിം ലീഗിൻ്റെ നേതാക്കളും സംയുക്തമായെടുത്ത തീരുമാനം അംഗീകരിക്കാൻ കൂടിയ സെനറ്റിൽ അത് അംഗീകരിക്കുന്നതിന് പകരം സമസ്തക്കെതിരെ 2 പ്രമേയങ്ങൾ അംഗീകരിച്ചുകൊണ്ട് വാഫികൾ പ്രസിദ്ധീകരണം കൊടുക്കായത് ഈ പറഞ്ഞ സെനറ്റ്. നിങ്ങൾ ഓർത്ത് നോക്കി എത്ര മോശമായിട്ടാണ് അവർ പെരുമാറുന്നത്. അപ്പോഴാണ് വീണ്ടും സ്റ്റക്കായത്. വീണ്ടും ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ നേതാക്കളും സമസ്തയുടെ നേതാക്കന്മാരും നിരാശരായില്ല. വീണ്ടും അവരെ യോഗം ചേർന്നു. വീണ്ടും അവർ യോഗം ചേർന്നിട്ട് വീണ്ടും ചർച്ച തുടർന്നു. വീണ്ടും പുതിയ ഡിമാൻഡുകൾ വെക്കേണ്ടി വന്നു. അങ്ങനെ 3 കാര്യങ്ങൾ കൂട്ടിച്ചേർത്തു 9 കാര്യങ്ങളായി. അത് 8/12/23 ലാസ്റ്റ് എല്ലാ തീരുമാനങ്ങളുമായി 9 തീരുമാനങ്ങൾ എഴുതി വെച്ച് ഫൈനലായി സമസ്ത മുഷാവർക്ക് സമർപ്പിച്ച് മുഷാവർക്ക് കൈമാറുന്നത്. ഈ 9 കാര്യങ്ങൾ ലാസ്റ്റ് എഴുതി കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട PK കുഞ്ഞാലൂർ സാഹിബ് എഴുന്നേറ്റ് വന്ന് മുഷാവറയിൽ അതിൽ പങ്കെടുത്ത നേതാക്കന്മാർ പറയുന്നു, എഴുന്നേറ്റ് പറഞ്ഞു, ഈ 9 ഇനി ഇവർ അംഗീകരിക്കുകയാണെങ്കിൽ ഇതോടെ പ്രശ്നം തീർന്ന സമസ്തൻ്റെ ഭാഗത്ത് പുതിയ സജഷൻ വരാൻ പാടില്ല. ഓക്കെ, എല്ലാവരും അംഗീകരിച്ചു. നമുക്ക് അത്ര മതിയല്ലോ.
അഥവാ ഇനി 9 കാര്യം ഇനിയും ഇവർ ഇതും അംഗീകരിക്കുന്നില്ലെങ്കിൽ ഒരു കാര്യം, ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് പ്രസിഡന്റാണ് രാജിവെക്കുക, വേറെ വഴിയില്ല. അതും അംഗീകരിച്ചു. അങ്ങനെ പിരിഞ്ഞിട്ടാണ് സമസ്ത മുഷാവറ 8-12-23 ഈ 6 കാര്യവും പ്ലസ് മധ്യസ്ഥന്മാരുടെ 3 കാര്യങ്ങളും 9 കാര്യങ്ങൾ എഴുതി തയ്യാറാക്കി മുഷാവറ ശരി വെച്ച് ഈ CIC-ക്ക് അയച്ചു കൊടുത്തത്. ആ CIC ഇവർ ഇന്നലെ പറഞ്ഞ 2 പ്രശ്നമാണ് പറഞ്ഞത്. ഞങ്ങൾ എല്ലാ കാര്യവും അംഗീകരിച്ചിട്ടുണ്ട്, ഒക്കെ അംഗീകരിച്ചിട്ടുണ്ട്, വെറുതെ പറയണം അംഗീകരിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ എന്നുള്ളത്. ഞാൻ പറയുന്നു, ഈ 9 കാര്യങ്ങളിൽ ഒരു കാര്യം പോലും നിങ്ങൾ മര്യാദയ്ക്ക് അംഗീകരിച്ചതായി തെളിവ് തരികയാണെങ്കിൽ ആ നിമിഷം നിങ്ങളെ കൂടെ നിൽക്കാൻ തയ്യാറാണ്. നിങ്ങൾ ചെയ്തിട്ടില്ല, ധിക്കാരാണ് നിങ്ങൾ കാണിച്ചത്, വേദനയുണ്ട്. ഇവരെത്ര ഉത്തരവാദപ്പെട്ട ആളുകളാണ്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഈ സമുദായത്തിൻ്റെ നേതാവല്ലേ? ഈ മുസ്ലിം ഉമ്മത്തിൽ സുന്നികളും അംഗീകരിക്കും, മുജാഹിദും അംഗീകരിക്കും, ജമാഅത്തും അംഗീകരിക്കും, എല്ലാവരും അംഗീകരിക്കുന്ന നേതാവ് പാണക്കാട് തങ്ങൾ. PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ നേതാവാണ്, എല്ലാവരും അംഗീകരിക്കുന്ന നേതാവാണ്. സമസ്തയുടെ ഏറ്റവും ടോപ്പ് ലീഡർമാരാണ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉൾപ്പെടെ ആദരണീയരായ പണ്ഡിതന്മാർ. അവരൊക്കെ കഷ്ടപ്പെട്ട് 2, 3, 4 ദിവസം മാസങ്ങൾക്കകം ഇരുന്ന് തയ്യാറാക്കിയൊരു ഫോർമുല, ആ ഫോർമുല അംഗീകരിക്കാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല അതിൽ ഓരോന്നും വെള്ളം ചേർത്തുകൊണ്ട് തിരിച്ചട് എഴുതി കൊടുത്തു. ഒരു മര്യാദ വേണ്ടേ? ഇവർ പറയുന്നത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അത് ഭരണഘടനാപരമായി നിലനിൽക്കാത്ത കാര്യങ്ങളാണ് എഴുതുന്നത് എന്നുള്ളതാണ്. ഭരണഘടനാപരമായി നിയമപരമായി നിലനിൽക്കാത്ത കാര്യങ്ങളാണ്. ഞാൻ പറയട്ടെ സഹോദരന്മാരെ, PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഭരണഘടനാപരമായ കാര്യങ്ങൾ അറിയാനുള്ള കഴിവില്ലേ? ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് ഇങ്ങനൊരു മധ്യസ്ഥ തീരുമാനം ഉണ്ടാക്കാൻ പാടില്ലാത്തതെന്ന് മനസ്സിലാക്കാൻ കഴിവില്ലേ? സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് ഇതിങ്ങനെ പറഞ്ഞാൽ നിലനിൽക്കാത്ത കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവില്ലേ? MT ഉസ്താദിന് കഴിവില്ലേ? കൊയ്യോട് ഉസ്താദിന് കഴിവില്ലേ? എന്താ നിങ്ങൾ ഈ പറയുന്നത്? ഇത് നിയമപരമായി നിലനിൽക്കാത്ത കാര്യമാണ്. അതിന് പറയുന്നത് സുപ്രീം കോടതിയിൽ വിധിയുണ്ട്. ആ വിധിയിൽ പറയുന്നത് ഒരു സൊസൈറ്റി ആക്ട് അനുസരിച്ച് പ്രവർത്തിക്കുന്ന സംഘടന ആഭ്യന്തര കാര്യങ്ങളിൽ മറ്റൊരു സൊസൈറ്റി അനുസരിച്ച് പ്രവർത്തിക്കുന്ന സംഘടനയ്ക്ക് നിർബന്ധമായി സ്വാധീനം ചെലുത്താൻ പാടില്ല. ആരാണ് ഇവിടെ സ്വാധീനം ചെലുത്തുന്നത്? ആരാണ് CIC-ന്റെ ആഭ്യന്തര കാര്യങ്ങൾ കലഹിക്കുന്നത്, ഇടപെടുന്നത് നിർബന്ധമായിട്ട്? മറിച്ച് 2 സൊസൈറ്റികൾ തമ്മിൽ പ്രശ്നമുണ്ടായാൽ രഞ്ജിപ്പിന് വേണ്ടി മധ്യസ്ഥ ശ്രമങ്ങൾ കോടതി അംഗീകരിക്കുന്ന മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തി ആ പ്രശ്നം പരിഹരിക്കാം. അങ്ങനെ മധ്യസ്ഥ ശ്രമ തീരുമാനങ്ങളല്ലത്. ഇത് ഭരണഘടന ചേർക്കാനാണോ? വെറുതെ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന തെറ്റിദ്ധരിപ്പിക്കുന്നത്. നിയമവും ഇതും തമ്മിലൊരു ബന്ധമല്ല. നിയമപരമായ വിഷയങ്ങളിൽ ഇടപെടുന്നില്ല. നല്ല നിലയ്ക്ക് പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകാൻ വേണ്ടി വളരെ മാന്യമായ ചില നിർദ്ദേശങ്ങൾ വെക്കുക, ഇത്ര മാത്രം. അതിനപ്പുറം ഒന്നുമില്ല. അത് കേട്ടാൽ നിങ്ങൾ തന്നെ അത്ഭുതപ്പെടും. ഇതെന്താ അംഗീകരിക്കുന്നത്? ഒന്നെന്താ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് വിധേയമായി വഫിയും CIC-യും മുന്നോട്ട് പോകുക. എന്താ ഇതിന് കുഴപ്പമുള്ളത്? അപ്പം തന്നെ അവിടെ വെട്ടിയിട്ട് എന്താക്കി? വഫി ആ സംവിധാനവും CIC-യും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അംഗീകരിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ താല്പര്യങ്ങൾക്കും ഉപദേശ നിർദ്ദേശങ്ങളും അനുസരിച്ച് മുന്നോട്ട് പോകുക. സുന്നത്ത് ജമാഅത്ത് സമസ്ത ഞങ്ങൾ അംഗീകരിക്കുക. പലവട്ടം ഒരു ഇത് നിങ്ങൾ സമസ്തയെ ഞങ്ങൾക്ക് സംഘടനാ ബന്ധമില്ല, സംഘടനാപരമായി ഞങ്ങൾക്ക് കിടപ്പാടില്ല, മറിച്ച് സമസ്തൻ്റെ ആദർശം തന്നെ ഞങ്ങളുടെ ആദർശം. അതിനല്ലേ FP പറയണത്, അതന്നല്ലേ ദക്ഷിണ കേരള ജമാഅത്തിന് പറയണത്, അതല്ലേ സമസ്താനി പറയുന്നത്, എല്ലാ പാർട്ടിക്കാരും അതന്നല്ലേ പറയുന്നത്. സമസ്തനെ അംഗീകരിക്കൂല, പക്ഷെ ഞങ്ങളതനുസരിച്ച് വേറിട്ട് പോകും. ഇതേപോലെ 9 കാര്യവും വായിച്ചു നോക്കിയാൽ ഒരെണ്ണം പോലും, ഞാൻ സമയമില്ലാത്തതുകൊണ്ടാണ് വായിക്കാത്തത്, 9-ൽ ഒരു കാര്യം പോലും നേരെ ചൊവ്വേ പറഞ്ഞിട്ടില്ല. ഒരു കാര്യം മാത്രം നേരെ എന്ന് തോന്നിപ്പിക്കും. പക്ഷെ മേൽക്കാര്യങ്ങൾ എന്ന് പറയുന്നിടത്ത് അവരെഴുതിയ മേൽക്കാര്യങ്ങൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സമസ്ത നമ്മുടെ മധ്യസ്ഥന്മാർ കൊടുത്ത കാര്യങ്ങളല്ല ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒറ്റൊന്നും നേരെ എഴുതിയിട്ടില്ല. ഞാൻ ദീർഘിപ്പിച്ചു പോയി ക്ഷമിക്കണമെന്ന് സ്നേഹാദരവ് അപേക്ഷിക്കുന്നത്. ഒറ്റ കാര്യം കൂടി വിട്ടുപോയത് പറയട്ടെ, ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ ഒരു തീരുമാനം, മോയിൻകുട്ടി മാഷും ഞാനും കൂടി താല്പര്യമെടുത്ത് അങ്ങനെ കുഞ്ഞാലി സാഹിബും സാദിഖ് അലി ശിഹാബ് തങ്ങളും എടുത്ത തീരുമാനം. ആ തീരുമാനം പിന്നെ നടപ്പാക്കാൻ സാധിക്കാത്ത സാഹചര്യം വന്നു. പകരം ഹക്കീം ഫൈസിയുടെ രാജി സ്വീകരിച്ച് അതിൻ്റെ അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്ന ഹബീബുള്ള ഫൈസിയെ അതിൻ്റെ ജനറൽ സെക്രട്ടറിയായി അവരോധിച്ചു. സ്വാഭാവികമായും ഒരു വൈകാരിക പ്രശ്നം സമസ്തയിൽ എല്ലാവർക്കും ഉണ്ടാവും, ഇത് അടുത്തറിയുന്ന ആളുകൾക്ക്. കാരണം നേരത്തെ തീരുമാനിച്ചു വെച്ചത് അദ്ദേഹത്തിൻ്റെ രാജി സ്വീകരിച്ച് പകരം സമദ് പൂക്കോട്ടിനെ ജനറൽ സെക്രട്ടറി ആക്കുക എന്നായിരുന്നു. അതിന് പകരം സമസ്തയുടെ നേതാക്കന്മാരൊന്നും അറിയാതെ ഇങ്ങനൊരു സംഭവം ചെയ്യുമ്പോൾ ഒരു പ്രയാസം ഉണ്ടാവും. ഞാൻ ആ വാർത്ത കണ്ടപ്പോൾ കോഴിക്കോട്ട് നിന്ന് നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഘട്ടമാണ്. ഞാൻ നേരെ ജിഫ്രി തങ്ങളെ വിളിച്ചു. തങ്ങൾ പാപ്പ ഇങ്ങനൊരു തീരുമാനം കാണുന്നുണ്ട്, നിങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടാണോ ചോദിച്ചു.
നമ്മൾ നേരത്തെ തീരുമാനത്തിനെതിരാണുള്ളത് എന്നാണ്. ഇല്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാനും സാധിക്കൽ തങ്ങൾ ഇന്ന് ഉച്ചക്കും ഒരു പിന്നെ ഒരു 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 പള്ളി ഉദ്ഘാടനമല്ല, വേറെ എന്തോ ഒരു കല്യാണത്തിന് നിക്കാഹിലുണ്ടായിരുന്നു. ഈ വിഷയം പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് രാജി സ്വീകരിക്കാമെന്ന് പറഞ്ഞു. പകരം ഇതാണെന്ന് പറഞ്ഞിട്ടില്ല. M.T. ഉസ്താനെ വിളിച്ചു, ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞു. ഞാൻ നേരെ ആലിഖ് ഉസ്താനെ വിളിച്ചു. ആലിഖ് ഉസ്താൻ ഫോൺ എടുക്കുന്നില്ല, എങ്ങനെ വിളിച്ചാലും എടുക്കുന്നില്ല. അപ്പോൾ നേരെ രാത്രി ആലിഖ് ഉസ്താൻ്റെ വീട്ടിൽ ചെന്നു. ആലിഖ് ഉസ്താൻ്റെ വീട്ടിൽ ചെന്ന് നമ്മുടെ ഉസ്മാൻ ഫൈസി ഉണ്ട്, ആലിഖ് ഉസ്താൻ്റെ മക്കളുണ്ട്. ഈ വിഷയം അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഉസ്താദിനോട് കാര്യങ്ങൾ ചോദിച്ചു. അതിനിടയിൽ M.T. ഉസ്താദ് വിളിക്കുന്നുണ്ട്. അവിടെ ആലിഖ് ഉസ്താദോട് ചോദിച്ചു, ഉസ്മാൻ ഫൈസിനെ ആ ആലിഖ് ഉസ്താദ് ഉണ്ട്, അപ്പോൾ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ പറഞ്ഞു. M.T. ഉസ്താദോടെത്തി വിശദമായി ചർച്ച ചെയ്തു. ആലിഖ് ഉസ്താദിനോട് ചോദിച്ചു, ആലിഖ് ഉസ്താദ് എന്തേ സംഭവിച്ചത്? നമ്മൾ എടുത്ത തീരുമാനപ്രകാരം സമദ് പൂക്കോട്ടൂരല്ലേ സെക്രട്ടറി ആകേണ്ടത്? ഉസ്താദ് പറഞ്ഞു, പട്ടിക്കാട് ജാമ്യനൂരിൻ്റെ കമ്മിറ്റി ഇങ്ങനെ നടക്കുകയാണ്. കമ്മിറ്റി നടക്കുമ്പോൾ ബഹുമാനപ്പെട്ട സാദിഖ് ഷാഫി എൻ്റെ കൈ പിടിച്ച് നമ്മളൊന്നും ഇങ്ങനെ പുറത്ത് പോകാനായിട്ട് കൈ പിടിച്ച് ഇങ്ങനെ കോട്ടി വാരാന്തിയിൽ കൊണ്ടുവന്നു. ഒപ്പം കുഞ്ചാണ്ടി സാഹിബ് വന്നു. എൻ്റെ റൂമിലേക്ക് പോയി. റൂമിൽ ഞങ്ങൾ 3 പേരും ഇരുന്നു. അപ്പോൾ ഉസ്മാൻ ഫൈസിനോട് പുറത്ത് നിൽക്കാൻ പറഞ്ഞു. വാതിൽ കുറ്റിട്ടിട്ട് പറഞ്ഞു, നമുക്ക് ഹക്കീം ഫൈസിൻ്റെ രാജി സ്വീകരിക്കേണ്ടി വെച്ചു. സ്വീകരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ സ്വീകരിക്കാൻ പകരം ഒരാളെ വേണ്ടേ വെച്ചു. ആൾ വേണം. അതാരാണ് ചോദിച്ചു. അത് നമുക്ക് ഉസ്താദ്മാരുമായി കൂടി ആലോചിച്ച് ചെയ്യാം. അല്ല, ഞങ്ങൾ ആലോചിച്ചിരിക്കുന്നു പറഞ്ഞു. നിങ്ങളെ മരുമകനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത് പറഞ്ഞു. ഹബീബുള്ള ഫൈസി. ഒന്ന് ആലോചിച്ച് ചെയ്യല്ലേ നല്ലത് ഞാൻ ചോദിച്ചു. അല്ല, അത് കുഴപ്പമൊന്നുമില്ല, പിന്നെ നമുക്ക് അങ്ങനെ തീരുമാനിക്കുക, അൽ ഫാത്തിഹ. അപ്പം ഞാൻ ദുആർന്നും കൊടുത്തു. അടുസാൻ അങ്ങനെയുള്ള അടുസാൻ്റെ സ്വഭാവം ഇതാണ് ഉണ്ടായിട്ടുള്ളത്, ഞാനും അത് നിരപരാധിയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ M.T. ഉസ്താവും എല്ലാം കൂടിയിട്ടും ചെയ്തു, ഒരു പ്രസ്താവന കൊടുക്കാൻ തീരുമാനിച്ചു. ഹക്കീം ഫൈസിൻ്റെ രാജി സ്വീകരിച്ചത് സ്വാഗതാർഹമാണെന്നും, എന്നാൽ SNEC എന്ന സമസ്തയുടെ ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയുമായി സജീവമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. ഹബീബുള്ള ഫൈസിനെ പകരക്കാരനായി അംഗീകരിച്ച പ്രസ്താവന കൊടുത്തില്ല. തൊട്ട് പിറ്റേ ദിവസം ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾ ഉൾപ്പെടെയുള്ള ഇതേ ആലിഖ് ഉസ്താദ് ഉൾപ്പെടെയുള്ള ആളുകൾ CIC നിന്ന് രാജിവെച്ചു. ഇതൊക്കെയാണ് നടന്ന സംഭവങ്ങൾ. ഇതൊന്നും തങ്ങന്മാരെ കുറ്റം പറയാൻ പറ്റില്ല. തങ്ങൾ എന്തങ്ങോട്ട് മുന്നോട്ട് വെച്ചാലും അംഗീകരിക്കാത്തൊരു മനസ്ഥിതി. അവരുടെ മനസ്സിന് ചെറിയൊരു അയവ് വരാതെ ഒരു രക്ഷയില്ല. നന്നായി ദുആ ചെയ്തോളിയും. CICൻ്റെ ലീഡർഷിപ്പിലുള്ള ആളുകളുടെ മനസ്സ് അരിയട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്ത ഈ വലിയ വിപത്ത് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്തും സ്നേഹാദരവും അപേക്ഷിച്ചുകൊണ്ട് നല്ല റമദാന വരാൻ പോകുന്നത്, നന്നായി ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും. ആരാ കളവ് പറയണത്? ആരാ കളവ് പറയണത്? ഒരു 10 ദിവസത്തിനകം നടന്ന 3 കളവ്. അപ്പം ഞാൻ പറഞ്ഞു 10 ദിവസത്തിനടിയിൽ നടന്ന 3 കളവ്. ആദ്യം പറഞ്ഞ് ഈ പുസ്തകം പഠിപ്പിച്ചിട്ടില്ല. രണ്ടാമത് പറയുന്നു അല്ല, അത് റെഫറൻസിന് വേണ്ടി ഉപയോഗിക്കാൻ പറഞ്ഞതാണ്. മൂന്നാമത് പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്, വേറെ പുസ്തകം കിട്ടാത്തതുകൊണ്ടാണ്. ഈ രീതിയിലുള്ള കളവുകൾ പ്രചരിപ്പിച്ച് വളരെ തന്ത്രപരമായി, നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇങ്ങനെ ഒരു IPH പ്രസിദ്ധീകരിച്ച പുസ്തകം ഇവരുടെ സിലബസിൽ കടത്തിക്കൂട്ടി അത് പഠിച്ച വിദ്യാർത്ഥികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ആദ്യം ഈ പുസ്തകത്തെ അധികരിച്ചുകൊണ്ടുള്ള essay ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു, പിന്നീടത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് പിന്നീട് പരീക്ഷയ്ക്ക് വരാറുള്ളത്. അവരുടെ ഉസ്താദുമാർ നിർദ്ദേശിക്കും. 4 വോള്യങ്ങളുണ്ട്. ആ പുസ്തകം ഇദ്ദേഹത്തിന്റെ കൈവശമുണ്ട്. 4 വോള്യങ്ങളിൽ ഇന്ന അധ്യായം മുതൽ ഇന്ന അധ്യായം വരെ, ഇന്ന അധ്യായം മുതൽ ഇന്ന അധ്യായം വരെ എന്ന് പറഞ്ഞ് പ്രത്യേകമായിട്ട് വായിക്കാൻ നിർദ്ദേശിക്കുക വരെ ചെയ്തു. അങ്ങനെ ഇന്ന അധ്യായങ്ങൾ ഇന്ന ഭാഗങ്ങൾ എന്ന് പറഞ്ഞ് വായിക്കാൻ നിർദ്ദേശിച്ച് അതനുസരിച്ച് പരീക്ഷ നടത്തി അതനുസരിച്ച് എല്ലാം പൂർത്തീകരിക്കപ്പെട്ട സംവിധാനത്തെക്കുറിച്ചാണ് അങ്ങനെ പുസ്തകയെ പഠിപ്പിച്ചിട്ടില്ല എന്ന് ആദ്യം കളവ് പറഞ്ഞത്. ഞാനീ പറഞ്ഞതെല്ലാം പ്രത്യക്ഷമായോ പരോക്ഷമായോ ജമാഅത്ത് സാഹിത്യങ്ങൾ വായിക്കാൻ പ്രേരിപ്പിക്കുന്ന, ജമാഅത്ത് ആശയങ്ങളിലേക്ക് ആകർഷണാകാൻ കാരണമാകുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ഗദ്യങ്ങളും പദ്യങ്ങളും അത് വലിയൊരു അനുകരണീയമായ സാഹിത്യമാണെന്ന് ഈ കുട്ടികളെ അങ്ങനെ ബോധ്യപ്പെടുത്തുന്ന തലത്തിലേക്കുള്ള ഒരു വലിയ നടപടിക്രമമാണ് ഈ വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ മറവിൽ നടന്നത് എന്നത് കൃത്യമായിട്ട് കണ്ടെത്താൻ സാധിക്കും. ഈ പരിപാടി സംഘടിപ്പിച്ച സമസ്ത വാഫി കൂട്ടായ്മയുടെ ബഹുമാന്യരായ യുവ പണ്ഡിതന്മാർ, മണിക്കൂറുകൾ കൊണ്ട് വിളിച്ചു ചേർക്കപ്പെട്ട ഈ സമ്മേളനത്തിൽ വളരെ ആവേശപൂർവ്വം ഒരുമിച്ച് കൂടിയ
ബഹുമാന്യരായ രക്ഷിതാക്കളെ, സഹോദരന്മാരെ, യുവജന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ബഹുമാന്യനായ ഹമീദ് ഫൈസി അമ്പലക്കടവിൻ്റെ വളരെ പ്രധാനപ്പെട്ടൊരു വിഷയാവതരണം ഇവിടെ നടക്കാനിരിക്കുകയാണ്. ഇന്നലെ നടന്ന പ്രസംഗങ്ങളൊന്നും മുഴുവൻ കേൾക്കാൻ അവസരം ഉണ്ടായിട്ടില്ല, സമയം കിട്ടിയിട്ടില്ല. അതിനെക്കുറിച്ച് കേട്ടതും അറിഞ്ഞതും മനസ്സിലാക്കിയതൊക്കെ അനുസരിച്ചുകൊണ്ട് പൊതുവായി ഇവിടെ പറയപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിഞ്ഞ സമയത്ത് പ്രത്യേകിച്ചൊന്നും പറയാനോ വിശദീകരിക്കാനോ ഇല്ല എന്ന് കൃത്യമായിട്ട് ബോധ്യം വന്നു. പിന്നെ നമുക്ക് മറുപടി പറയാൻ പറ്റാത്ത ഒരേ ഒരു വിഷയം, ഈ വെറുതെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നതിന് നമ്മൾ എന്ത് മറുപടി പറയുന്നുള്ളതാണ്. അപ്പം എന്താണ് അതിനെക്കുറിച്ച് പറയാമെന്നിങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് എപ്പോഴോ വായിച്ച ഒരു കഥയിലെ ഒരു കഥാപാത്രമുണ്ട്, ദാസപ്പൻ എന്നാണ് അയാളുടെ പേര്. അദ്ദേഹം ഒരിക്കലും ഹോട്ടലിൽ കയറി വയറ് നിറച്ച് നന്നായിട്ട് ബിരിയാണി കഴിച്ചു. പോക്കറ്റിൽ കാശൊന്നുമില്ല. ബിരിയാണി കഴിച്ച് കൈയൊക്കെ കഴുകി വീണ്ടും ആ ടേബിൾ വന്ന സമയത്തുണ്ട് അവിടെ വെയിറ്റർ ബില്ല് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹം വീണ്ടും ആ സീറ്റിൽ വന്നിരുന്നിട്ട് മെല്ലെ മെല്ലെ ഇങ്ങനെ വിതുമ്പി കരയാൻ തുടങ്ങി. അങ്ങനെ കരഞ്ഞ് കരഞ്ഞ് കുറച്ച് ശബ്ദത്തിൽ കരഞ്ഞു തുടങ്ങി. പിന്നെ അങ്ങോട്ട് അട്ടഹസിച്ച് നിലവിളിക്കാൻ തുടങ്ങി. അപ്പോഴേക്ക് വെയിറ്ററും ഹോട്ടലിൻ്റെ കാഷ്യറും ഉടമക്കാരും അവിടെ ഭക്ഷണം കഴിക്കാൻ വന്നവരൊക്കെ ഓടിക്കൂടി. അപ്പം എല്ലാവരും പറഞ്ഞു, എന്താ ഭക്ഷണത്തിൽ വല്ലതും പറ്റിയോ, വയറ് വേനുണ്ടോ, എന്താ പറ്റിയത്, ഭക്ഷണം കഴിച്ചിട്ട് എന്താ സംഭവിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഇയാളെ കാര്യങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങി. അപ്പം ഇയാളിങ്ങനെ ഈ തേങ്ങി തേങ്ങി കരയുന്നതിൻ്റെ ഇടയിലൂടെ പറഞ്ഞു, ഞാൻ ഈ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ മുത്തച്ഛൻ എനിക്ക് ഓർമ്മ വന്നു. മുത്തച്ഛൻ ഭരിക്കാൻ സമയത്ത് അവസാനമായിട്ട് ചോദിച്ചത് എനിക്ക് ഹോട്ടലിലൊരു ബിരിയാണി കിട്ടണമെന്നാണ്. അത് ഓർമ്മ വന്നപ്പോൾ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല, ഞാൻ കരഞ്ഞു പോയതാണ്. അപ്പോൾ ഈ ഹോട്ടലുടമ അങ്ങനെ ആലോചിച്ചു, പാവം ബിരിയാണി കഴിച്ചപ്പോൾ മരിച്ചുപോയ മുത്തച്ഛൻ ഓർമ്മ വന്നല്ലോ, എന്തായാലും അത്രത്തോളം സ്നേഹം ഉണ്ടായതുകൊണ്ടാണല്ലോ, നിങ്ങൾ കാശൊന്നും തരണ്ട, പോയിക്കോളി എന്ന് പറഞ്ഞു. ഇയാളെ മടക്കി വിട്ടു. അപ്പം ഇയാൾക്കിത് തോന്നി ഇതൊരു തിരക്കടില്ലാത്ത പരിപാടിയാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞൊരു 4 മണിയായപ്പോൾ ഇയാൾ വേറെ ഹോട്ടലിൽ കയറി. വേറെ ഹോട്ടലിൽ കയറിയിട്ട് അത്യാവശ്യം ചായയും കടിയൊക്കെ കുടിച്ച് ഈ പഴയ അടവനെടുത്തു. ഇയാളിങ്ങനെ വീണ്ടും വീണ്ടും കരയാൻ തുടങ്ങി. കരയാൻ തുടങ്ങിയപ്പോൾ ഹോട്ടലിൻ്റെ ഉടമ വന്നിട്ട്, എന്താ പ്രശ്നം, എന്താ കരയണമെന്ന് ചോദിച്ചു. അപ്പം ഇവൻ പറഞ്ഞു, ഞാൻ ഈ ചായ കുടിച്ച് ഇങ്ങനെ ഇരുന്ന സമയത്ത് എനിക്ക് എൻ്റെ മുത്തശ്ശി ഓർമ്മ വന്നു, മരണപ്പെട്ടു പോയ മുത്തശ്ശി ഓർമ്മ വന്നു എന്ന്. മരണപ്പെട്ടു പോയ മുത്തശ്ശി ഓർമ്മ വന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ ചായക്കടക്കാരൻ ഒരൊറ്റ അടിന് കൊടുത്തു. നിന്റെ മുത്തശ്ശി മരണപ്പെട്ടൊന്നുമില്ല, അപ്പം ഇന്ന് രാവിലെ ഇവിടെ നിന്ന് അരിയും പഞ്ചസാരൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പം എല്ലാ ദാസപ്പന്മാരോടും പറയാനുള്ളത്, എല്ലായിടത്തും ഇത് കഴിച്ചലാവൂല. രണ്ടാമത്തെ കടയിലാണ് നിങ്ങളിപ്പോൾ കയറിയിട്ടുള്ളത്. നിങ്ങൾ രണ്ടാമത്തെ കടയിലാണ് ഇപ്പോൾ കയറിയിട്ടുള്ളത്. ഇനി ഒരിക്കലും രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നില്ല. അതുകൊണ്ട് ഈ കരച്ചിൽ കൊണ്ടൊന്നും തൽക്കാലം നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ആദ്യം കരഞ്ഞു കൊടുത്ത ഒരു പക്ഷേ തൽക്കാലം രക്ഷപ്പെട്ടിട്ടുണ്ടാകും. അവർക്കും ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നത് നല്ലതാണ്. ഇത് സംബന്ധമായി നമ്മൾ എത്ര ആലോചിച്ചിട്ടും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിഷ്പക്ഷമായി ആലോചിക്കുന്ന ഒരാൾ
നമ്മൾ സംഘടനാ പ്രവർത്തകന്റെ വീക്ഷണത്തിലൊന്നും നോക്കണ്ട. നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്ന ആർക്കും അറിയാം സമസ്ത ഈ കാര്യത്തിൽ എത്ര നീതിപൂർവം, എത്ര സത്യസന്ധമായി, എത്ര അവധാനതയോടുകൂടി, എത്ര ക്ഷമാശീലത്തോടുകൂടി ഈ വിഷയത്തെ സമസ്ത കൈകാര്യം ചെയ്തത്. എന്നിട്ട് ഇപ്പോഴും പറയുന്ന എന്താണ്? ഞങ്ങൾ കേൾക്കുന്നില്ല, ഞങ്ങൾക്ക് പറയാനുള്ളത് പറയാൻ അവസരവുമില്ല, ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കുന്നില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ അവസരം തരുന്നില്ല. ഇതല്ലേ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാനും ഇവരുമായിട്ട് സംസാരിക്കാനും വേണ്ടി 6-7 മുഷാവർ അംഗങ്ങളുടെ ഒരു സമിതി തന്നെ നിശ്ചയിച്ച് ആ സമിതി ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളെ മുഴുവൻ ക്രസന്റ് ബോർഡിംഗ് മദ്രസയിലേക്ക് വിളിച്ചു ചേർത്തിട്ട് സംസാരിച്ചു. ആ സംസാരിച്ച ബഹുമാന്യരായ മുഷാവറങ്ങളൊക്കെ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തരോടും വേറെ വേറെ വേണമെങ്കിൽ അന്വേഷിക്കാം. കൊയ്യോട് ഉസ്താദിനെ പോലെയുള്ള, വയനാട്ടിലെ മൂസക്കോയ മുസ്ലിയാരെ പോലെയുള്ള, എ ബി അബ്ദുറഹ്മാൻ മുസ്ലിയാരെ പോലെയുള്ള, വാക്കോട് ഉസ്താദിനെ പോലെയുള്ള സമസ്തയുടെ പ്രമുഖരായ മുഷാവർ അംഗങ്ങൾ, അവരോടൊക്കെ വളരെ നിഷേധാത്മകമായിട്ടുള്ള സമീപനമാണ് സ്വീകരിച്ചത്. നമ്മളിങ്ങനെ ഈ രീതിയിലുള്ള വർത്തമാനത്തിനൊന്നും ഞങ്ങളില്ല, നിങ്ങൾക്ക് ഞങ്ങളോട് വല്ലതും ചോദിക്കാനുണ്ടെങ്കിൽ രേഖാമൂലം എഴുതി തന്നാൽ ഞങ്ങൾ രേഖാമൂലം മറുപടി തരും. ഇത് പറഞ്ഞിട്ടില്ല എന്ന് നിഷേധിക്കാൻ പറ്റുമോ? ഏതെങ്കിലും 2 ആളാണെങ്കിൽ 3-മതൊരാൾ അതിന് സാക്ഷിയില്ലെങ്കിൽ വേണമെങ്കിൽ നിഷേധിക്കാം. ഇരുപക്ഷത്തും 5-6 ആളുകൾ ഇരുന്നിട്ടല്ലേ സംസാരിച്ചത്? ആ സംസാരം തുടരാൻ പോലും കഴിയാത്ത രീതിയിൽ നിഷേധാത്മകമായൊരു സമീപനം അല്ലേ സ്വീകരിച്ചത്? ഇങ്ങനെ കുട്ടികളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ കള്ളം പറയിപ്പിക്കും, പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ആളുകൾ ചിന്തിക്കേണ്ട ഞങ്ങൾ അന്ന് സ്വീകരിച്ച സമീപനം ഇങ്ങനെ ആയിരുന്നില്ലേ? 2-മത് ചേളാരിയിൽ ഓഫീസിൽ വെച്ച് വീണ്ടും സംസാരിക്കാൻ അവസരമുണ്ടായി. സംസാരിക്കാൻ അവസരമുണ്ടായപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട ഉസ്താദ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാന്മാരായ ഉസ്താദുമാരോട് പറഞ്ഞത്, ഞാൻ പറയുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണമെങ്കിൽ ഞാനൊരു സംവാദത്തിന് തയ്യാറാണെന്നാണ്. ഇതൊക്കെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയോട് പറയേണ്ട ഭാഷയും ശൈലിയുമാണോ? അപ്പൊ ഇത്തരമൊരു സമീപനം സ്വീകരിച്ചപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും സമസ്തയുടെ ഉസ്താദുമാർ തീരുമാനിച്ചു, ഇത് നേർക്ക് നേരെ ഇരുന്ന് സംസാരിച്ചാൽ തീരുന്ന കേസല്ല. അതുകൊണ്ട് രേഖാമൂലം കത്തുകളും അതിന് കത്തുകളും മറുപടിയുമായിട്ടുള്ള ആ ഒരു രീതി സ്വീകരിച്ചു എന്നുള്ളതാണ്. എന്നിട്ട് പിന്നീടും ഒരു ഭാഗത്ത് വന്നിട്ട് മലപ്പുറം പ്രസ് ക്ലബ്ബിൽ വാർത്താ സമ്മേളനം നടത്തും. സമസ്തയുടെ ഡ്രൈവർ ശരിയല്ല. എന്നിട്ട് ഡ്രൈവർക്ക് സ്വകാര്യമായിട്ട് ഫോൺ ചെയ്യുക. അല്ല, നമുക്കൊന്ന് ഇരിക്കണ്ടേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. സമസ്തയുടെ ഡ്രൈവർ ശരിയല്ല എന്ന് പരസ്യമായിട്ട് വാർത്താ സമ്മേളനം നടത്തി പറയാം. എന്നിട്ട് ഈ വാർത്താ സമ്മേളനം നടത്തുന്ന അതേ ആളെന്നെ ഡ്രൈവറെ ഫോണിൽ വിളിച്ചിട്ട് പറയാം, അല്ല നമുക്കൊന്ന് ഇരിക്കണമല്ലോ, നമുക്കൊന്ന് സംസാരിക്കണമല്ലോ. ഈ കാപട്യം തിരിച്ചറിയാത്തവരാണോ സമസ്തയുടെ പണ്ഡിതന്മാർ? ഈ രീതിയിലുള്ള സമീപനങ്ങളല്ലേ സ്വീകരിച്ചിട്ടുള്ളത്? ഇങ്ങനെ സമീപനം സ്വീകരിച്ചു എന്ന് നമ്മൾ ആരോപിക്കുകയല്ല. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം നെഞ്ചത്ത് കൈവച്ച് ആലോചിച്ചാൽ മതി. എത്രയോ മാന്യമായി, എത്രയോ ഈ കോലാഹലങ്ങളും വിവാദങ്ങളും തർക്കങ്ങളും വിശദീകരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ ദിവസങ്ങളെ കൊണ്ട്, ആഴ്ചകളെ കൊണ്ട് രമ്യമായി പരിഹരിക്കാവുന്ന എത്രയോ അവസരങ്ങളുണ്ടായി. ഇപ്പോഴും സമസ്തയുടെ 100-ാം വാർഷിക സമ്മേളനത്തിൽ സമസ്തയുടെ ബഹുമാന്യരായ പ്രസിഡന്റ് പറഞ്ഞത് എന്താണ്? എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളൊക്കെ ആയിട്ട് മാറി നിൽക്കുന്നവരും മാറ്റി നിർത്തപ്പെട്ട ആളുകളൊക്കെ ആ പ്രശ്നമൊക്കെ പരിഹരിച്ചിട്ട് വരണമെന്ന്. ഇത്രയും മാന്യമായ സമീപനം സ്വീകരിക്കുന്ന നേതൃത്വം വേറെ എവിടെയുള്ളത്? അപ്പോഴും ഈ മഹത്തായ നേതൃത്വത്തെക്കുറിച്ച്, പണ്ഡിതന്മാരെ കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുക മാത്രമല്ല, അവരെത്രത്തോളം ഇകഴ്ത്തിയിട്ട് സമൂഹമധ്യേ വില കുറച്ച് കാണിക്കാൻ സാധിക്കുമോ അങ്ങനെ വില കുറച്ച് കാണിക്കുന്ന രീതിയിലുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലും ക്ലാസ് റൂമുകളിലും മറ്റുമൊക്കെ നിരന്തരമായ പ്രചാരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. വേറൊരു പ്രചാരണം നടത്തുന്നത് എന്താണ്? ഞങ്ങൾ ഉസ്താദിനെ മുർത്തദ്ദാക്കി, ഞങ്ങൾ ഉസ്താദിനെ വഹാബിയാക്കി, ഞങ്ങൾ ഉസ്താദിനെ കാഫിറാക്കി, ഞങ്ങൾ ഉസ്താദിനെ ബിദഈ ആശയക്കാരനാക്കി. സമസ്തയോ പോഷക സംഘടനകളോ എവിടെയെങ്കിലും ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടോ?
ഇല്ലാത്ത ഒരു കഥയുണ്ടാക്കിയിട്ട് ഇത് സമസ്തയുടെ നേതൃത്വത്തിന്റെ മേൽ കെട്ടിവെച്ചിട്ട് ഞങ്ങൾ ഉസ്താദിനെ പറ്റി ഇങ്ങനെ പറഞ്ഞു നടക്കുന്നു എന്ന രീതിയിലുള്ള, എന്തിനാണ് ഇങ്ങനെ കളവ് പറയേണ്ട കാര്യം? സമസ്തയോ പോഷക സംഘടനകളോ ഔദ്യോഗികമായിട്ട് എന്ന് പോലും ഞാൻ പറയുന്നില്ല, അനൗദ്യോഗികമായിട്ടെങ്കിലും നമ്മുടെ ഏതെങ്കിലും ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർ, നമ്മുടെ മഹാന്മാരായിട്ടുള്ള പണ്ഡിതന്മാർ ഈ വ്യക്തിയെക്കുറിച്ച് ഇത്തരത്തിലുള്ള ഒരു ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടോ? സമസ്ത ഇക്കാര്യത്തിൽ പറഞ്ഞത് ആദർശവിരുദ്ധമായ പ്രചാരണത്തിന് നേതൃത്വം നൽകുന്നു എന്നാണ്. ആദർശവിരുദ്ധമായ പ്രചാരണത്തിന് നേതൃത്വം നൽകുന്നു. അത് ക്ലാസ് മുറികളിലുണ്ടാകും, അത് കോളേജുകളിലെ അസംബ്ലിയിലുണ്ടാകും, അത് അത്തരം ആളുകൾ ഒരുമിച്ച് കൂടുന്ന വേദികളിലുണ്ടാകും. അതിന് പറയാൻ എത്രയോ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും, എത്രയോ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. എൻ്റെ ഈ സംസാരം കേൾക്കുന്ന വാഫി സുഹൃത്തുക്കൾ, വഫിയ സഹോദരിമാർ, അതേപോലെ ഇപ്പോൾ അതിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, നിങ്ങൾ സ്വന്തം ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് അധിക വായനയ്ക്ക് വേണ്ടി നിർദ്ദേശിക്കപ്പെട്ട പുസ്തകങ്ങൾ എത്രയെത്ര ജമാഅത്ത് സാഹിത്യങ്ങളുണ്ട്. IPH പ്രസിദ്ധീകരിച്ച ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയപരമായ സ്വാധീനം നേടാൻ കാരണമാകുന്ന എത്രയെത്ര ജമാഅത്ത് സാഹിത്യങ്ങൾ നിങ്ങൾക്ക് അധിക വായനയ്ക്ക് വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ലേ? നിങ്ങളോടത് വായിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടില്ലേ? ഇതിനെ ആദർശവിരുദ്ധ പ്രചാരണം എന്ന് വിളിച്ചുകൂടെ? ഈ സദസ്സിലും വേദിയിലുമുള്ള ബഹുമാന്യരായിട്ടുള്ള വാഹിബി പണ്ഡിതന്മാർ, അവർക്ക് എത്രയോ അനുഭവങ്ങളുണ്ട്. അധിക വായനയ്ക്ക് വേണ്ടി എത്രയോ IPH പ്രസിദ്ധീകരിച്ച മറ്റും ജമാഅത്ത് സാഹിത്യങ്ങൾ വായിക്കാൻ അവർക്ക് നിർദ്ദേശം നൽകിയത്. ഇങ്ങനെ എത്രയോ അനുഭവങ്ങൾ, ഏതെങ്കിലും ഒരു കുട്ടിക്കുള്ള അനുഭവമല്ല, അതിൽ വിവിധ കാലയളവുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് അത്തരം നിർദ്ദേശങ്ങൾ കിട്ടുമ്പോൾ ആദർശവിരുദ്ധമായ പ്രചാരണം ക്ലാസ് മുറികളിൽ നടത്തുന്നു എന്ന് പറഞ്ഞാൽ അത് തെറ്റാണോ? ഇവരുടെ പ്രധാനപ്പെട്ട കാളികാവ് PG ക്യാമ്പസിൽ അധ്യാപകനായിരുന്നു ഡോക്ടർ യൂസുഫ് അസ്ഹരി. അസ്ഹരിയോ നദിവിയോ? അസ്ഹരി. എന്തായാലും യൂസുഫാണ് പേര്. ഇതൊന്നും ഇപ്പോൾ കാണാൻ പഠിച്ചു വെക്കേണ്ട വിഷയമല്ലല്ലോ. അദ്ദേഹം കാളികാവ് PG ക്യാമ്പസിൽ ധാരാളം കാലയളവിൽ അദ്ദേഹം അവിടെ അധ്യാപകനായി. അദ്ദേഹം അധ്യാപകനായിരിക്കെ പിന്നീട് അദ്ദേഹം അവിടുന്ന് ഒഴിവായതിനു ശേഷം അദ്ദേഹത്തെക്കുറിച്ചൊരു പത്രവാർത്ത വന്നു. കാളികാവ് PG ക്യാമ്പസിലെ അധ്യാപകനായിട്ട് സേവനം ചെയ്ത വ്യക്തിയെക്കുറിച്ച് മാധ്യമം പത്രത്തിലൊരു വാർത്ത വന്നു. ആ വാർത്ത ഞാൻ വായിക്കാം. ആ വാർത്തയിൽ പറയുന്നത്, പ്രമുഖ ഇസ്ലാമിക പണ്ഡിതനും ഗ്രന്ഥകാരനുമായ ഡോക്ടർ യൂസുഫ് ഹുസൈൻ അഹമ്മദ് അൽ അസ്ഹരി ആലുവ അസ്ഹറുൽ ഉലൂം കോളേജ് ഓഫ് ഇസ്ലാമിക് ആൻഡ് ലിംഗ്വിസ്റ്റിക് സ്റ്റഡീസിലെ ശരിയ വകുപ്പ് മേധാവിയായി ചുമതലയേറ്റു. ഈ പറയപ്പെട്ട ആലുവയിലെ സ്ഥാപനം ജമാഅത്തെ ഇസ്ലാമി നേതൃത്വം കൊടുക്കുന്ന സ്ഥാപനമാണ്. ആ ജമാഅത്തെ ഇസ്ലാമി നേതൃത്വം കൊടുക്കുന്ന സ്ഥാപനത്തിൽ ഇദ്ദേഹം പഠിപ്പിക്കാൻ വേണ്ടി ചുമതലയേറ്റത് ഇംഗ്ലീഷ് ഗ്രാമർ പഠിപ്പിക്കാനല്ല, അറബി ഗ്രാമർ പഠിപ്പിക്കാനല്ല, മാത്തമാറ്റിക്സ് പഠിപ്പിക്കാനല്ല, ശരീഅത്ത് വിഭാഗം തലവനായിട്ടാണ് ചുമതലയേറ്റത്. ആ വാർത്തയിൽ തന്നെ പറയുന്നുണ്ട്, കാളികാവ് വാഫി PG ക്യാമ്പസിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു. ഇവരുടെ ഈ സ്ഥാപനത്തിലെ പ്രധാനപ്പെട്ട അധ്യാപകനായിട്ട് സേവനം ചെയ്ത വ്യക്തി പിന്നീട് ചുമതലയേൽക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ശരീഅത്ത് വിഭാഗം തലവനായിട്ട്. തീർന്നില്ല. ഈ വ്യക്തി അതിനുശേഷം, അഥവാ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപനത്തിൽ സേവനമനുഷ്ഠിക്കാൻ തുടങ്ങിയതിന് ശേഷം പലതവണ ഇവരുടെ സ്ഥാപനങ്ങളിൽ ക്ലാസ് എടുക്കുന്നുണ്ട്, പ്രോഗ്രാമുകളിൽ പ്രസംഗിക്കാൻ വരുന്നുണ്ട്, അവരുടെ പല പരിപാടികളിലെയും മുഖ്യ അതിഥിയായിട്ട് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. ഒരു സാമാന്യ ബോധമുള്ള ആളുകൾ ഇതിനെക്കുറിച്ച് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇതേപോലെ ഒരാളെ വീണ്ടും വീണ്ടും
ആ കുട്ടികൾക്ക് മുമ്പിൽ പ്രൊമോട്ട് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ക്ലാസ്സുകളും അധ്യാപനവും നിർവഹിക്കാൻ അവസരം സൃഷ്ടിക്കുന്നതിനെ കുറിച്ച് എന്താണ് സാമാന്യ ബോധമുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത്? ഇനി അതൊക്കെ പോട്ടെ, ഇവരുടെ ഈ മുതിർന്ന ഈ ഉസ്താദ്, അവിടെയുള്ള ഒട്ടനേകം വാഫി സുഹൃത്തുക്കൾ, ജമാഅത്തെ ഇസ്ലാമിയുടെ ബൗദ്ധിക കേന്ദ്രം എന്ന് പറയാവുന്ന അവരുടെ ആശയത്തിന്റെ എല്ലാത്തിൻ്റെയും ഒരു ആസ്ഥാനമായിട്ട് പറയപ്പെടുന്ന പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ശാന്തപുരത്തെ കോളേജ്. ആ ശാന്തപുരം കോളേജിൽ നടക്കുന്ന എത്രയെത്ര പ്രോഗ്രാമുകളിലാണ് നിങ്ങളുടെ ഉസ്താദ് പങ്കെടുത്തത്? എത്രയെത്ര പ്രോഗ്രാമുകളിലേക്കാണ് നിങ്ങളുടെ വാഫി സുഹൃത്തുക്കളെ അവിടെ പരിപാടിയിൽ പങ്കെടുക്കാൻ പറഞ്ഞയച്ചത്? എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അബദ്ധത്തിൽ എവിടെയെങ്കിലും ഒരു പ്രോഗ്രാമിൽ പോയി പെട്ടതല്ല ഞാൻ പറഞ്ഞത്. എത്രയെത്ര തവണ അവിടെ പോയി പങ്കെടുത്തു, മീറ്റിങ്ങുകളിൽ പങ്കെടുത്തു, സെമിനാറുകളിൽ പങ്കെടുത്തു, പരസ്യവും രഹസ്യവുമായിട്ടുള്ള എത്രയെത്ര കൂടിച്ചേരലുകൾ. ഒരു സുന്നി പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരു സംഘടനാ പ്രവർത്തകനാണെങ്കിലും ഒരു സാധാരണക്കാരനാണെങ്കിലും ഇതിനെ എങ്ങനെയാണ് കാണേണ്ടത്? ഖത്തർ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അവാർഡ് 2009 തോന്നുന്നു അവാർഡ് പ്രഖ്യാപിക്കപ്പെട്ടു. ആ വർഷത്തെ അവാർഡ് ലഭ്യമായത് ഒന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ സമുന്നതനായ നേതാവ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്, രണ്ടാമത് അവാർഡ് ലഭ്യമായത് ഈ പറയപ്പെട്ട ബഹുമാനപ്പെട്ട ഉസ്താദിന്. ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിനും ഉസ്താദിനും ഖത്തർ ആസ്ഥാനമായിട്ടുള്ള ഈ അവാർഡ് ലഭ്യമായി. ഈ അവാർഡ് ലഭിച്ച ഉടനെ വളാഞ്ചേരി മർക്കസിൽ തന്നെ ഒരു അസംബ്ലി നടന്നു. ആ അസംബ്ലിയിൽ നേരിട്ട് പങ്കെടുത്ത വാഫി ഈ സദസ്സിലുണ്ട്. ആ അസംബ്ലിയിൽ ഉസ്താദ് പറഞ്ഞു, 2 പേർക്കാണ് അവാർഡ് കിട്ടിയിട്ടുള്ളത്. ഒന്ന് അസൽ ജമാഅത്ത് ഇസ്ലാമിക്കാരന് ഒരു അവാർഡ് കിട്ടി, ഒന്ന് സമസ്തക്കാരനായ ജമാഅത്തുകാരന് അവാർഡ് കിട്ടി. ആരെങ്കിലും ആരോപിച്ചതല്ല, ഉസ്താദ് തന്നെ സ്വയം പരിചയപ്പെടുത്തിയതാണ്. അത് കേട്ട ആളുകൾ ഒരുപക്ഷെ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടാവുമല്ലോ. ഇങ്ങനെ സ്വന്തം ശിഷ്യന്മാർക്കിടയിൽ തന്നെ ഈ അർത്ഥത്തിൽ പരിചയപ്പെടുന്ന ആളെക്കുറിച്ച് നമ്മൾ എന്ത് മനസ്സിലാക്കണം? വ്യക്തിവിരോധം കൊണ്ടല്ല, ഒരു സംവിധാനം തകർക്കാൻ വേണ്ടിയിട്ടല്ല, അന്ധമായ വിദ്വേഷം കൊണ്ടല്ല, ഒരു വിദ്വേഷവുമില്ല, വ്യക്തിപരമായി ആരുമായിട്ട് ഒരു തർക്കവുമില്ല, ഒരു പ്രശ്നവുമില്ല. പക്ഷേ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സംവിധാനമാണെന്ന് വിശ്വസിച്ച് അത് അത്തരമൊരു സംവിധാനത്തിലേക്ക് എൻ്റെ മക്കളെ പറഞ്ഞയച്ചു കഴിഞ്ഞാൽ അവർ ആദർശപരമായി അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅയുടെ ആശയാദർശങ്ങൾക്കനുസരിച്ചുകൊണ്ട് വളരും, പഠിക്കും, അതോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് മക്കളെ പറഞ്ഞയക്കുന്ന, അതിന് സംഭാവനകൾ നൽകുന്ന, അതിന് പിന്തുണക്കുന്ന, സഹായിക്കുന്ന, സഹകരിക്കുന്ന ആളുകൾ. ഇത്തരം സംഭവങ്ങൾ അനുഭവപ്പെടുമ്പോൾ എന്താണ് അതിനെക്കുറിച്ച് ചിന്തിക്കുക? ആദർശപരമായി അത്ര കറക്റ്റ് അല്ല ഈ വ്യക്തിയും ഈ സംരംഭവും എന്ന് ചിന്തിച്ചാൽ അത് തെറ്റാകുമോ? അതിനുശേഷം ഈ അടുത്ത ദിവസം പുറത്തു വന്നൊരു വസ്തുത, ഇതുപോലുള്ള ഏതെങ്കിലും സെമിനാറുകളിൽ പങ്കെടുക്കുകയോ പുസ്തകങ്ങൾ വായിപ്പിക്കുകയോ ഇതുമായി ബന്ധപ്പെട്ട ചില അവാർഡുകൾ ഏറ്റുവാങ്ങലോ മറ്റോ അല്ല. വളരെ വ്യക്തമായ ഒരു ഗൂഢാലോചനയോടുകൂടി, ഗൂഢാലോചന എന്ന് തന്നെ അതിനെ പറയണം, അത്രയും വ്യക്തമായ ഗൂഢാലോചനയോടുകൂടി ബിദഈ ആശയ പ്രചാരണങ്ങൾക്ക് ലോകത്ത് മുന്നിൽ നിന്ന് ആളുകളെ പ്രകീർത്തിക്കുന്ന ഒരു പുസ്തകം തന്ത്രപൂർവം ഈ കുട്ടികളെ കൊണ്ട് പഠിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തി. സർവത് സൗലത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഇസ്ലാമിക ചരിത്രം, ഇസ്ലാമിക ചരിത്രം പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ആ പുസ്തകമാണ് നിർദ്ദേശിക്കപ്പെട്ടത്. ആരാ സർവത് സൗലത്ത്? അദ്ദേഹം പാകിസ്ഥാനിയായിട്ടുള്ള എഴുത്തുകാരനാണ്. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ജമാഅത്തെ ഇസ്ലാമി സ്ഥാപകനായ അബുൽ അല മൗദൂദിയുടെ ജീവചരിത്രം എഴുതിയ ആളാണ്. അബുൽ അല മൗദൂദിയുടെ 700 പ്രഭാഷണങ്ങൾ സമാഹരിച്ചുകൊണ്ട് 11 വോള്യം പുസ്തകമിറക്കിയ ആളാണ്.
ലോക ഇസ്ലാമിക ചരിത്രം പഠിക്കാൻ വേണ്ടി ഇടങ്ങാറായിട്ട് ഇയാളെ പുസ്തകം തന്നെ വായിപ്പിക്കണോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. അബുലാല മൗദൂദിയുടെ ജീവചരിത്രകാരൻ അബുലാല മൗദൂദിയുടെ 700 പ്രഭാഷണങ്ങൾ സമാഹരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര സാഹസികമായ ഒരു ചരിത്രാന്വേഷണമാണ്. 700 പ്രഭാഷണങ്ങൾ ഇദ്ദേഹം സമാഹരിച്ച് അത് 11 വോള്യങ്ങളായിട്ട് പുസ്തകമായിട്ട് പ്രസിദ്ധീകരിച്ചു. എന്നിട്ട് ആ പുസ്തകം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രമുഖനായ എഴുത്തുകാരനും ജമാഅത്ത് സാഹിത്യങ്ങളുടെ എല്ലാത്തിൻ്റെയും എഡിറ്ററും സബ് എഡിറ്ററും ഒക്കെ ആയി ജോലി ചെയ്ത അബ്ദുറഹ്മാൻ മുന്നൂർ എന്ന് പറയുന്ന വ്യക്തി. ആ പുസ്തകം മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചത് ജമാഅത്തെ ഇസ്ലാമിയുടെ IPH. എന്നിട്ട് സിലബസിൽ എന്താ പറഞ്ഞത്? സിലബസിൽ സർവത്ത് സൗലത്തുന്നില്ല, ഈ പുസ്തകത്തിന്റെ പേരില്ല, IPH പ്രസിദ്ധീകരിക്കുന്നു എന്നില്ല, അബ്ദുറഹ്മാൻ മുന്നൂർ പരിഭാഷപ്പെടുത്തുന്നില്ല, അതിൽ ഇസ്ലാമിക ചരിത്രം അത്രേ ഉള്ളൂ. അപ്പൊ സിലബസ് നോക്കി, അപ്പൊ അങ്ങനെയുള്ള പറഞ്ഞു കാളമ്പാട് ഉസ്താദ് അടക്കം സിലബസ് നോക്കി അംഗീകരിച്ചതാണ്. ഇതേപോലെ പേരെഴുതാത്ത സിലബസ് നോക്കിയാൽ പെട്ടെന്ന് അംഗീകാരം കിട്ടൂലേ? സിലബസിൽ ഈ പേരൊന്നുമില്ല, അതിൽ ഇസ്ലാമിക ചരിത്രം. എന്നിട്ട് ഇസ്ലാമിക ചരിത്രം പഠിക്കാൻ വേണ്ടി ക്ലാസ് മുറികളിൽ അധ്യാപകരെ കൊണ്ട് നിർദ്ദേശിക്കുന്ന പുസ്തകം ഏതാണ്? ഈ പറയപ്പെട്ട പുസ്തകം. എന്നിട്ട് അതിന്റെ ന്യായം എന്താണ്? വേറെ ചരിത്രം പഠിക്കാൻ പുസ്തകം വേണ്ടേ? ഈ കാലത്തൊക്കെ അത് മനുഷ്യന്മാരോട് പറയാൻ പറ്റിയ വർത്താന. ചരിത്രം പഠിക്കാൻ വേറെ പുസ്തകമില്ലാത്തതുകൊണ്ട് അബുലാല മൗദൂദിയുടെ ജീവചരിത്രം എഴുതിയിട്ടുള്ള പാകിസ്ഥാൻകാരന്റെ പുസ്തകം ഇവിടെ പരിഭാഷപ്പെടുത്തിയിട്ട് ഇടങ്ങാറായിട്ട് പഠിപ്പിക്കേണ്ട അവസ്ഥയിലാണ് പോരുള്ളത്. എന്നിട്ട് ഇത് വിവാദമായപ്പോ ആദ്യം ഇവരുടെ പ്രധാനപ്പെട്ട ഒരാൾ പറഞ്ഞു, അങ്ങനെ പുസ്തകേ പഠിപ്പിച്ചിട്ടില്ല, പച്ചക്കളവാണ്, അങ്ങനെ പുസ്തകം പഠിപ്പിച്ചിട്ടേ ഇല്ല. ഇപ്പോഴും അത്തരം ആളുകളുടെ ഫേസ്ബുക്ക് വാളിൽ അതിന് നിഷേധം കാണാം. അപ്പൊ ആ ഫേസ്ബുക്ക് വാളിന്റെ താഴെ തന്നെ പഠിച്ച കുട്ടികൾ പറഞ്ഞു ഞാൻ പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ കമന്റ് ചെയ്താൻ തുടങ്ങി. അപ്പൊ പിന്നെ രണ്ടാമത്തെ വിശദീകരണം, അത് റഫറൻസിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ പറഞ്ഞ എന്താണ്? ഇന്നലെ പറഞ്ഞത് അത് നേരത്തെ പഠിപ്പിച്ചിരുന്നു, വേറെ പുസ്തകമൊന്നും കിട്ടാത്തതുകൊണ്ടാണ് ഇപ്പോ പുതിയ പുസ്തകങ്ങളൊക്കെ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ആരാ കളവ് പറയണത്? ഒരു 10 ദിവസത്തിനകം നടന്ന 3 കളവാപ്പ ഞാൻ പറഞ്ഞു. 10 ദിവസത്തിനിടയിൽ നടന്ന 3 കളവ്. ആദ്യം പറഞ്ഞ് ഈ പുസ്തകം പഠിപ്പിച്ചിട്ടില്ല, രണ്ടാമത് പറയുന്നു അല്ല അത് റഫറൻസിന് വേണ്ടി ഉപയോഗിക്കാൻ പറഞ്ഞതാണ്, മൂന്നാമത് പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്, വേറെ പുസ്തകം കിട്ടാത്തതുകൊണ്ടാണ്. ഈ രീതിയിലുള്ള കളവുകൾ പ്രചരിപ്പിച്ച് വളരെ തന്ത്രപരമായി, നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇങ്ങനെ ഒരു IPH പ്രസിദ്ധീകരിച്ച പുസ്തകം ഇവരുടെ സിലബസിൽ കടത്തിക്കൂട്ടി അത് പഠിച്ച വിദ്യാർത്ഥികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ആദ്യം ഈ പുസ്തകത്തെ അധികരിച്ചുകൊണ്ടുള്ള essay ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു, പിന്നീടത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് പിന്നീട് പരീക്ഷയ്ക്ക് വരാറുള്ളത്. അവരുടെ ഉസ്താദുമാർ നിർദ്ദേശിക്കും, 4 വോള്യങ്ങളുണ്ട്, ആ പുസ്തകം ഇദ്ദേഹത്തിന്റെ കൈവശമുണ്ട്. 4 വോള്യങ്ങളിൽ ഇന്ന അധ്യായം മുതൽ ഇന്ന അധ്യായം വരെ, ഇന്ന അധ്യായം മുതൽ ഇന്ന അധ്യായം വരെ എന്ന് പറഞ്ഞ് പ്രത്യേകമായിട്ട് വായിക്കാൻ നിർദ്ദേശിക്കുക വരെ ചെയ്തു. അങ്ങനെ ഇന്ന അധ്യായങ്ങൾ ഇന്ന ഭാഗങ്ങൾ എന്ന് പറഞ്ഞ് വായിക്കാൻ നിർദ്ദേശിച്ച് അതനുസരിച്ച് പരീക്ഷ നടത്തി, അതനുസരിച്ച് എല്ലാം പൂർത്തീകരിക്കപ്പെട്ട സംവിധാനത്തെക്കുറിച്ചാണ് അങ്ങനെ പുസ്തകയെ പഠിപ്പിച്ചിട്ടില്ല എന്ന് ആദ്യം കളവ് പറഞ്ഞത്. ഞാൻ ഈ പറഞ്ഞതെല്ലാം പ്രത്യക്ഷമായോ പരോക്ഷമായോ ജമാഅത്ത് സാഹിത്യങ്ങൾ വായിക്കാൻ പ്രേരിപ്പിക്കുന്ന, ജമാഅത്ത് ആശയങ്ങളിലേക്ക് ആകൃഷ്ടനാകാൻ കാരണമാകുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ഗദ്യങ്ങളും പദ്യങ്ങളും അത് വലിയൊരു അനുകരണീയമായ സാഹിത്യമാണെന്ന് ഈ കുട്ടികളെ അങ്ങനെ ബോധ്യപ്പെടുന്ന തലത്തിലേക്കുള്ള ഒരു വലിയ നടപടിക്രമമാണ് ഈ വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ മറവിൽ നടന്നത് എന്നത് കൃത്യമായിട്ട് കണ്ടെത്താൻ സാധിക്കും. ഇത് സമുദായത്തെ എവിടെ എത്തിക്കുമെന്ന് നമ്മൾ ആലോചിച്ചാൽ മതി. എന്നിട്ട് ഇതിനെ ചോദ്യം ചെയ്യുമ്പോൾ അതങ്ങനല്ല ഇങ്ങനല്ല എന്ന് പറഞ്ഞ് മറുപടി പറഞ്ഞതുകൊണ്ടൊന്നും തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നില്ല. ഇതിനൊക്കെയുള്ളൊരു ശാശ്വതമായ പരിഹാരം
ഈ സംവിധാനങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽ മഹാന്മാരായ പണ്ഡിതന്മാരുടെ സാദാത്തുക്കളുടെ ആശീർവാദത്തോടുകൂടി അവരുടെ ഉപദേശങ്ങളോടുകൂടി നല്ല രീതിയിൽ നടന്നു വന്നൊരു സംവിധാനമാണ്. അതിലെന്തെങ്കിലും കുറ്റങ്ങളും പോരായ്മകളും പിഴവുകളും ഉണ്ടെങ്കിൽ അതൊക്കെ മാന്യമായി തിരുത്തി നമുക്ക് ഒരു ഭിന്നിപ്പിനോ കുഴപ്പങ്ങൾക്കോ പ്രശ്നങ്ങൾക്കോ ഒന്നും അവസരം കൊടുക്കാത്ത വിധം നമ്മുടെ നേതാക്കന്മാരും പണ്ഡിതന്മാരും എല്ലാവരും ഒരുമിച്ചിരുന്നു കൊണ്ട് ഇതിന് രമ്യമായി പരിഹരിക്കാനും വേണ്ടിയുള്ള പരിഹാര നിർദ്ദേശങ്ങൾ അത് അക്ഷരം പ്രതി സ്വീകരിച്ച് അംഗീകരിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള വഴിയാണ് സ്വീകരിക്കേണ്ടത്. ഒരിക്കലും ഇതിൻ്റെ പേരിൽ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാവേണ്ടതില്ല. ഇതിൻ്റെ പേരിൽ സമൂഹത്തിൽ വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള അകൽച്ചയിലേക്ക് പോകേണ്ട കാര്യമില്ല. ഇതിൻ്റെ പേര് പറഞ്ഞ് നമ്മുടെ ആദരണീയരായ സാദാത്തുക്കളെയും പണ്ഡിതന്മാരെയും സാമൂഹ്യ മാധ്യമങ്ങളിൽ തെറി വിളിക്കുന്ന, വ്യക്തി അധിക്ഷേപം നടത്തുന്ന മോശമായ പദപ്രയോഗങ്ങളിലൂടെ സമൂഹത്തിനിടയിൽ അവരൊക്കെ എല്ലാ അർത്ഥത്തിലും ഇകഴ്ത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വഴിയല്ല ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. നല്ല രീതിയിൽ സമാധാനത്തോടുകൂടി സമുദായത്തിൽ വളർന്നു വരുന്ന വിദ്യാർത്ഥികളുടെ പുതിയ തലമുറയുടെ എല്ലാ നന്മകളും ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മുടെ ആദരണീയരായ പണ്ഡിതന്മാരും സാദാത്തുക്കളും സമുദായ നേതാക്കളും ഒക്കെ ഇതിൻ്റെ രമ്യമായ പരിഹാരത്തിനു വേണ്ടി നിർദ്ദേശിക്കപ്പെട്ട പരിഹാരം അതിനെ എല്ലാ അർത്ഥത്തിലും അംഗീകരിച്ച് എല്ലാ അർത്ഥത്തിലും ഉൾക്കൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കണം. ബിദഅി പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതിയ പുതിയ ഭിന്നിപ്പുകളും ഛിദ്രതയും ഉണ്ടാക്കി അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ആ വലിയ കൂട്ടായ്മയിൽ ഛിദ്രതയുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ശത്രുവിൻ്റെ അജണ്ടയാണ്. താൽക്കാലികമായ ലാഭങ്ങൾക്ക് വേണ്ടി ഒരു അവാർഡ് കിട്ടുമ്പോഴേക്ക്, എന്തെങ്കിലും സൗകര്യം കിട്ടുമ്പോഴേക്ക്, ആരെങ്കിലും മുഖസ്തുതി പറയുമ്പോഴേക്കൊക്കെ അതിന് നിന്നുകൊടുത്താൽ അത് ഈ സമുദായത്തിന് കനത്ത നാശമാണ് ഉണ്ടാവുക. തൽക്കാലം പ്രോത്സാഹിപ്പിക്കാനും കയ്യടിക്കാനൊക്കെ ആളുകളുണ്ടാകും. ആത്യന്തികമായി അത് സമൂഹത്തിൻ്റെ നാശത്തിലേക്കാണ് എത്തിക്കുക എന്ന തിരിച്ചറിവുണ്ടായി നല്ല രീതിയിൽ നമ്മുടെ ഈ പ്രശ്നങ്ങളുടെ ശാശ്വതമായ പരിഹാരത്തിനു വേണ്ടി നമ്മുടെ നേതാക്കൾ ഉണ്ടാക്കിയിട്ടുള്ള ഫോർമുല അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ട് അച്ചടക്കമുള്ള, അനുസരണയുള്ള, സമുദായ നേതൃത്വത്തെ അംഗീകരിക്കുന്ന ആ നല്ല മനസ്സിലേക്ക് എല്ലാവരും തിരിച്ചു വരണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇങ്ങനൊരു വിശദീകരണം സംഘടിപ്പിച്ച സമസ്തയുടെ കൂടെ നിന്ന് സമസ്തക്ക് വേണ്ടി എന്തിനും തയ്യാറായി രംഗത്ത് വന്നിട്ടുള്ള വാഫി സുഹൃത്തുക്കളെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ായി പറയുകയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഏതു തീരുമാനമെടുക്കുന്നുവോ ആ തീരുമാനത്തിന്റെ കൂടെ പാറ പോലെ ഉറച്ചു നിന്ന പാരമ്പര്യമാണ് സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ ഉള്ളത്. ആ നിലപാട് തുടർന്നും ഉണ്ടാകും. ബഹുമാനപ്പെട്ട സമസ്തക്ക് ക്ഷതമേൽക്കുന്ന, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉലമായിനെതിരെ മോശമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ആരോടും സന്ധി ചേരാനോ ആരെയെങ്കിലും അത്തരക്കാരോട് അതിശക്തമായ ഭാഷയിൽ പ്രതികരിക്കാൻ ഈ സംവിധാനം പ്രതിജ്ഞാബദ്ധമാണ്. വന്യരായ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് വളരെ കൃത്യമായി ഈ വഫിയ CIC-യുമായി ബന്ധപ്പെട്ട അതിൻ്റെ നാൾ വഴികൾ നമ്മുടെ മുമ്പിൽ സവിസ്തരം പ്രതിപാദിക്കും. ബഹുമാനപ്പെട്ട സത്താർ പന്തലൂർ സാഹിബും കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ പറയും. ഇന്നലെ ഈ വേദിയിൽ നടന്നുപോയത് ജനങ്ങൾക്ക് മുമ്പിൽ കൃത്യമായൊരു കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതിന് പകരം ചില നാടകങ്ങൾ മാത്രമാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിൻ്റെ രൂപീകരണ പശ്ചാത്തലത്തെക്കുറിച്ച് നമ്മൾ ഇവിടെ പറയേണ്ടതില്ല. ബിദ്അത്തിനെതിരെ വിശുദ്ധമായ ദീനിൻ്റെ യഥാർത്ഥമായ വഴികളെ സമൂഹത്തിൻ്റെ മുൻപിൽ പ്രചരിപ്പിക്കുകയും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആദർശ വഴികളിൽ ഈ ഉമ്മത്തിനെ ഉറപ്പിച്ചു നിർത്തുകയും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന വിശുദ്ധമായ ദീനിൻ്റെ യഥാർത്ഥ വഴികളെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടെയാണ് സമസ്ത രൂപീകൃതമായത്. ആ പണിയാണ് സമസ്ത നാളിതുവരെ എടുത്തു വന്നിട്ടുള്ളത്. അതിൽ വഹാബിസത്തിനെതിരെ, മൗദൂദിസത്തിനെതിരെ, അങ്ങനെ തുടങ്ങി ധാരാളം ബിദ്അഈ ചിന്തകൾക്കെതിരെ സമസ്ത നിലപാട് സ്വീകരിക്കുകയും
അവരുടെ നിലപാട് ശരിയല്ലെന്ന് ഉറക്കെ പറയുകയും ചെയ്തിട്ടുണ്ട്. ചില വ്യാജ തരീക്കത്തുകൾക്കെതിരെ സമസ്ത അതിശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ആലുവ തരീക്കത്ത് വർഷങ്ങളായി സമയമെടുത്ത് ആ വിഷയത്തിൽ പഠനം നടത്തിയിട്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒരു നിലപാട് പറയുന്നത്. ഏതുപോലെ CIC-യുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ നേരത്തെ ആരോ പ്രസംഗിച്ചപ്പോൾ ഇവിടെ പറഞ്ഞു, ദീർഘകാലമായിട്ട് മർക്കസും അതുപോലെ തന്നെ CIC-യുമായിട്ടുള്ള വിഷയങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. സ്വാഭാവികമായും ഒരു സ്ഥാപനത്തിനകത്ത് ജോലിക്ക് വന്ന ഒരാൾ ആ സ്ഥാപനത്തിൻ്റെ സംവിധാനങ്ങളെ മുഴുവൻ ദുരുപയോഗം ചെയ്തുകൊണ്ട് തൻ്റേതാക്കി താനൊരു ഫൗണ്ടറായി മാറുന്ന വിധം ഈ സംവിധാനത്തെ അടിച്ചു മാറ്റുന്ന വിധത്തിലുള്ള പ്രവർത്തനം നടന്നു എന്ന് ഇപ്പോഴാണ് നമുക്ക് ബോധ്യമായത്. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് ആ സ്ഥാപന മേധാവികൾ അത് തിരിച്ചറിഞ്ഞിരുന്നു. അവർ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ ഇടപെടുകയും പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അതുപോലെ തന്നെ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ കാലങ്ങളിൽ അത് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ സമസ്ത ഈ വിഷയത്തിലേക്ക് വരാനുണ്ടായിട്ടുള്ള സാഹചര്യത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞു. വളരെ അനിവാര്യമായ ഘട്ടം. സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് മുമ്പിൽ പരാതി വരുന്നു. പെൺകുട്ടികളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് വിഷയത്തിന്റെ തുടക്കം കുറിക്കപ്പെടുന്നത്. ആ നാൾ വഴികൾ ഇവിടെ പറയാൻ വേണ്ടി പോകുന്നു, ഞാൻ അതിലേക്ക് പോവുകയല്ല. സമസ്ത ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് CIC-യുടെ നേതാക്കളെ കണ്ട് വിളിച്ചു വരുത്തി. വിളിച്ചില്ല എന്നാ, പറയാതെ വയ്യ എന്നാണ് ഇന്നലെ പറഞ്ഞത്. പറയാൻ വയ്യ എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. പറയാൻ വയ്യ, ഇനിയും ഞങ്ങൾക്ക് പറയാനാകില്ല എന്നുകൂടെ ആണയിട്ട് പറഞ്ഞു. ഇല്ല, ഇനി വരില്ല, ഞങ്ങൾ വേദിക്ക് മുമ്പിൽ ഒരിക്കലും വരില്ല എന്നാണ് ഇവിടെ പറഞ്ഞു പോയത്. വരണം, നിങ്ങൾ ഈ സമൂഹത്തോട് സത്യം സമൂഹത്തിന് തിരിയുന്നത് വരെ നിങ്ങൾ സമൂഹത്തോട് സംവദിക്കണം. നിങ്ങളുടെ ഓരോ വാക്കും നിങ്ങളുടെ ഓരോ വർത്തമാനവും ഈ സമൂഹത്തിന് കൃത്യമായിട്ടുള്ള ചില ധാരണകൾ വരുത്തി തന്നിട്ടുണ്ട്. വന്യരായ എൻ്റെ ജില്ലക്കാരനും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറ അംഗവും അതിൻ്റെ ട്രഷററുമായിരുന്ന ചേലക്കാട് ഉസ്താദിനെ വെച്ചിട്ട് ഒരാൾ വേദിയിൽ വന്ന് കരഞ്ഞു. ഉസ്താദ് വന്നപ്പോൾ വന്യരായ ഷെയ്ഖുന ചേലക്കാട് ഉസ്താദ് എഴുന്നേറ്റു നിന്ന് വാർദ്ധക്യദശയിൽ രോഗബാധിതനായി നിൽക്കുന്ന സമയത്ത് എഴുന്നേറ്റു നിന്ന് സ്വീകരിച്ചു എന്ന മഹത്വം. നിങ്ങൾ ആലോചിക്കണം, ചേലക്കാട് ഉസ്താദ് ഏത് കൊച്ചുകുട്ടി വന്നാലും ആര് വന്നാലും ബഹുമാന സൂചകമായി അദ്ദേഹത്തോട് പെരുമാറുന്ന ലാളിത്യത്തിന്റെ വിനയത്തിന്റെ ഉടമയായിരുന്നു. നമുക്ക് കാണാൻ കഴിയും, ഒരു വേദിയിൽ വന്നാൽ ഉസ്താദ് ആ വേദിയിൽ പരിചിതരായ എല്ലാ ആളുകളുടെയും പേരെടുത്ത് ഇങ്ങനെ പറയും. ഞങ്ങളൊക്കെ പല സന്ദർഭങ്ങളിൽ ചേലക്കാട് ഉസ്താദിന്റെ വീട്ടിൽ സന്ദർശിച്ചിട്ടുള്ള ആളുകൾ അസംഘടനാപരമായ ആവശ്യങ്ങൾക്ക് ഞങ്ങളോട് കാണിക്കുന്ന സ്നേഹാദരവുകൾ പലപ്പോഴും ഞങ്ങൾ ലജ്ജിച്ചു തല താഴ്ത്തിപ്പോയിട്ടുണ്ട്. അത്രമാത്രം വിനയാന്വിതനായി സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറയുടെ ട്രഷററായി നിൽക്കുന്ന സമയത്തു തന്നെ ആര് വന്നാലും അവരെ സ്നേഹിക്കാനും അവരെ വാത്സല്യത്തോടുകൂടെ സ്വീകരിക്കാനും ഉസ്താദ് മാത്രമല്ല, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉലമായിന്റെ ഓരോരുത്തരുടെയും രീതിയാണത്. തങ്ങളിൽ അത് ലഭ്യമായില്ല എന്നത് ഉസ്താദുമാരുടെ കുറ്റമല്ല. ഉസ്താദുമാരെ അംഗീകരിക്കാനും അവരെ ആദരിക്കാനും നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ അത് പഠിക്കാനുള്ള സംവിധാനങ്ങളാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. മറിച്ച് ആ നേതൃത്വം കൽപ്പിക്കുന്ന ആ നേതൃത്വം നിർദ്ദേശിക്കുന്ന നിർദ്ദേശങ്ങളെ അപ്പാടെ തള്ളിക്കളഞ്ഞ് അത് അവിടെ നിന്ന് വന്നതല്ല, ഇങ്ങനെ പറഞ്ഞതല്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിൻ്റെ കേന്ദ്ര മുഷാവറ യോഗ തീരുമാനങ്ങൾ അംഗീകരിച്ച് എടുത്ത തീരുമാനങ്ങളെ വളരെ ലാഘവത്തോടുകൂടെ തള്ളിക്കളയുന്ന രീതി സ്വീകരിച്ച ആളുകൾ ഇവിടെ വന്നിട്ട് ഉസ്താദിനെ കുറിച്ച് മഹത്വവൽക്കരിക്കുന്നു. കരഞ്ഞോണ്ട് കാര്യമില്ല, കാര്യം പറ, കരഞ്ഞോണ്ട് കാര്യമില്ല. ഞങ്ങൾ ഇന്നലെ ഈ പ്രഭാഷണം കേട്ടപ്പോൾ ഞങ്ങൾക്ക് ബോധ്യമായത് പറയാതെ വയ്യ എന്നല്ല, പറയാൻ വയ്യ എന്നാണ്. ഞാനത് വീണ്ടും പറയാൻ, ഞാനതുകൊണ്ട് ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഓരോ തീരുമാനമെടുത്തപ്പോഴും ആ തീരുമാനം വളരെ കൃത്യമായി പഠിച്ച് ആലോചിച്ചെടുത്ത തീരുമാനമാണ്. ആലുവ തരീഖത്തിന്റെ വിഷയം സമസ്ത കേരള ജമിയത്തുൽ ഉലമ തീരുമാനമെടുക്കുന്ന സമയത്ത്
സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി വന്യരായ സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദായിരുന്നു. ഉസ്താദിന്റെ സ്വന്തം വേണ്ടപ്പെട്ട താൻ പഠിക്കുന്ന സ്ഥാപനത്തിലെ മിക്ക കുട്ടികളും അതുപോലെ തന്നെ തന്റെ മരുമകൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആ തരീഖത്തിനകത്തായിട്ട് പോലും അത് ഹക്കല്ല, യാഥാർത്ഥ്യമല്ല, വ്യാജമാണ് എന്ന് ബോധ്യപ്പെട്ടപ്പോ ഒരു പ്രയാസവുമില്ലാതെ അതിശക്തമായി നിലപാട് സ്വീകരിച്ച പ്രസ്ഥാനത്തിന്റെ പേരാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അതകത്തുള്ളവരായാലും പുറത്തുള്ളവരായാലും ആരായാലും സമസ്ത പറയേണ്ടത് പറയും. നിങ്ങൾ ചെയ്തത് ശരിയല്ല. സംഘടനാപരമായ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ സംഘടനയ്ക്ക് പറ്റാത്തത് ചെയ്തു എന്ന് പറയാൻ സമസ്തയല്ലാതെ വേറെ ആരാ? നിങ്ങൾ പറയുന്നത് മുൻകാല നേതാക്കൾ വാഫിയെ കുറിച്ച് CIC കുറിച്ച് പുകഴ്ത്തി പറഞ്ഞു എന്നാ. അല്ല, വന്യരായ അബ്ദുൽ ഹമീദ് ഫൈസി പറഞ്ഞിട്ടുണ്ട് എന്നും ഇന്നലെ പറഞ്ഞു. ഞങ്ങളൊക്കെ പറഞ്ഞവരാ. ഞങ്ങളുടെയൊക്കെ ശിഷ്യഗണങ്ങളെ ഞങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥിനികളെ ഈ സംവിധാനത്തിനകത്തേക്ക് കൊണ്ടുവന്ന് ചേർത്തവരാ ഞങ്ങൾ. എന്തുകൊണ്ട്? അതിനകത്തുണ്ടായിരുന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആശയാദർശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന സംവിധാനം മാത്രമല്ല, SKSSFന്റെ ഒപ്പില്ലാതെ, SKSSFന്റെ സാക്ഷ്യപത്രമില്ലാതെ നമ്മുടെ സ്ഥാപനത്തിനകത്ത് കുട്ടികൾക്ക് പ്രവേശനം ലഭ്യമായിരുന്നില്ല എന്നതാണ്. ഞാൻ ചില വാഫി സുഹൃത്തുക്കളുമായി നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേദനപ്പെട്ട് പ്രയാസപ്പെട്ട കുറെ വാഫി സുഹൃത്തുക്കൾ ഒരുമിച്ചു കൂടിയിരുന്ന സമയത്ത് അവരോട് ഇങ്ങനെ സംവദിച്ചപ്പം അവർ അനുഭവങ്ങൾ തുറന്നു പറഞ്ഞു. വല്ലാത്ത മാനസികമായ പ്രയാസം. കാരണം ഉസ്താദുമാരെ തെറി പറയുകയാണ്, ഉസ്താദുമാരെ മോശമായിട്ട് പറയുകയാണ്. ഇവിടെ പറഞ്ഞല്ലോ, പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വീട്ടിലേക്ക് ഉസ്താദിനെ പുറത്താക്കിയതിന്റെ പേരിൽ പഠനം നിർത്തിയിട്ട് കുട്ടികളെ പറഞ്ഞു വിട്ടതാണ് എന്നത് നേർസാക്ഷ്യമാണ് ഈ വേദിയിൽ ഇരിക്കുന്ന ചില സുഹൃത്തുക്കൾ. ഇവിടെ എന്റെ തൊട്ടു മുമ്പ് പ്രസംഗിച്ച സനായി ഉൾപ്പെടെയുള്ള ആളുകൾ. അവരോട് പറയാം, നിങ്ങളുടെ ഉസ്താദിനെതിരെ സമസ്ത നിലപാടെടുത്തിട്ട് നിങ്ങൾ ഇവിടെ ഇരിക്കാണോ? നിങ്ങൾ വീട്ടിൽ പോട്, പ്രതിഷേധം അറിയിക്ക്, നിങ്ങൾ നേതാക്കളോട് പറ, പാണക്കാട്ടേക്ക് പോട്. അപ്പോഴാണ് വിഷയത്തിന് പരിഹാരം ഉണ്ടാകുക. മാതാപിതാക്കൾ സമസ്തയുടെ നേതാക്കളെ വിളിക്കട്ടെ. ഇങ്ങനെ അനാവശ്യമായ രീതിയിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എടുത്ത തീരുമാനത്തെ അംഗീകരിക്കുന്നതിന് പകരം അതിനെതിരായിട്ട് വളരെ മോശമായ രീതിയിൽ പേജിലും അതുപോലെ തന്നെ മറക്ക് പിന്നിൽ നിന്നും എഴുതി പിടിപ്പിച്ചു എന്ന് മാത്രമല്ല, കേരളത്തിൽ വളരെ സന്തോഷകരമായി വളരെ ഐക്യത്തോടുകൂടെ സഹിഷ്ണുതയോടുകൂടെ ഒരുമയോടുകൂടെ കടന്നുപോയ മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും സമസ്ത കേരള ജമിയത്തുൽ ഉലമയെയും രണ്ടാക്കാൻ ഒളിഞ്ഞിരുന്ന് മറക്ക് പിന്നിലിരുന്ന് പ്രവർത്തിച്ചതിന്റെ പിന്നിലെ പ്രേരക ശക്തി ആരാണ് എന്ന് പ്രിയപ്പെട്ട വാഫി സുഹൃത്തുക്കൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. പാണക്കാട് സാദാത്യങ്ങളെയും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതാക്കളെയും തമ്മിലകറ്റാൻ വേണ്ടി ശ്രമിച്ചവർ ആരാണ് എന്ന് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ തരത്തിൽ ഇനിയും കുതന്ത്രവുമായിട്ട് പോകാനാണ് ഭാവമെങ്കിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എടുത്ത നയനിലപാടുകൾ, അതിന്റെ തീരുമാനങ്ങൾ അത് നടപ്പാക്കാൻ ബാധ്യതപ്പെട്ടവരാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പോഷക ഘടകങ്ങൾ. ആ അർത്ഥത്തിൽ ഏതു തരത്തിലുള്ള പ്രതിസന്ധി നേരിടേണ്ടി വന്നാലും ആ പ്രതിസന്ധികളെ മറികടന്നുകൊണ്ട് ഇത്തരം നീക്കങ്ങൾക്കെതിരെ അതിശക്തമായ പോരാട്ടം നടത്താൻ ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രവർത്തകർ ഇവിടെ ഉണ്ടാകും. യാതൊരു സംശയവുമില്ല. സമസ്തയുടെ നയനിലപാടുകൾ കൃത്യമായി നടപ്പാക്കും. സയ്യിദുൽ ഉലമ 100ാം വാർഷിക നയപ്രഖ്യാപന സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്, തെറ്റിദ്ധരിച്ച് തെറ്റായ കാരണങ്ങളാൽ പുറത്തു പോകേണ്ടി വന്നവർ അവർക്ക് തിരിച്ചു വരാനുള്ള അവസരമുണ്ട്. നിങ്ങൾ കരയാതെ സത്യസന്ധമായി കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. കിതാബുകളെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം അങ്ങനെ ഒരു കിതാബ് ഞങ്ങളുടെ സിലബസിൽ ഉണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞു, പിന്നെ അധിക വായനക്ക് കൊടുത്തില്ലെന്ന് പറഞ്ഞു. പിന്നീട് അത് സംബന്ധമായിട്ടുള്ള വിശദീകരണങ്ങൾ വരുമ്പോ അല്ലാതെ അവിടെ എവിടെയൊക്കെ വായിച്ചിട്ടുണ്ട് എന്ന് പറയാൻ അത് സമ്മതിക്കേണ്ടിടത്തേക്ക് കാര്യങ്ങൾ എത്തിയെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളും ഇതേപോലെ അംഗീകരിച്ചുകൊണ്ട് പോകേണ്ടി വരും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത് തുടക്കമാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്കെതിരെ ഈ കാലം അത്രയും പിന്നിൽ നിന്ന് അതുപോലെ തന്നെ മറഞ്ഞിരുന്നു പ്രവർത്തിച്ച ആളുകൾ ഇന്നലെ ഈ മേൽമുറിയിലെ ഓഡിറ്റോറിയത്തിൽ പ്രത്യക്ഷപ്പെട്ടെങ്കിൽ ആ ആളുകളോട് ഞങ്ങൾ പറയാണ്,
ഞങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമസ്തയെടുത്ത തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങൾ ബഹുമാനപ്പെട്ട സമസ്തയുടെ നേതാക്കളും അഭിവന്ദരായ പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളും അതുപോലെ തന്നെ പി.ക. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ള പൗരപ്രമുഖർ എടുത്ത തീരുമാനം നിങ്ങളുടെ കൈകളിൽ കൊണ്ടുവന്ന് തന്നിട്ട് അതിനെ അംഗീകരിക്കാതെ നിങ്ങൾ പല രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ചിവിടെ നിന്ന് പോയി. വ്യാഖ്യാനമല്ല ഞങ്ങൾക്ക് വേണ്ടത്, അനുസരിച്ചോ ഇല്ലയോ എന്ന് പറയാൻ നിങ്ങൾക്ക് ആണത്തമുണ്ടെങ്കിൽ കടന്നു വരാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നമ്മൾ ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിനെയും സത്താർ സാഹിബിനെയും കേൾക്കാൻ വേണ്ടി പോവുകയാണ്. അതിനു മുമ്പ് ഈ പരിപാടി സംഘടിപ്പിച്ച പ്രിയപ്പെട്ട സംഘാടകർ, വാഫി സുഹൃത്തുക്കൾ, അവർ ബഹുമാനപ്പെട്ട അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശത്തിന്റെ കൂടെ നിന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിൻ്റെ നേതാക്കളെ വളരെ മോശമായ രീതിയിൽ സമൂഹത്തിന്റെ മുമ്പിൽ മോശമായി ചിത്രീകരിച്ചപ്പോൾ ഇനിയും ഇത് നോക്കി നിൽക്കാൻ കഴിയില്ല. നേരു പറഞ്ഞേ പറ്റൂ, പറയാതെ വയ്യ എന്നല്ല അവർ പറഞ്ഞത്, ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവർക്ക് ഊർജം നൽകേണ്ടവർ, അവർക്ക് പിന്തുണ നൽകേണ്ടവർ, അവർക്ക് പ്രചോദനം നൽകേണ്ടവർ നമ്മളാണ്. ചെറിയ സാമ്പത്തിക സഹായം അവർക്ക് വേണ്ടി ചെയ്യണം. ഇതിനുവേണ്ടി അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, ഒരു ഫണ്ട് പോലും അവരുടെ കൈകളിലില്ല. നാണയത്തൊട്ടുകൾ നൽകിക്കൊണ്ട് അവരുടെ സംരംഭം വിജയിപ്പിച്ചു കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളിലേക്ക് ബക്കറ്റ് വരുമ്പോൾ അതിൽ കാര്യമായ സംഭാവന നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനമായി പറയുകയാണ്, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഏതു തീരുമാനമെടുക്കുന്നുവോ ആ തീരുമാനത്തിന്റെ കൂടെ പാറ പോലെ ഉറച്ചു നിന്ന പാരമ്പര്യമാണ് സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ ഉള്ളത്. ആ നിലപാട് തുടർന്നും ഉണ്ടാകും. ബഹുമാനപ്പെട്ട സമസ്തക്ക് ക്ഷതമേൽക്കുന്ന, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉലമായിനെതിരെ മോശമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ആരോടും സന്ധി ചേരാനോ ആരെയെങ്കിലും അത്തരക്കാരോട് അതിശക്തമായ ഭാഷയിൽ പ്രതികരിക്കാൻ ഈ സംഘം സംവിധാനം പ്രതിജ്ഞാബദ്ധമാണ് എന്ന് ഉണർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഈ പ്രതിസന്ധി ഘട്ടത്തിലും വാഫി സിലബസിൽ പഠിക്കുകയും സമസ്ത വിരുദ്ധ പ്രവർത്തനങ്ങൾ കണ്ട് മനംനൊന്ത് 7 വർഷം പഠിച്ച സിലബസിൽ നിന്ന് മാറി സനായി ബിരുദം നേടിയ ആഷിഫ് സനായി പാണക്കാട് ചില അനുഭവങ്ങൾ പങ്കുവെക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഏറ്റവും ബഹുമാനാദരവ് നിറഞ്ഞ സയ്യിദന്മാരെ, ഉസ്താദുമാരെ, പ്രിയപ്പെട്ട സമസ്തയെ സ്നേഹിക്കുന്ന സഹപ്രവർത്തകരെ, കൂടുതൽ ആമുഖങ്ങളൊന്നുമില്ലാതെ വിഷയത്തിലേക്ക് വരാം. വാഫി എന്നുള്ള സംവിധാനം നമുക്കിവിടെ വിവരിച്ചു. നമ്മളൊക്കെ ഈ സംവിധാനത്തിലേക്ക് കൊണ്ടുവന്ന നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബഹുമാനപ്പെട്ട സമസ്തയുടെ സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രവർത്തകർ, 10ാം ക്ലാസ് കഴിഞ്ഞ നമ്മളെ സമസ്തയുടെ കീഴിലുള്ള നല്ല സംവിധാനങ്ങളെ പരിചയപ്പെടുത്തുന്ന കൂട്ടത്തിൽ നമുക്കും പരിചയപ്പെടുത്തി തന്ന നമ്മുടെ സംഘടനാ രംഗത്തുള്ള SKSSFന്റെ പ്രവർത്തകരെ, നമ്മുടെ ഉസ്താദുമാർ നമുക്ക് പരിചയപ്പെടുത്തി തന്ന ഒരു സംവിധാനമാണ് വാഫി എന്നുള്ളത്. നമ്മുടെ നാടുകളിൽ മറ്റു പല മതഭൗതിക വിദ്യാഭ്യാസ സംവിധാനങ്ങൾ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ അംഗീകരിക്കാത്ത പല സിലബസുകളും നമ്മുടെ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ ഉസ്താദന്മാരും സമസ്ത അംഗീകരിക്കുന്ന ഒരു സിലബസിലേക്കാണ് നമ്മെ പഠിപ്പിക്കാൻ പറഞ്ഞയച്ചിട്ടുള്ളത്. വാഫിയുടെ സവിശേഷതയിൽ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് 2016 അഡ്മിഷന് പോകുന്നത്. അതിൽ കാണാം സമസ്തക്ക് കീഴിൽ ലോക നിലവാരത്തിലുള്ള ദീനി പഠനം എന്നുള്ളത്. ആ ഒരു പ്രത്യേക സവിശേഷതയാണ് ഒന്നാമതായി ആ സംവിധാനത്തിൻ്റെ സവിശേഷതയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ആ സംവിധാനത്തിൽ പഠിക്കുകയും കാവന്നൂർ മജ്മയിൽ ഡിഗ്രി പഠനം പൂർത്തിയാക്കി പാങ് ക്യാമ്പസിലേക്ക് പഠനത്തിന് പോവുകയാണ്. ഒരിക്കലും എന്നെ സംബന്ധിച്ചിടത്തോളം പാങ്ങിലേക്ക് പോവുക എന്നുള്ളത് താല്പര്യമില്ലായിരുന്നു. ഞാൻ പലപ്പോഴും ഉസ്താദുമാരോട് പറഞ്ഞിരുന്നു. പക്ഷേ വാഫി സംവിധാനത്തിൻ്റെ നിയമങ്ങൾ നിർദ്ദേശങ്ങളുടെ ഭാഗമായിട്ട്, ഘട്ടം തിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പാങ് ക്യാമ്പസിൽ എത്തുകയാണ് ഉണ്ടായത്. അവിടെ ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ വാഫി ഉസ്താദിനോട് ഞാൻ പറഞ്ഞിരുന്നു, എനിക്കിവിടെ തുടർന്ന് പഠിക്കാൻ താല്പര്യമില്ല, ഏതായാലും നിയമത്തിൻ്റെ ഭാഗമായി ഇവിടെ ഞാൻ വന്നു എന്നുള്ളൂ. പിന്നീട് മറ്റു സഹപ്രവർത്തകരുടെ കൂടെ 1-2 ദിവസം താമസിക്കാൻ പറയുകയും തുടർന്ന് ഞാൻ അവിടെ പഠിക്കുകയാണ് ഉണ്ടായത്. എന്നെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും പല വേദനകൾ ആ ക്യാമ്പസിനകത്തുണ്ടായിട്ടുണ്ട്.
ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സ്നേഹിച്ചാണ് ആ സംവിധാനത്തിലേക്ക് നമ്മൾ പോയിട്ടുള്ളത്. നിലവിലെ ഈ പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് സമസ്തയെയും സമസ്തയുടെ ബഹുമാനപ്പെട്ട മുശാവറയിലെ നേതാക്കന്മാരെ പോലും ക്ലാസ്സിൽ പച്ചയായി അവർക്കെതിരെ ശബ്ദമുയർത്തിയ പല ആളുകളും ഉണ്ടായിരുന്നു. പലപ്പോഴും ആ ക്ലാസ്സുകളിലൊന്നും പങ്കെടുക്കാറ് ഹോസ്റ്റലിൽ ഇരിക്കുന്ന സമയങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, ഇത് അറിയുന്ന എൻ്റെ ഉസ്താദുമാരോട് ഈ വിഷയം ഞാൻ പങ്കുവച്ചിട്ടുണ്ട്. എൻ്റെ കൂടെ അന്ന് പഠിച്ച സഹപ്രവർത്തകർ ഇതറിയാവുന്നതാണ്. കാരണം പലപ്പോഴും അവരോട് ഞാൻ കരഞ്ഞ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യാണ്, ഒന്നാമത്തെ PG സെമസ്റ്റർ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് തുടർന്ന് പഠിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന്. അപ്പോൾ നമ്മുടെ സഹപ്രവർത്തകർ പറയും, ഈ വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കല്ലേ, ഒരു തീരുമാനം ഉണ്ടാകും, അതിൻ്റെ ഇടയിൽ പഠനം മുടക്കി പോകേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ളത്. അങ്ങനെ നിരന്തരം ക്ലാസ്സിൽ സമസ്തയെയും ബഹുമാനപ്പെട്ട സമസ്തയുടെ മുശാവറ അംഗങ്ങളെയും ഒക്കെ ക്ലാസ്സിൽ ഇകഴ്ത്തി സംസാരിക്കും. എത്രത്തോളം എന്ന് വെച്ചാൽ ഒരു പ്രസ്ഥാനം എന്ന നിലയ്ക്ക് 100 വർഷമേ അതിന് കാലയളവുള്ളൂ, അത് കഴിഞ്ഞാൽ സമസ്തയും നശിക്കും എന്നുള്ള രീതിയിൽ അതിന് ഒരുപാട് ചരിത്രത്തിൽ നിന്ന് ഉദാഹരണങ്ങൾ എടുത്തുദ്ധരിക്കും. ഖിലാഫത്ത് സംബന്ധമായും അതിനുശേഷം വന്ന പല മുസ്ലിം ഭരണങ്ങളെക്കുറിച്ചൊക്കെ ക്ലാസ്സിൽ പറഞ്ഞിട്ട് അതൊക്കെ അവസാനിച്ചിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ട് സമസ്ത അവസാനിക്കില്ല? എത്രത്തോളം എന്ന് വെച്ചാൽ കണ്ണിയത്ത് ഉസ്താദിനെ പോലും ക്ലാസ്സിൽ ചോദ്യം ചെയ്ത അവസ്ഥയുണ്ടായിട്ടുണ്ട്. ചില ആളുകൾ പറയും കണ്ണിയത്ത് ഉസ്താദ്, നമ്മളൊക്കെ പറയാം നമ്മുടെ ഉസ്താദുമാരിൽ നിന്നൊക്കെ നമ്മൾ കേട്ടതാണ്, ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്തിട്ടില്ലെന്ന് കണ്ണിയത്ത് ഉസ്താദിനെ പറ്റി നമ്മുടെ ഉസ്താദുമാരിൽ നിന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എങ്ങനെ അമ്പിയ മുർസലീങ്ങളിൽ ഒരു തെറ്റും ചെയ്യാതെ ജീവിക്കുക, പിന്നെ എങ്ങനെ മറ്റുള്ളവർക്ക് എങ്ങനെ സാധിക്കും എന്നുള്ള ചോദ്യം. ഇതുപോലെയുള്ള പല ചോദ്യങ്ങൾ കുട്ടികൾക്കിടയിൽ ഇട്ടുകൊണ്ട് നമ്മുടെ സമസ്തയെയും അതിൻ്റെ നേതാക്കൾക്കും തെറ്റ് സംഭവിക്കുമെന്നുള്ള രീതിയിൽ, മനുഷ്യന്മാരാണ് തെറ്റ് സംഭവിക്കും, അതിനൊന്നും നമ്മളെതിരല്ല, പക്ഷേ സമസ്തയുടെ നേതാക്കൾക്ക് എന്താ തെറ്റ് സംഭവിച്ചൂടെ, ഈ CIC-യുടെ തീരുമാനത്തിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലും നിരന്തരം ക്ലാസ്സിൽ ചർച്ച ഉണ്ടാവാറുണ്ട്. അങ്ങനെ പല വിഷയങ്ങളും സമസ്തയെ വെല്ലുവിളിക്കുന്ന രീതിയിൽ, എത്രത്തോളം എന്ന് വെച്ചാൽ എന്നെ കേട്ടിട്ടില്ലെന്ന് ചില ആളുകൾ പറയുമ്പോഴും ഇവിടെ ചില മീറ്റിങ്ങുകളിൽ പോയി പങ്കെടുത്ത് തിരിച്ചു വരുന്ന സമയത്ത് ക്ലാസ്സിൽ ചർച്ചയുണ്ടാകും. ഇന്ന് മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഇന്നത്തെ മീറ്റിങ്ങിലെ ചർച്ച ഇന്നതൊക്കെയാണ് എന്നുള്ളത് കുട്ടികൾ ചോദിക്കും. അപ്പോൾ പറയും, ആ സമയത്ത് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഉസ്താദുമാരോട് ചോദ്യം ചെയ്തിട്ടുണ്ട്, വിവാഹപ്രായം സംബന്ധിച്ചുള്ള ചർച്ചയിൽ കിതാബ് ഉദ്ധരിച്ചിട്ട് വിവാഹം നീട്ടിവെക്കുന്നതിനെ സംബന്ധിച്ച് കിതാബ് ഉദ്ധരിച്ച് ഉസ്താദുമാർക്ക് പറയാൻ പറ്റുമോ എന്ന് ഉസ്താദുമാരെ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. ക്ലാസ്സിൽ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കണേ. ഉസ്താദ് അഭിവന്ദരായ MT ഉസ്താദ് അടക്കമുള്ള സമസ്തയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ചോദ്യം ചെയ്തു. വളരെ സന്തോഷത്തോടു കൂടി ക്ലാസ്സിൽ പങ്കുവെക്കുക. ഇങ്ങനെ പലപ്പോഴും പല സിറ്റിങ്ങുകൾ കഴിഞ്ഞതുമായി ബന്ധപ്പെട്ട് ക്ലാസ്സിൽ കുട്ടികളുമായി പങ്കുവെക്കാറുണ്ട്. അവിടൊക്കെ നിഷേധിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചത് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. പിന്നെ എങ്ങനെ കുട്ടികൾ ഈ രീതിയിൽ ചോദ്യങ്ങൾ ഉന്നയിക്കാതിരിക്കും? ബഹുമാനപ്പെട്ട സമസ്തക്ക് നേതൃത്വത്തിനെതിരെ ഈ വിദ്യാർത്ഥികൾ എങ്ങനെ, നമ്മുടെ സഹപ്രവർത്തകരായ ആളുകൾ, നമ്മുടെ കൂടെ പഠിച്ച പല ക്യാമ്പസുകൾ പഠിച്ച ആളുകളാണ് ഈ ഫേസ്ബുക്കിലെതിരെ എഴുതുന്നത്. പിന്നെ സ്വാഭാവികമായിട്ട് അവിടെ ഇരിക്കുന്ന നമ്മളും സമസ്തക്ക് അനുകൂലമായിട്ട് എഴുതും. ആ എഴുതുന്നതിൻ്റെ പേരിൽ എന്ത് നിലക്ക് വിമർശിച്ചിട്ടും കാര്യമില്ല. കാരണം നമ്മുടെ സഹപ്രവർത്തകർ അപ്പുറത്ത് നിന്ന് സമസ്തക്കെതിരെ എഴുതുകയാണ്. അതുപോലെ ജുമാ കുത്തുബുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ക്ലാസ്സിൽ ചർച്ച ഉണ്ടാവാറുണ്ട്. ജുമാ കുത്തുബ മലയാളത്തിലാവണം. കാരണം ഇന്ന് വയലൊന്നും വെച്ചിട്ട് കാര്യമില്ല, ആളുകൾ അതിലൊന്നും പങ്കെടുക്കാറില്ല. ഇനി കുറച്ചെങ്കിലും വരുന്നത് വെള്ളിയാഴ്ച ദിവസമാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ജുമാ കുത്തുബ മലയാളത്തിലാവണം. മഞ്ചേരി പോലെയുള്ള അങ്ങാടികളിൽ, പള്ളികളിൽ ജുമാ കുത്തുബ മലയാളത്തിലുണ്ടല്ലോ. അപ്പോൾ ക്ലാസ്സിൽ ചർച്ച നടക്കും, കുട്ടികൾ അതിന് മറുപടി പറയും. അപ്പോൾ മുവാലാത്തുമായി സംബന്ധിച്ച ചർച്ചകൾ, അപ്പോൾ നമ്മൾ ഉസ്താദുമാരോട് ചോദിച്ചു, തുടർച്ചയായിട്ട് വരണ്ടേ? ഒന്നാമത്തെ ഖുതുബ രണ്ടാം ഖുതുബയോടെ തുടർച്ചയാവണ്ടേ? അപ്പോൾ എന്ത് ചെയ്യും, ആദ്യം മലയാളത്തിൽ പറഞ്ഞിട്ട് പിന്നെ ആവർത്തിച്ചെടുക്കുക. അങ്ങനെ പല പള്ളികളിൽ നടക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ അനുഷ്ഠിച്ച് പോരുന്ന, കേരളത്തിൽ പരിശുദ്ധമായ നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ സംരക്ഷിച്ച് പോരുന്ന പല വിഷയങ്ങളെയും ചർച്ച ചെയ്തിട്ട്, അത് പഴഞ്ചൻ രീതിയാണ്. ആ കാലഘട്ടം കഴിഞ്ഞു, ഇനി കാലത്തിനനുസരിച്ച് നമ്മൾ ഫത്വ കൊടുക്കണം, കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരണം. ഇങ്ങനെ പല രീതിയിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ആ പറയുന്നതിനൊക്കെ അവരുടെ അടുത്ത് അവരുടേതായ യുക്തിപരമായ ന്യായങ്ങളുണ്ട്. അത് കേട്ടിവർ അംഗീകരിക്കുകയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ മുൻഗാമികളായ പണ്ഡിതന്മാരെക്കാൾ നമുക്കറിവുള്ളവരാണ്. കാരണം ഇമാം ഷാഫി ഇമാം ജീവിച്ചിരിക്കുന്ന കാലത്ത് ഷാഫി ഇമാം രചിച്ച കിതാബ് അതിനുശേഷം വന്ന പണ്ഡിതന് ലഭിക്കുകയാണ്. ഷാഫി ഇമാമിന് മുമ്പ് രചിച്ചതും ഷാഫി ഇമാമിന് ശേഷം രചിച്ചതും ഇമാം ഗസാലി തങ്ങളടക്കം ഒരുപാട് ഇമാമിയങ്ങൾ കിതാബുകൾ രചിച്ചിട്ടുണ്ട്. ആ കിതാബുകളൊക്കെ ഇന്ന് നമുക്ക് സുലഭമായി നമ്മുടെ കൈകളിൽ ലഭിക്കുകയാണ്. അപ്പോൾ കിതാബ് നോക്കാൻ അറിയുന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ ആലിമാരാ ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കുന്നത് നമ്മളാണ്. കാരണം ഒരുപാട് മഹാന്മാരുടെ കിതാബുകൾ നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. ഇങ്ങനെ യുക്തിപരമായിട്ട് പല രീതികളിൽ ക്ലാസ്സുകളിൽ നമ്മുടെ ചില വാഫി സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെ പങ്കുവെക്കും. പലപ്പോഴും ഞാൻ ക്ലാസ്സിൽ കയറാറില്ല. കാരണം അങ്ങനെ കയറിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ സദസ്സിൽ എനിക്കിരിക്കാൻ കഴിയില്ല, ഈ സന എന്ന ബിരുദം എനിക്ക് സ്വീകരിക്കാൻ കഴിയുമായിരുന്നില്ല. കാരണം ഞാനും അതിൽ പെട്ടുപോകുമായിരുന്നു. പലപ്പോഴും പെട്ടുപോകുമെന്നുള്ള ഭയം കൊണ്ട് പല രാത്രികളിൽ കരഞ്ഞിരിക്കാറുണ്ട്. സമാധാനപ്പെടുത്താൻ പല സഹപ്രവർത്തകരുണ്ട്. അവസാനം ഇനി ഈ സംവിധാനത്തോട് യോജിക്കാൻ കഴിയില്ലെന്ന് തീരുമാനിച്ച് ആ അധ്യയന വർഷം
PG-യിലെ 1-ാമത്തെ അധ്യയന വർഷം അവസാനിക്കുന്ന സമയത്ത് ഇനി ഇവിടേക്കൊരു തിരിച്ചുവരവില്ല എന്നുള്ള നിലക്കാണ് അവിടെ നിന്ന് തിരിച്ചു പോരുന്നത്. ആ സമയത്ത് SNEC എന്ന് പറയുന്ന സംവിധാനം പ്രഖ്യാപിച്ചിട്ടേ ഉള്ളൂ. അതിൽ ഏതൊക്കെ സിലബസ് ഉണ്ട്, ആരെല്ലാം അതിലേക്ക് എടുക്കും, ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല. ഞാൻ പോന്നു, ഇനി ഒന്നെങ്കിൽ പട്ടിക്കാട് ജാമ്യനൂരിലേക്ക് ഉപരിപഠനത്തിന് പോകണം, അല്ലെങ്കിൽ ഏതെങ്കിലും പള്ളി ദർസിൽ പോകാം എന്നുള്ള നിലയ്ക്ക് ഞാൻ എൻ്റെ സഹപ്രവർത്തകരോട്, ഏറ്റവും അടുത്ത ബന്ധുക്കളോട് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് പോന്നു. പിന്നീടാണ് അൽഹംദുലില്ലാഹ് SNEC എന്ന സംവിധാനം നമ്മൾ ഏറ്റെടുത്തതും ആ സംവിധാനത്തിലേക്ക് തിരിച്ചു വരുന്നതും. പലപ്പോഴും സങ്കടകരമായ സമസ്തയുടെ നേതാക്കൾ, അതൊന്നും ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം നമ്മളൊക്കെ ഉൾക്കൊള്ളുന്ന നമ്മുടെ നേതാക്കൾ, അത്രയും നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ പ്രസ്ഥാനത്തെയും നമ്മുടെ നേതാക്കളെയും ആ നിലയിൽ ക്ലാസ്സിലൊക്കെ വിമർശിക്കുന്ന ചില യുവ പണ്ഡിതന്മാർ ക്ലാസ്സിലിരുന്ന് ഇതന്നെ ചർച്ച, മറ്റൊന്നും ചർച്ചയില്ലായിരുന്നു. അങ്ങനത്തെ അവസ്ഥകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ പലപ്പോഴും സമ്മർദ്ദത്തിലാക്കലൊക്കെ ഉണ്ടായിരുന്നു കുട്ടികളെ. നമ്മുടെ ഉസ്താദൊക്കെ രാജിവെച്ചതല്ലേ, അപ്പോൾ എന്തുകൊണ്ട് നിങ്ങളൊക്കെ വീട്ടിലേക്ക് പോകുക എന്നുള്ള നിലയ്ക്ക് പല സഹപ്രവർത്തകരും വന്നിട്ട് പറയും, നിങ്ങൾ എന്ത് ചെയ്യണം, വീട്ടിലേക്ക് പോകണം. വീട്ടിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും, രക്ഷിതാവ് ചോദിക്കും, എന്താണ് ഇവിടെ വന്നിട്ടുള്ളത്? ഞങ്ങളുടെ ഉസ്താദ് രാജിവെച്ചിട്ടുണ്ട്, ഇനി ഞങ്ങൾ എന്ത് ചെയ്യില്ല, ആ സംവിധാനത്തിലേക്ക് പോകുന്നില്ല. അപ്പോൾ രക്ഷിതാക്കൾ സമ്മർദ്ദത്തിലാവണം, മക്കൾ വീട്ടിലേക്ക് തിരിച്ചു വന്ന സാഹചര്യം ഇങ്ങനെ. അപ്പോൾ എന്ത് ചെയ്യും, രക്ഷിതാക്കൾ പാണക്കാട്ടേക്ക് പോകും, അല്ലെങ്കിൽ സമസ്തയിലേക്ക് വിളിക്കും. അങ്ങനെയൊക്കെ പല രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് ഇനി ആവശ്യം വന്നാൽ പറയുന്നതിന് നമുക്കും തടസ്സമൊന്നുമില്ല. അൽഹംദുലില്ലാഹ് ഇവിടെ നമ്മൾ സമസ്തയെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് കൃത്യമായ നേര് പറഞ്ഞു തരണമെന്ന ഉദ്ദേശത്തോട് മാത്രം എണീറ്റുന്നതാണ് ബഹുമാനപ്പെട്ട ഉസ്താദുമാർ. കൃത്യമായി ഒരുപാട് വിഷയങ്ങൾ സംസാരിക്കാനുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നേരെ പറയുന്നു എന്നാണ് നമ്മുടെ പരിപാടിയുടെ ശീർഷകം. പച്ച നുണകൾ നേരെ പറയും പോലെ അവതരിപ്പിച്ചപ്പോൾ നേരെ പറയാൻ സമസ്ത വാഫികൾ ഒരുങ്ങേണ്ട സാഹചര്യം ഉണ്ടാവുകയാണ് ചെയ്തത്. വർഷങ്ങളായി നമ്മുടെ ഇടയിൽ നിലനിന്നിരുന്ന സമസ്ത CAC പ്രശ്നം, CACയുടെ ഗമനം അത് സമസ്ത ഉദ്ദേശിക്കുന്ന വഴികളിലൂടെയല്ല, ഉപ്പ വിചാരിക്കുന്നത് പോലെയല്ല മകന്റെ സഞ്ചാരമെന്ന് തിരിച്ചറിഞ്ഞ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി കൃത്യമായി ഇടപെട്ടിട്ടുണ്ട്, നീതിപൂർവമായി സമീപിച്ചിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടവരാണ് ഞങ്ങൾ. ആ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. വർഷങ്ങളായി സമസ്ത CAC വിഷയം ചർച്ച ചെയ്യപ്പെടുകയും സമസ്ത പറയുന്ന കാര്യങ്ങൾക്ക് CAC നേതൃത്വം ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങി സമസ്ത മുശാവറയുടെ തീരുമാനങ്ങൾ അംഗീകരിക്കാതെ അതിന് വഴങ്ങാതെ അത് പല തീരുമാനങ്ങളിലേക്ക് മാറുകയും അവസാനം മധ്യസ്ഥർ വഴി ചർച്ച ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അപ്പോഴൊക്കെ സമസ്തക്ക് വേണ്ടി സമസ്ത തീരുമാനങ്ങളെ പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കുന്ന സമസ്ത നേതാക്കളെയും മുശാവറ അംഗങ്ങളെയൊക്കെ വളരെ മോശമായി സാമൂഹ്യ മധ്യത്തിൽ അവർ കാണിക്കുകയും പണ്ഡിതന്മാരോട് യോജിക്കാത്ത രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുകയും ചെയ്തപ്പോൾ നമുക്ക് ഈമാൻ പകർന്നു തന്ന ആത്മാവിനെ പോലെ നാം കാത്തു സൂക്ഷിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രസ്ഥാനം സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിൻ്റെ ഉന്നതിയും അതിൻ്റെ നിലനിൽപ്പും അതിനുണ്ടായ പൊതുജനങ്ങളിലുള്ള വിശ്വാസവും അത് നഷ്ടപ്പെടുത്താൻ വേണ്ടി ഒരു വിഭാഗം ആളുകൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ നേരെ പറയുന്നത് പോലെ നുണകൾ പ്രചരിപ്പിച്ചത് ഇന്നലെയൊക്കെ നിങ്ങൾ കേട്ടതാണ്. ഇൻഷാ അല്ലാഹ് കൃത്യമായ ഇതിൻ്റെ വിശദീകരണം ഇവിടെ ഉണ്ടാകും. അങ്ങനെ വളരെ മോശമായ രീതിയിൽ ആലിമീങ്ങളെ സമൂഹ മധ്യത്തിൽ ചിത്രീകരിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഞങ്ങൾ സമസ്തയെ സ്നേഹിക്കുന്ന സമസ്തയോട് ചേർന്ന് നിൽക്കുന്ന വാഫികൾ ഇങ്ങനെ ഒരു ചർച്ച നടത്തുകയും ഇങ്ങനെ ഒരു പരിപാടിക്ക് വേണ്ടി ആലോചിക്കുകയും ചെയ്തത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആലിമീങ്ങളെ
എപ്പോഴും മോശമായി ചിത്രീകരിക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ വല്ലാത്ത വേദന ഉണ്ടാകാറുണ്ട്. പലപ്പോഴും ഈ വിഷയം സമൂഹത്തിന് മുന്നിൽ തുറന്നു പറയാൻ വേണ്ടി സന്നദ്ധരായിട്ടുമുണ്ട്. പക്ഷെ ഞങ്ങൾ 8 വർഷം പഠിച്ച സംവിധാനം, ഞങ്ങൾ പഠിച്ച സ്ഥാപനം, അതൊക്കെ ആലോചിച്ചുകൊണ്ടാണ് ഞങ്ങൾ മിണ്ടാതിരുന്നത്. പക്ഷേ അതൊന്നും വകവെക്കാതെ ഇതിനെ എതിരെ ശബ്ദിക്കുന്നവരെ മോശമായി ചിത്രീകരിച്ച് വേദി കെട്ടി പച്ച നുണകൾ പറയുകയും സിമ്പതി നേടാൻ വേണ്ടി കണ്ണീരൊലിപ്പിക്കുകയുമൊക്കെ ചെയ്തുകൊണ്ട് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇടപെടൽ വളരെ അനിവാര്യമാണ് എന്ന കാര്യത്തിൽ ഞങ്ങൾ ആലോചിക്കുകയും അങ്ങനെ ഇടപെടൽ വളരെ അനിവാര്യമായ സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു വേദി ഒരുക്കുകയും ചെയ്തിരിക്കുന്നത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തി എന്നത് ലക്ഷ്യമേ അല്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ ആശയാദർശങ്ങൾ ജനസമൂഹത്തിന് കൈമാറുക എന്നതാണ്. സമസ്തയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന സംവിധാനങ്ങൾ, സ്ഥാപനങ്ങൾ അതൊക്കെ സമസ്തക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരെ ഗുണദോഷിക്കുകയും അവരെ നേർവഴി നടത്തുകയും ചെയ്യുക എന്നതാണ് സമസ്ത ലക്ഷ്യം വെക്കുന്നത്. ആ ലക്ഷ്യത്തിനു വേണ്ടിയാണ് CAC വിഷയത്തിലും സമസ്ത ഇടപെട്ടിട്ടുള്ളത്. പക്ഷേ ആ വിഷയങ്ങളിൽ ഇടപെടുമ്പോൾ അത് ഒരു മുനാലറ പോലെ തർക്കത്തിന് വഴിയൊരുക്കി പറയുന്നത് കേൾക്കത്തിനപ്പുറം എന്താ ഇങ്ങനെ ചെയ്തുകൂടെ എന്ന് ചോദിച്ച് മുശാവറയെ ചോദ്യം ചെയ്യുകയും ഇടപെടുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായതുകൊണ്ടാണ് ഈ വിഷയം ഇത്രമേൽ വഷളായത്. അങ്ങനെ വഷളാകാൻ ഏറ്റവും കൂടുതൽ സാഹചര്യമൊരുക്കിയത് വാഫി അലുമിനിയാണ് എന്ന കാര്യത്തിൽ സന്ദേഹമില്ല. സമൂഹത്തിന് മുന്നിൽ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്ന വിഷയങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് അവിടെ ചർച്ച ചെയ്യപ്പെടും. അവർ പറഞ്ഞു വരുന്നത് പച്ച നുണകളാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. സമസ്ത കേരള ജമിയത്തുൽ ഉലമ കൃത്യമായി പറഞ്ഞു വാഫി സിലബസിൽ ഫിഖുൽ മുയസ്സർ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന്. ഇന്നലെയും വിരോധാഭാസം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പഠിപ്പിക്കുന്ന ഫിഖുൽ മുയസ്സർ ഉയർത്തിയിട്ട് കൃത്യമായി വിവരിക്കുന്നത് കണ്ടു. എന്നാൽ 1997-98 ബാച്ചിൽ പഠിച്ച 2007 വളാഞ്ചേരി മർക്കസിൽ വെച്ച് സനദ് വാങ്ങിയ CACയുടെ ഉന്നത സ്ഥാനങ്ങളിൽ അലങ്കരിക്കുന്ന അബ്ദുൽ ബർ വാഫി ഉൾപ്പെടെയുള്ള വാഫികൾ ഫിഖുൽ മുയസ്സർ വിവാദമായ അഹമ്മദ് ഈസ ആഷൂറിന്റെ ഫിഖുൽ മുയസ്സർ ഓതിയിട്ടില്ല എന്ന് പറയാൻ സാധ്യമല്ല. അവരാ കിതാബ് ഓതിയിട്ടുണ്ട്, ഓതിയ ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അത് നിഷേധിക്കാൻ വാഫികൾക്കൊരു കാരണവശാലും സാധ്യമല്ല. പിന്നെ അതിനുശേഷം 2010 ഫിഖുൽ മുയസ്സർ ഓതിയിട്ടുണ്ട്. അത് CAC പ്രത്യേകം ഇറക്കിയതാണ്. അതിൻ്റെ മുഖദ്ദിമ വായിച്ചു നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ കൃത്യമായി പറയുന്നുണ്ട് അഹമ്മദ് ഈസ ആഷൂറിൻ്റെ ഫിഖുൽ മുയസ്സറിൻ്റെ മുഖ്തസറാണ് ഈ ഗ്രന്ഥമെന്ന്. അതും അവർ അവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ പ്രിയപ്പെട്ട സഹോദരൻ ഉയർത്തി കാണിച്ച കിതാബ് ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായപ്പോൾ മാറ്റി നമുക്ക് പറ്റിയ ഒരു കിതാബാണ് ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കിതാബ് ഉയർത്തിപ്പിടിച്ചിട്ടാണ് ഫിഖുൽ മുയസ്സർ എന്ന് പറയുന്ന കിതാബിൻ്റെ ഇബാറത്ത് വായിച്ചത് എന്ന സത്യം നാം തിരിച്ചറിയണം. സമസ്ത നേതാക്കന്മാർ എവിടെയും ഫിഖുൽ മുയസ്സർ, ആ വിവാദമായ ഫിഖുൽ മുയസ്സർ ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല. പഠിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ആ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതിനെ ഈ അടുത്ത ദിവസം പോലും വാഫി സഹോദരങ്ങൾ ഫേസ്ബുക്കിലൂടെ എഴുതിയത് കാണാൻ സാധിച്ചിട്ടുണ്ട്. സമസ്ത നേതാക്കന്മാർ ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. അതെന്തൊരു വിരോധാഭാസമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് വായിക്കുന്നത് കണ്ടത്. അത് വെറും നുണ മാത്രമാണ് എന്ന് നാം തിരിച്ചറിയുക. ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് സമസ്ത എന്ന ബഹുമാന്യരായ പണ്ഡിത പ്രസ്ഥാനത്തിൻ്റെ കൂടെ നാം അടിയുറച്ചു നിൽക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, സുദീർഘമായ ഒരു സ്വാഗത ഭാഷണത്തിന് മുതിരുന്നില്ല. ഇവിടെ ഒരുപാട് വിഷയങ്ങൾ അവതരിപ്പിക്കാനുണ്ട്. ഓരോ വിഷയങ്ങളും കൃത്യമായി ഇവിടെ അവതരിപ്പിക്കപ്പെടും. ഞങ്ങളിങ്ങനെ ആലോചിച്ചു, സമസ്ത ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ പഠിച്ചവർ തന്നെ അനുഭവം പറയുമ്പോൾ അത് കുറച്ചുകൂടെ ബോധ്യപ്പെടുമല്ലോ. മാത്രമല്ല, സമസ്ത ഈ ഒരു വിഷയം കൊണ്ടുവന്നപ്പോൾ മുഴുവൻ വാഫികളും CACയോടൊപ്പമാണ്, സമസ്തക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരില്ലേ എന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കുകയാണ്. എന്നാൽ സമസ്തയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ഒട്ടനവധി ആളുകൾ വാഫി കൂട്ടായ്മയോടൊപ്പമുണ്ട്.
എന്നാൽ അവരൊന്നും രംഗത്ത് വരാത്തത് ഇന്നല്ലെങ്കിൽ നാളെ ഈ പ്രശ്നം തീരുമല്ലോ, ഞങ്ങൾ പഠിപ്പിച്ച ഉസ്താദുമാരല്ലേ എന്ന ഒരൊറ്റ ചിന്ത കൊണ്ട് മാത്രമാണ് അവരൊക്കെ ഇങ്ങനെ അടങ്ങി നിന്നത്. അവരൊക്കെ ഇങ്ങനെ മിണ്ടാതിരുന്നത്. ഒരുപാട് ആളുകളുണ്ട് സമസ്തയോട് ചേർന്ന് നിൽക്കുന്ന, അവരുടെ ഈ വിഖണ്ഡവാദങ്ങളെ തിരിച്ചറിഞ്ഞ വാഫികൾ, സമസ്തയോട് ചേർന്ന് പ്രവർത്തിക്കുന്നവർ. അതുകൊണ്ട് തന്നെ നാം ഒക്കെ ആ സത്യം തിരിച്ചറിയുകയും സമസ്തയുടെ ആ ആശയാദർശങ്ങളും സമസ്തയുടെ തീരുമാനങ്ങളും തെറ്റിയിട്ടില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം മനസ്സിലാക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് സുദീർഘമായ ഒരു ഭാഷണത്തിന് ഞാൻ മുതിരുന്നില്ല. എൻ്റെ കർത്തവ്യം ഈ യോഗത്തിന് സ്വാഗതം ആശംസിക്കുക. പേരിനും നിയമത്തിനും നമ്മുടെയൊക്കെ സംസാരങ്ങളിലും ഔദ്യോഗിക സമസ്ത എന്ന് പറയാറുള്ളത് ഈക്ക സമസ്തയാണ്. ഓഫീസ് അവരുടെ കയ്യിലാണ്. കേസിൽ യഥാർത്ഥത്തിൽ സമസ്തയുടെ മുഷാവറയുടെ പാരമ്പര്യം അവർക്കാണ് എന്ന് കേസിൽ വിധിയായിട്ടുണ്ട്. ആ നിലക്ക് നോക്കുമ്പോൾ സമസ്തയുടെ ഔദ്യോഗിക മുഷാവറ അവരുടേതാണ്. ഓഫീസ് അവരുടെ കയ്യിലാണ്. വിദ്യാഭ്യാസ ബോർഡ് അവരുടെ കയ്യിലാണ്. ഇതെല്ലാം നോക്കുമ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ ഔദ്യോഗിക സംഘമായി ഗർവാപ്പസി പറയാൻ, തറവാട്ടിലേക്ക് പോരൂന്ന് പറയാനൊക്കെ അവകാശം ഇന്നത്തെ ഈക്ക സമസ്തയുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങളവർക്കുണ്ട്. മുയസ്സറും കൂടി പറഞ്ഞോട്ടെ. ഫിഖുൽ മുയസ്സർ എന്ന് പറയുന്നത് ഞാൻ ഈ കിതാബായിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി കുറെ കാലമായല്ലോ കേൾക്കണമെന്ന് കണ്ടാളി. ഫിഖുൽ മുയസ്സർ എന്ന് പറഞ്ഞ് വാഫിയിൽ പഠിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഗ്രന്ഥം ഇതാണ്. ഈ ഗ്രന്ഥത്തിൽ പിന്നെ തറാവീഹിനെ കുറിച്ച് പറയുന്നുണ്ട്. തറാവീഹിനെ കുറിച്ച് അതായത് അൽ മുഅക്കദു മിനൻ നവാഫിൽ എന്ന് പറയുന്ന ഭാഗത്ത്, സുന്നത്ത് നമസ്കാരങ്ങളെ കുറിച്ച് പറയുന്ന ഭാഗത്ത് വിത്റും സ്വലാത്തുല്ലയിലും സ്വലാത്തുൽ ദുഹയും ഒക്കെ പറഞ്ഞിട്ട് സ്വലാത്തു തറാവീഹ് പറയുന്നുണ്ട്. ഒരു വിരോധാഭാസമാക്കണം. തുടങ്ങണത് തന്നെ എങ്ങനെയെന്നറിയോ? വഹിയ ഇശ്റൂന റകഅത്തൻ, വഹിയ ഇശ്റൂന റകഅത്തൻ. കാണിക്കാഞ്ഞല്ലേ? ഇനി വേണമെങ്കിൽ ഈ കോപ്പി കിട്ടും, ശേഷി ചെന്നാൽ കിട്ടും. 20 റകഅത്താണ് പറഞ്ഞത് തുടങ്ങണത് തന്നെ. എന്നിട്ട് നമ്മളത് 8 റകഅത്തുള്ള ഗ്രന്ഥം പഠിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അവർ പറഞ്ഞു വരുന്നത് പച്ച നുണകളാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. സമസ്ത കേരള ജമിയത്തുൽ ഉലമ കൃത്യമായി പറഞ്ഞു, വാഫി സിലബസിൽ ഫിഖുൽ മുയസ്സർ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന്. ഇന്നലെയും വിരോധാഭാസം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പഠിപ്പിക്കുന്ന ഫിഖുൽ മുയസ്സർ ഉയർത്തിയിട്ട് കൃത്യമായി വിവരിക്കുന്നത് കണ്ടു. എന്നാൽ 1997-98 ബാച്ചിൽ പഠിച്ച 2007 വളാഞ്ചേരി മർക്കസിൽ വെച്ച് സനദ് വാങ്ങിയ CACയുടെ ഉന്നത സ്ഥാനങ്ങളിൽ അലങ്കരിക്കുന്ന അബ്ദുൽ ബർ വാഫി ഉൾപ്പെടെയുള്ള വാഫികൾ ഫിഖുൽ മുയസ്സർ വിവാദമായ അഹമ്മദ് ഈസ ആഷൂറിന്റെ ഫിഖുൽ മുയസ്സർ ഓതിയിട്ടില്ല എന്ന് പറയാൻ സാധ്യമല്ല. അവരാ കിതാബ് ഓതിയിട്ടുണ്ട്. ഓതിയ ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അത് നിഷേധിക്കാൻ വാഫികൾക്കൊരു കാരണവശാലും സാധ്യമല്ല. പിന്നെ അതിനുശേഷം 2010 ഫിഖുൽ മുയസ്സർ ഓതിയിട്ടുണ്ട്. അത് CAC പ്രത്യേകം ഇറക്കിയതാണ്. അതിൻ്റെ മുഖദ്ദിമ വായിച്ചു നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ കൃത്യമായി പറയുന്നുണ്ട് അഹമ്മദ് ഈസ ആഷൂറിൻ്റെ ഫിഖുൽ മുയസ്സറിൻ്റെ മുഖ്തസറാണ് ഈ ഗ്രന്ഥമെന്ന്. അതും അവർ അവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ പ്രിയപ്പെട്ട സഹോദരൻ ഉയർത്തി കാണിച്ച കിതാബ് ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായപ്പോൾ മാറ്റി നമുക്ക് പറ്റിയ ഒരു കിതാബാണ് ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കിതാബ് ഉയർത്തിപ്പിടിച്ചിട്ടാണ് ഫിഖുൽ മുയസ്സർ എന്ന് പറയുന്ന കിതാബിൻ്റെ ഇബാറത്ത് വായിച്ചത് എന്ന സത്യം നാം തിരിച്ചറിയണം. സമസ്ത നേതാക്കന്മാർ എവിടെയും ഫിഖുൽ മുയസ്സർ, ആ വിവാദമായ ഫിഖുൽ മുയസ്സർ ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല. പഠിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ആ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതിനെ ഈ അടുത്ത ദിവസം പോലും വാഫി സഹോദരങ്ങൾ ഫേസ്ബുക്കിലൂടെ എഴുതിയത് കാണാൻ സാധിച്ചിട്ടുണ്ട്. സമസ്ത നേതാക്കന്മാർ ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. അതെന്തൊരു വിരോധാഭാസമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് വായിക്കുന്നത് കണ്ടത്. അത് വെറും നുണ മാത്രമാണ് എന്ന് നാം തിരിച്ചറിയുക. ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. തെറ്റുകൾ മനുഷ്യനാണ്. മനുഷ്യ സഹജമായ തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി വരണം. ഉസ്താദുമാർ പറഞ്ഞതിൽ തെറ്റില്ല എന്നുള്ളത് മുഷാവറ 40 അംഗ മുഷാവറ കൂടി തീരുമാനിച്ച ഒരൊറ്റ ദിവസം എടുത്ത തീരുമാനമല്ലല്ലോ. ബഹുമാനപ്പെട്ട ബാവുദ്ദീൻ ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ളൊരു സമിതിയാണ് ആ തീരുമാനം മുഷാവറക്ക് സമർപ്പിച്ചത്. ഒരുപാട് ആലോചിച്ചിട്ടല്ല തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചത്. പലപ്പോഴും സംശയം പഠിക്കപ്പാണ് എന്തിനാ ഇത്ര ധൃതി പിടിച്ച് തീരുമാനങ്ങൾ എടുക്കണമെന്ന്. നമ്മളൊക്കെ ചരിത്രം പഠിച്ചവരാ, സമസ്തയുടെ ചരിത്രം പഠിച്ചവരാ. നമ്മളൊക്കെ സമസ്തയുടെ ചരിത്രത്തിൽ ഒരു തീരുമാനവും ധൃതി പിടിച്ചെടുത്തിട്ടില്ല.
തബ്ലീഗിന്റെ വിഷയം വന്നപ്പോൾ ഒരുപാട് പഠനങ്ങൾ നടത്തി, ഒരുപാട് വർഷങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങൾ നടത്തിയിട്ടാണ് തീരുമാനം എടുത്തത്. തരീക്കത്തിന്റെ വിഷയം വന്നപ്പോൾ അങ്ങനത്തെ അല്ലല്ലോ ഉണ്ടായത്. ആലുവ തരീക്കത്തിന്റെ വിഷയത്തിൽ 3 വർഷത്തിൽ കൂടുതൽ പഠിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നിട്ടല്ലേ തീരുമാനം എടുത്തത്? അന്ന് എന്തെല്ലാം പ്രയാസങ്ങളുണ്ടായിരുന്നു. നമ്മൾ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾ ആ സ്ഥാപനത്തിന് മുമ്പിൽ വന്നിട്ട് സിന്ദാബാദ് വിളിച്ചിട്ട് ചരിത്രങ്ങൾക്ക് അറിയില്ലേ? ഓർമ്മയുള്ളവരാണ് ഈ സദസ്സിലൊരധികവും. ഒരുപക്ഷെ അന്ന് സോഷ്യൽ മീഡിയ ഇത്ര സജീവമല്ലാത്തത് കൊണ്ട് പലരും അറിഞ്ഞിട്ടുണ്ടാവില്ല. നമ്മുടെ സ്ഥാപനങ്ങൾ മുമ്പിൽ വന്ന് പ്രകടനം നടത്തി ഉസ്താദന്മാർക്കെതിരെ ചീത്ത വിളിച്ചിട്ടുണ്ട്. അതെന്തായാലും സമസ്ത ചെയ്ത് തെറ്റ്? സമസ്ത പറഞ്ഞു ആലുവ തരീക്കത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സമസ്ത ഒരു തീരുമാനം പ്രഖ്യാപിച്ചു. അതുപോലെ തന്നെയല്ല ഇപ്പോഴും ഉണ്ടായത്. ഒരുപാട് കാലം ചർച്ചകളും ഉപചർച്ചകളും നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ സമസ്ത തീരുമാനിച്ച, മുഷാവറ തീരുമാനിച്ച, സമിതി എടുത്ത പഠിച്ച പഠന റിപ്പോർട്ട് സമസ്തയിൽ സമർപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനം വന്നു. സമസ്ത ഇപ്പോഴും നിങ്ങൾ വരണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ആ തീരുമാനങ്ങൾ അംഗീകരിച്ചാൽ മനസ്സാവാച കർമ്മണ സ്വീകരിക്കും തന്നെയല്ലേ സമസ്ത ഇപ്പോഴും പറയണത്. നമ്മുടെ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചില്ലേ, 100ാം വാർഷിക മഹാസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചില്ലേ, നമ്മുടെ അഭിയന്തരായ പ്രസിഡന്റ് പ്രഖ്യാപിച്ചല്ലോ, തെറ്റുകൾ തിരിച്ചു വന്നാൽ സ്വീകരിക്കാൻ തയ്യാറാണെന്നുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട ചില വസ്തുതകൾ മാത്രം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആദം നബി അലൈഹി സ്വലാം ഭൂമിയിലേക്ക്, സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ അതിൻ്റെ കൂടെ ഒരു സാധനം പോന്നിട്ടുണ്ട്. ശപിക്കപ്പെട്ട പിശാച്. അയാൾക്ക് കൂടെ പണിയാണല്ലോ. ആദം നബി അലൈഹി സ്വലാം പരിശുദ്ധ ദീനിനെ പരിചയപ്പെടുത്തി ദീനിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന പ്രവാചകനായി വന്നു. ആ പരമ്പര തുടർന്നു പോന്നു. അതിന്റെ കൂടെ വന്ന ആളുകൾ പണിയെടുക്കുന്നുണ്ട്. ആർക്കും സംശയം ഉണ്ടോ? അതിന്റെ കൂടെ വന്ന ആളും അതേ പണി ഇവിടെ ചെയ്യുന്നുണ്ട്. അത് ഖിയാമത്ത് നാൾ വരെ ചെയ്യും. അപ്പൊ അവന്റെ ഭാഗത്തേക്ക് പോകുന്ന ആളുകളെ തടയുക എന്നതാണ് നമ്മളെ പണി. നമ്മൾ അതിന്റെ യൂണിയനിലേക്ക് ആളെണ്ണാക്കുള്ള സിലബസ് നമ്മൾ പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ആ യൂണിയനിലേക്ക് ആദം നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെ വന്ന സാധനത്തിന്റെ കൂടെ പോകുന്ന യൂണിയനിലേക്ക് അല്ലെങ്കിൽ അവന്റെ പട്ടാളത്തിലേക്ക് കുട്ടികളെ പഠിപ്പിക്കേണ്ട ആവശ്യം നമുക്കില്ലല്ലോ. അതിലേക്ക് ആളെ ചേർത്തലോ അതിന് മെമ്പർഷിപ്പ് കൊടുക്കലല്ലോ നമ്മളെ പണി. അത്തരത്തിലെ വ്യതിയാനങ്ങൾ കണ്ടാൽ അത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് സമസ്തയുടെ നയം. അതല്ലേ നമ്മൾ ഉസ്താദന്മാർ ചെയ്തിട്ടുള്ളൂ. അത്രമാത്രം നമ്മൾ ഉസ്താദന്മാർ ചെയ്തിട്ടുള്ളൂ. അതിപ്പോൾ ഇതോടുകൂടി തീർന്നു നമുക്ക് പറയാൻ പറ്റുമോ? നാളെ എന്താ വിഷയം വരും നമുക്ക് പറയാൻ പറ്റില്ല. ശപിക്കപ്പെട്ട പിശാച് അവന്റെ പണികൾ ഖിയാമത്ത് നാൾ വരെ ചെയ്യും. അപ്പൊ നമുക്ക് പ്രതീക്ഷിക്കാം ഇനിയും വേറെ പ്രതിസന്ധികൾ വരും. അന്നും സമസ്ത തീരുമാനം എടുക്കും. അന്നും കുറച്ചാൾക്കാർ സമസ്തനെ എതിർക്കാനുണ്ടാവും. അപ്പൊ നമ്മൾ ആരെ കൂടെ നിൽക്കണം നമ്മൾ തീരുമാനിക്കുക. അതുപോലെ മറ്റൊരു വസ്തു നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ദജ്ജാൽ വരാൻ പോകണ്ടല്ലോ ഖിയാമത്ത് നാളില് അവസാനത്തില്. ദജ്ജാലിന്റെ കൂടെയും കുറെ ആൾക്കാരുണ്ടാവുമല്ലോ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ പരമ്പരയിൽപ്പെട്ടവർ അങ്ങനെ ആവാത്തവരാവാനുള്ള കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ അത് പെട്ടെന്ന് ഉണ്ടാവണമല്ല. അന്നുള്ള ആൾക്കാർ ഇന്നാ പിടിച്ചോന്ന് പറഞ്ഞിട്ടുണ്ടാവണമല്ല. അതിനുള്ള പ്രക്രിയ നേരത്തെ തുടങ്ങുന്നുണ്ട്. ആ കൂട്ടത്തിൽ കൂടാനുള്ള ആളുകളുടെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ഇതിനൊക്കെ സംരക്ഷണം കൊടുക്കലാണ് സമസ്തയുടെ പണി. അപ്പൊ സമസ്തക്ക് മൂല്യമില്ല, സമസ്തയിൽ വിശ്വാസം നഷ്ടപ്പെടുക, ഉമ്മത്തിന്റെ ഈമാനിന് ഭംഗം വരുത്താനുള്ള ശ്രമങ്ങൾക്ക് ഏറ്റവും നല്ല പണി എന്താ? ഇതിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുക. ഇതൊരു പണ്ഡിത സംഘടനയാണ്, ഇതൊരു ഇലാഹിയായ സംഘടനയാണെന്നുള്ള വിശ്വാസം ജനങ്ങളിൽ നിന്ന് ഇല്ലാതാക്കുക. അതിനെന്താ മാർഗം? അതിൻ്റെ നേതാക്കന്മാരെ പറ്റിയിട്ട് ഇങ്ങനെ എഴുതി കൊടുക്കുക, നേതാക്കന്മാരെ പറ്റി പ്രസംഗിക്കുക, നേതാക്കന്മാരെ പറ്റി മോശമായി പ്രചരിപ്പിക്കുക, സംഘടനയെ പറ്റി മോശമായി പ്രചരിപ്പിക്കുക. അതല്ല ഇപ്പം നടന്നുകൊണ്ടിരുന്ന സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ 2-3 വർഷമായിട്ട്, 3-4 വർഷമായിട്ട് നടക്കണ. പലരും വ്യാജ പേരിൽ വന്നു, സ്വന്തം പേരിൽ വന്നു. അങ്ങനെയല്ല നടത്തിയിരുന്നത്.
ഒരു സംഗതിയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തണമെങ്കിൽ അതിനെക്കുറിച്ച് മോശമായി പ്രചരിപ്പിച്ച് ജനങ്ങളുടെ ഇടയിലുള്ള വിശ്വാസം ഇല്ലാതാക്കുക. സമസ്തയെക്കുറിച്ചുള്ള വിശ്വാസം നഷ്ടപ്പെട്ടാൽ എന്താ വരാൻ പോണത്? സങ്കരയിനാണ്ടാവാൻ പോണ്. അത് ചെയ്താലും കുഴപ്പമില്ല, ഇത് ചെയ്താലും കുഴപ്പമില്ല. അതല്ല ഇപ്പം നടന്നുകൊണ്ടിരിക്കണേ. ഇപ്പൊ കുറച്ച് ആളുകളിലൊക്കെ ആ ഒരു ചിന്താഗതി വന്നു. ഇനിയിപ്പോൾ കുറച്ചൊക്കെ അങ്ങോട്ടായാലും കുഴപ്പമില്ല, കുറച്ച് ഇങ്ങോട്ടായാലും കുഴപ്പമില്ല എന്നുള്ളത്. നമ്മൾ 100% സുന്നത്ത് ജമാഅത്തിന്റെ ആശയവുമായി നടന്നിരുന്ന ആളുകളിൽ കുറച്ചൊക്കെ വെള്ളം ചേർത്താലും കുഴപ്പമില്ല എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് അവരുടെ മനസ്സ് മാറി. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ഇത്തരം സംവിധാനങ്ങൾ ഇതോടുകൂടി തീർന്നു എന്നല്ല, ഇനിയും വരാം, പുതിയ പ്രതിസന്ധികൾ വരാം. എല്ലാ പ്രതിസന്ധികളെ തൊട്ടും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഞാൻ ദീർഘിപ്പിക്കല്ല. അപ്പൊ നമ്മുടെ സഹോദരങ്ങളോട് നമുക്ക് പറയാനുള്ളത്, തെറ്റുകൾ മനുഷ്യനാണ്. മനുഷ്യ സഹജമായ തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി വരണം. ഉസ്താദുമാർ പറഞ്ഞതിൽ തെറ്റില്ല എന്നുള്ളത് മുഷാവറ 40 അംഗ മുഷാവറ കൂടി തീരുമാനിച്ച ഒരൊറ്റ ദിവസം എടുത്ത തീരുമാനമല്ലല്ലോ. ബഹുമാനപ്പെട്ട ബാവുദ്ദീൻ ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള സമിതിയാണ് ആ തീരുമാനം മുഷാവറക്ക് സമർപ്പിച്ചത്. ഒരുപാട് ആലോചിച്ചിട്ടല്ല തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചത്. നമ്മളൊക്കെ നാടുകളിൽ എന്തെങ്കിലും പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു മസാലയുടെ ഒരു മസാല കിട്ടണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഉത്തരം കിട്ടണമെന്നുണ്ടെങ്കിൽ, മസാലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ആധികാരികമായ ഒരു ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ സമീപിക്കുന്ന ആരെയാണ്? സമസ്ത മുഷാവറയാണ് സമീപിക്കുക. സമസ്തക്ക് നമ്മൾ രേഖാമൂലം കൊടുക്കണം. വാക്കാൽ പറഞ്ഞാൽ സ്വീകരിക്കൂല, രേഖാമൂലം എഴുതി കൊടുക്കണം. അത് ചർച്ച ചെയ്ത് രേഖാമൂലം മറുപടി കിട്ടും. അത് പരസ്യപ്പെടുത്തേണ്ടതാണെങ്കിൽ പരസ്യപ്പെടുത്തി പറയും. അതല്ല വ്യക്തിപരമായി കൈമാറേണ്ടതാണ്, ആ രീതിയിൽ കൈമാറ്റം ചെയ്യും. അപ്പൊ ഈ സംവിധാനത്തോടുള്ള വിശ്വാസം നഷ്ടപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. അത് നമ്മൾ ചെറുത്തു തോൽപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോക്ടെയിൽ സുന്നികളായി മാറും ഇനി വരുന്ന തലമുറ. ആ ഒരു സംവിധാനം ഉണ്ടാവാൻ പാടില്ല. നമ്മളെ മക്കൾ നമ്മൾക്കെതിരായിട്ട് സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ.